എന്റെ അമ്മേ. നന്ദകുമാറിന്റെ ഭാര്യ തനി നാട്ടുമ്പുറത്തുകാരി. അല്പം ആഡംബര ഭ്രമം ഉണ്ടെങ്കിലും നല്ലൊരു കുടുംബിനിയാണ്. ഭർത്താവിനെ ചൊൽപ്പടിക്ക് നിർത്തും. എന്തൊരു വേണം കൗസു? കലം. കലോ? കല അടുപ്പത്തിരിക്കുക, ചട്ടും വേണം തരാം. अरे बुद्धू, मेरा कलम कहाँ है? ओ मेरा कलम सर, आपकी कलम पॉकेट में है. गलत. आपकी कलम नहीं, आपका कलम. കായും കെയ്യും ഒക്കെ അങ്ങ് സ്കൂളിൽ ചെന്ന് പിള്ളേരെ പഠിപ്പിച്ചാൽ മതി കേട്ടോ. ദേ, ഇവിടെ മാതൃഭാഷ അല്ലാതെ മറ്റൊരു ഭാഷയും പ്രയോഗിക്കാൻ പാടില്ലെന്നാ അമ്മാവന്റെ കൽപ്പന. അത് മറക്കണ്ട. കൗസു, ഇന്നിപ്പോ എന്താ ഇത്ര തിരക്ക് പിടിച്ച പണി? ഇന്ന് തിങ്കളാഴ്ച എന്നറിഞ്ഞൂടി? ठीक है, आज सोमवार है. ഡ്യൂട്ടി മാറി. ഇന്ന് പ്രാതം ഉണ്ടാക്കേണ്ട ചുമതല എനിക്കാ. അപ്പൊ ഉച്ചഭക്ഷണത്തിന്റെ ഡ്യൂട്ടി? അതാണെന്നല്ലിക്ക. ഓ, ഇന്നെങ്ങനെ രുചികരമായിട്ടുള്ള ഭക്ഷണം കഴിക്കാലോ. യോ, അപ്പൊ ഞാൻ ഉണ്ടാക്കുന്നതിനൊന്നും രുചിയില്ലെന്നല്ലേ എനിക്കറിയാം. ഇപ്പൊ നിങ്ങൾക്ക് എന്നെ ഒട്ടും ഇഷ്ടമല്ല. എന്റെ വീട്ടിൽ വന്ന് ഹിന്ദി ട്യൂഷൻ എടുത്തതും പ്രേമിച്ചതും കല്യാണം കഴിച്ചതും അന്നൊരു ഹിന്ദി പാട്ട് പാടുമായിരുന്നല്ലോ, ഒക്കെ മറന്നില്ലേ? സഹിച്ചല്ലേ പറ്റൂ. 5 പിള്ളേരുടെ അമ്മയായി പോയില്ലേ? ചൗദുവിൻ കച്ചാന്ത് ഹോ യാബ് താബ് ഹോ ബദ്മാസ് ക്യാ ഹോനാ? ഒന്ന് നിർത്തണുണ്ടോ? അമ്മാവനപ്പുറത്തുണ്ടെന്ന് മറക്കണ്ട. ഏത് നേരം ഒരു ചൂളോടി. ഇത് ഏത് പാട്ടാണെന്ന് നിനക്കറിയാമോ? ആ, എനിക്കറിയില്ല. ആനന്ദവല്ലി നീ തന്നെയല്ലി, പ്രേമമെന്തെന്നതെന്നോട് ചൊല്ലി. മതി, എല്ലാ സിനിമയും പോയി ഒറ്റയ്ക്ക് കാണും. ഞങ്ങള് 3 ഭാര്യമാര് കൂട്ടിലടച്ച കിളികളെ പോലെ ഇവിടെ കഴിഞ്ഞോളാം. എന്നാ ഭാര്യയും കൂട്ടി ഒരു സിനിമ, ഒരു ബീച്ച്, ഒരു പാർക്ക്, ഒരു ഹോട്ടൽ, ഒരു സ്റ്റൂള്. കണ്ണും പരട്ടം കാണാൻ പാടില്ലാത്ത നീ എങ്ങനെ ഒരു സിനിമയും ഒരു ബീച്ചും ഒരു പാർക്കും കാണുന്നത്? ഇപ്പൊ കാണാമോ? ഈ കണ്ണട മാറ്റാറായെന്ന് വിചാരമല്ലോണ്ടോ നിങ്ങൾക്ക്? 3 മാസം മുമ്പല്ലേ ഇത് മാറ്റിയത്? അവർ കുറഞ്ഞു. ഒരു കോണ്ടാക്ട് ലെൻസ് വാങ്ങിത്തരാൻ തോന്നിയില്ലല്ലോ. ഒരു കോണ്ടാക്ട് ലെൻസ് പോരല്ലോ ആനന്ദം, 2 വേണ്ടേ? ഓ, തമാശ മതി, എനിക്ക് വേറെ പണിയുണ്ട്. അറിയാം, ഇന്ന് നിനക്കല്ലേ ഉച്ചഭക്ഷണത്തിന്റെ ഡ്യൂട്ടി. കാലാകുമ്പോ കൈയും കഴിയും വന്നിരുന്നാ മതിയല്ലോ. അതെങ്ങനെയാ ഉണ്ടാവുന്ന അറിയോ? 3 പെണ്ണുങ്ങൾ അടുക്കള കിടന്ന് നരയിക്ക, വിറക് കത്തിച്ച് അമ്മിയിൽ അരച്ചും കല്ലിലാട്ടി ഒക്കെ മടുത്തു. എന്നാ ഭാര്യമാരല്ലേ, അവരുടെ അധ്വാന ഭാരം ഒന്ന് കുറയ്ക്കാൻ ഒരു ഗ്യാസ്, ഒരു മിക്സി, ഒരു ഗ്രൈൻഡർ, ഒരു ഫ്രിഡ്ജ്, ഒരു... എന്നാ തുച്ഛശമ്പളക്കാരായ ഭർത്താക്കന്മാരല്ലേ ചെലവ് കുറക്കാൻ വേണ്ടി ഒരു സാരി, ഒരു മാല, ഒരു വള, ഒരു കുട്ടി, ഒരു നേരത്തെ ആഹാരം, ഇതൊക്കെ മതിയെന്ന് നിങ്ങളും വിചാരിച്ചില്ലല്ലോ. ദേ, നിർത്തണുണ്ടോ? എന്നെ കൊണ്ടത് പറയിക്കണ്ട. ഞങ്ങൾ 3 പെണ്ണുങ്ങളിൽ നിന്ന് പുകയ്യ. എന്റെ ഷർട്ടും കിടന്നു പോയിരുന്നു. അയ്യോ, ചായ ഡിസ്റ്റർബ് ചെയ്യരുത്. കമ്പനിയുടെ പുതിയ ആയുർവേദ ഉൽപ്പന്നമായ പാഷാണഭൂഷണ കസ്തൂരിയുടെ മാർക്കറ്റിംഗിനെ കുറിച്ച് ഞാൻ ഗഹനമായി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പാഷാണഭൂഷണോ? ആ, ചിലന്തി, തേൾ, പഴുതാര എന്നീ ജന്തുക്കൾ കടിച്ച് വിഷം ഉള്ളിൽ ചെന്നു എന്ന് സംശയിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ 1 ഗ്ലാസ് ചൂടുവെള്ളത്തിൽ 1 ടേബിൾ സ്പൂൺ പാഷാണഭൂഷണ കസ്തൂരി കലക്കി കുടിക്കുക. ശുഭം. ഞാനിപ്പോ തിരക്കിലാണ്. തിരക്കിനിടയിൽ കത്ത് പോസ്റ്റ് ചെയ്യാൻ മറക്കണ്ട. കത്തോ? ആർക്കടി കത്ത്? എടി, ആർക്കാന്ന്? എന്തിനാ ചൂടാവുന്നേ? രഹസ്യമായ കത്താണെങ്കിൽ ആരെങ്കിലും സ്വന്തം ഭർത്താവിന്റെ കയ്യിൽ കൊടുക്കോ? അപ്പൊ നീ രഹസ്യമായി കത്ത് എഴുതാറുണ്ടല്ലേ? എഴുതിയിരുന്നു, കല്യാണത്തിന് മുൻപ്. അത് ശരി. 2 പിള്ളേരുടെ തള്ളയായ ശേഷമാണോ നീ സത്യം എന്നോട് തുറന്നു പറയുന്നത്? നിന്നെ ഡൈവേഴ്സ് ചെയ്യും. അയ്യോ, പ്രേമലേഖനൊന്നുമില്ല. പിന്നെ എങ്ങനെ സൗന്ദര്യം വർദ്ധിപ്പിക്കാന്നുള്ള വംതിയിലേക്കാ രഹസ്യം എഴുതിയിരുന്നത്. അതാണോ? ഇനി എന്നെ ഡൈവേഴ്സ് ചെയ്യോ? അയ്യോ ഇല്ല, എന്ത് മതി, ഇംഗ്ലീഷും മതി. താങ്ക്സ്. ഈ കത്ത് വീട്ടിലേക്കാ. ഇക്കുറി വിഷുവിന് ഞാൻ വീട്ടിലേക്ക് ചെല്ലില്ലെന്ന് അറിയിക്കാനാ. വിഷുവിന് നീ വീട്ടിൽ പോകുന്നില്ലേ? ചെയ്ത് മോശമല്ലേ? എന്തു ചേച്ചിമാരും പോണില്ല, അമ്മാവനെ ഒറ്റയ്ക്കാക്കിട്ട് പോണ്ടാന്ന്. കഴിഞ്ഞ ഓണത്തിന് നീ പോയില്ല, ഈ വിഷുവിനെങ്കിലും ഒന്ന് പോയി കിട്ടുന്ന വിചാരിച്ചേ. ആഹാ, അപ്പൊ ഞാൻ പോയി കിട്ടണല്ലേ? മനസ്സിലിരിപ്പൊക്കെ ഞാൻ അറിയുന്നുണ്ട്. ഒരു റെപ്രസെന്റേറ്റീവ്. റെപ്രസെന്റേറ്റീവ് അല്ല ഇന്ദു, റെപ്രസെന്റേറ്റീവ്. രണ്ടും ഒന്ന് തന്നെയാ. മോനൊരെണ്ണം ഉണ്ടല്ലോ, വിത്ത് ഗുണം 10. അസൂയ. നാട്ടുകാർക്ക് മുഴുവൻ എന്നോടും അച്ഛനോടും അസൂയ. നോക്കിയോ, നാട്ടുകാർ കാണാൻ പോണേ ഉള്ളൂ. അച്ഛനും മോനും കൂടെ വട്ടിപ്പലിശക്ക് പണം കൊടുത്ത് നാട് കുട്ടിച്ചോറാക്കിയില്ലേ? ഇനി പുതിയതായിട്ട് എന്തോന്ന് കാണിക്കാൻ? അതേടോ മാപ്പിളെ, പുതുതായിട്ട് കാണിക്കാൻ പോവാ. താൻ ഈ സിനിമാ മാസികളിലെ പടങ്ങൾ നോക്കി വെള്ളം ഇറക്കണല്ലാണ്ട് ആരെങ്കിലും നേരിട്ട് കണ്ടിട്ടുണ്ടോ? കണ്ടല്ലോ, ഇന്നും കാണാൻ പോവാ ഷൂട്ടിങ്. മുകേഷ്, രാജം പി ദേവ്, കൽപ്പന, മാള ഒക്കെ ഉണ്ട്. അയ്യടാ, അവരെയൊക്കെ ആർക്ക് വേണോടോ? വെള്ളിത്തിരയിലെ ധ്രുവ നക്ഷത്രം,
തെന്നിന്ത്യൻ സിനിമയിലെ മാതക റാണി, യുവാക്കളുടെ ഉറക്കം കെടുത്തുന്ന താരസുന്ദരി യമുന റാണി. കണ്ടിട്ടുണ്ട്? യമുന റാണി വരുന്നുണ്ടാ? ഉണ്ട്. തന്റെ അവിഞ്ഞ ചായക്കടയിലേക്കല്ല, ഈ അനിയൻകുട്ടിയുടെ വീട്ടിനടുത്തുള്ള വലിയ മാളികയിലേക്ക്. തള്ളിക്കയറാതെ. എന്താ ഇത്? യമുന റാണിക്ക് അല്പം ശുദ്ധമായി കിട്ടട്ടെ. മാറിക്കാനോട് പറഞ്ഞത്. മാറിക്ക. താനാരാ? അത് ചോദിക്കാൻ താനാരാ? വന്ന് കേറിക്കോളൂ ഓരോ മാരണങ്ങള്. അങ്ങനെ വന്നു കയറിയല്ലോ. ഈ വീട് ഏർപ്പാടാക്കിയത് ഞാനാ. മാറി നിക്കടാ. മാറി മാറി മാറാൻ. ചേച്ചി, ചേച്ചി, ഞാൻ അനിയൻകുട്ടി. ഞാനാ ഈ വീട് അറേഞ്ച് കൊടുത്തു. താങ്ക് യു. തൊട്ടടുത്താ ഞാൻ താമസിക്കുന്നത്. എന്താവശ്യം ഉണ്ടെങ്കിലും. ഓക്കെ. യമുന റാണി. മിസ്റ്റർ രാംകുമാർ. യെസ് മാഡം. ഓക്കെ. ആരതാ? എന്തോ? ഇങ്ങോട്ട് വന്നേ, ഇങ്ങോട്ടൊന്ന് ഓടി വന്നേ. എന്താ ചേച്ചി? യമുന റാണി, സിനിമ നടി യമുന റാണി. ദാ നോക്ക്. നോക്കിക്കോ. അകത്തേക്ക് പോ. ഓ, ഒന്നേ കണ്ടുള്ളൂ. കുന്നത്തെ കൊന്ന പൂത്ത പോലെന്ന് കേട്ടിട്ടില്ലേ? അതുപോലെ തന്നെയാ. എന്തൊരു ചന്തവാ. അയ്യോ, പൊന്നിന്റെ നിറം, തലമുടിക്ക് വരെ സ്വർണത്തിന്റെ നിറം. ഏഴഴകെന്ന് പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. കണ്ടു, ഇന്ന് കണ്ടു. മതി മതി, എനിക്ക് കഞ്ഞി മതി. പറഞ്ഞേ നിങ്ങൾ ശരിക്കും നേരിട്ട് കണ്ടോ? കണ്ടോന്ന്? കൺകുളിരെ ഇനി ദിവസം കാണാം. തൊട്ടടുത്ത വീടല്ലേ? എനിക്കും കഞ്ഞി വേണ്ട, വയറ് നിറഞ്ഞു. ഈ മനീഷ കൊഴിയാളേക്കാൾ ഭംഗിയുണ്ടോ? കൊഴിയാളെയും മത്തിയൊന്നും അല്ലട ചക്ക. മനീഷി കൊയിരാളി, ഡബിൾ കബാഡിയ, പൂജാവട്ട്, ഇങ്ങനെയൊക്കെയാ ഹിന്ദി അറിയണ ഹിന്ദി. ഓ, എനിക്ക് മഞ്ജു വാര്യർ മതി. ഇവിടെ വലിയൊരു സംസാരിക്കുമ്പോഴാ അവന്റെ ഒരു മഞ്ജു വാര്യര്. ഈ യമുന റാണി എല്ലാരും കടത്തി വെട്ടും. നേരാ, ഇന്നാള് ഞാനൊരു പടം കണ്ടു. ഒറ്റയ്ക്ക് പടം കാണാൻ പോയോ? കുടുങ്ങി. പടം എന്ന് പറഞ്ഞ പോസ്റ്റർ, വാൾ പോസ്റ്റർ. ആ, എന്തിനാ ആനന്ദവല്ലി സിനിമ കാണുന്നത്? എന്തായാലും യമുന റാണി തൊട്ട അയൽവക്കത്തല്ലേ, ഒരു ഔചിത്യം വേണ്ടേ? അവർക്ക് എന്തെങ്കിലും ആവശ്യം വന്നാ ഒരു സഹായത്തിന് ഒന്നും അന്വേഷിച്ചാലോ? അതൊന്നും വേണ്ട, വേണ്ടേ? അതൊന്നും വേണ്ടി വരില്ല. അതിനെ അനിയൻകുട്ടിയുണ്ട്. അവനാ അവിടുത്തെ കാര്യങ്ങളൊക്കെ. ആ, അവനിപ്പോ നിലത്തൊന്നും അല്ല. എന്നാ നിലത്ത് ഇറക്കണം. അവൻ എന്താ കാര്യം? വിഷമിക്കണ്ടേട്ടാ, തൊട്ടടുത്ത് യോഗ്യന്മാരായ കുടുംബക്കാർ താമസിക്കുന്നുണ്ടെന്ന് അവൾ അറിഞ്ഞിട്ടുണ്ടാവില്ല. ഈ ചേട്ടന്മാരുടെ വർത്താനം കേട്ടതൊന്നും അവരുടെ സ്ഥിരതാമസാക്കാൻ പോകണമെന്ന്. യമുന റാണിയുടെ കാര്യം സിനിമാക്കാർ നോക്കിക്കോളൂ. അങ്ങനെ നീ പറയരുത്. ചില മര്യാദകളൊക്കെ ഉണ്ട്. മദ്രാസിൽ നിന്ന് ഒരു പെൺകുട്ടി വന്ന് ഒറ്റയ്ക്ക് നമ്മുടെ തൊട്ട അയൽവക്കത്ത് താമസിക്കുമ്പോ നമുക്കും ചില ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ട്. ശരിയാ. ഇനിയിപ്പൊ എന്താ ചെയ്യാ? ലേശം ചമ്മന്തി തരിക. എന്നാ ഈ കഞ്ഞൂടി അങ്ങോട്ട് പൂർത്തിയാക്കായിരുന്നു. കൊറേ നേരമായാലോടാ യമുന യമുന എന്ന് പറയാൻ തുടങ്ങിയിട്ട്. യമുനാ നദി അതങ്ങ് ഉത്തർപ്രദേശത്തിലാ, ചെന്നെത്താൻ കഴിയാത്തത്ര ദൂരത്തില്. നമ്മുടെ തൊട്ടടുത്ത് തെളിനീരുള്ള ഭാരതപ്പുഴയും പമ്പയും പെരിയാറൊക്കെ ഉള്ളപ്പോ യമുനെ തന്നെ കുളിക്കണമെന്ന് എന്താ അത്ര നിർബന്ധം? എന്തോ വേഗമാടി. അരി അടുപ്പത്ത് തിളയ്ക്കുന്നു, കറിക്ക് അരിഞ്ഞു തീർന്നിട്ടില്ല. അതവിടെ കിടക്കട്ടെ. ദേ അങ്ങോട്ട് നോക്ക്. യോ, ദേ യമുന എന്നെ നോക്കി ചിരിക്കുന്നു. പിന്നെ മാത്രമല്ല, എല്ലാരും നോക്കി വച്ചിരിക്കുന്നു. ഹായ്. അയ്യോ, യമുന നമ്മളെ നോക്കി കൈ വീശുന്നു. ഹായ്, എന്നെ തെരിയുമാ? എന്നെ അറിയുമോ? എടി അറിയുമോന്ന്? കത്തി താഴെയിട്, കത്തി താഴെയിട്. ഇല്ല, അറിയില്ല. ഡു യു നോ മീ? അറിയുമോന്നാ ചോദിക്കണേ. അറിയും, നന്നായിട്ട് അറിയും. അയ്യോ, സിസ്റ്റേഴ്സ്. മനസ്സിലായില്ലേ? നമ്മള് സിസ്റ്റേഴ്സ്, നേഴ്സുമാരാണെന്ന് ചോദിച്ചത്. ഓടി, നമ്മളെ സഹോദരിമാരാണെന്നാ ചോദിച്ചത്. അല്ല, ജ്യേഷ്ഠാനിയന്മാരുടെ ഭാര്യമാരാ.
നൈസ്. നീങ്ക ഒരേ വീട്ടിലേ കൊടുത്തനോ? കുടിക്കാൻ എന്തോ വേണമെന്നാ ചോദിക്കുന്നേ. കാപ്പിണ്ട് മതിയോ? മണ്ടത്തിന് പറയാടി, പാലല്ലേ കുടിക്കൂ. നീങ്ക ഒരു വീട്ടിലാണോ താമസം? ആഹാ, എന്ന ഒற்றுമൈ. യുവർ ഗുഡ് നെയിം? ഗുഡ് നൈറ്റ്. അയ്യോ, അവര് പേരാ ചോദിച്ചത്. തന്നെ. ഇത് ആനന്ദവല്ലി ചേച്ചി, ഇത് കൗസല്യ ചേച്ചി. ഞാൻ ഇന്ദുമതി, ഞാൻ ഏറ്റവും ഇളയത്. ഓവർ സ്മാർട്ട് ആവണ്ട, ഞങ്ങളുടെ പേര് പറയാൻ ഞങ്ങൾക്കറിയാം. ഇളയതാന്ന് പറയാൻ ഒരു പ്രായമൊന്നും ചോദിച്ചില്ലല്ലോ. ഹലോ, ഫ്രീ ആകുമ്പോ വീട്ടിക്ക് വാങ്ക. എപ്പോഴാ വരേണ്ടത്? இன்னைக்கு ஷூட்டிங் மத்தியானம் வரைக்கும் தான். Why not you make it today afternoon? Sure, we will come. അങ്ങനെ ഒരാൾ മാത്രം ഞെളിഞ്ഞു പോണ്ട. ഐസ് കം, താങ്ക് യു. ശുക്രിയ. Okay, see you. ഇന്നിനി ഡ്യൂട്ടിയും കാര്യങ്ങളും ഒന്നും നോക്കണ്ട. എല്ലാവർക്കും കൂടെ വേഗം ജോലി തീർത്തിട്ട് അങ്ങോട്ട് പോവാം. ശർക്കര ഇരിപ്പുണ്ടോ? ഉണ്ടല്ലോ. പായസം കഴിച്ചിട്ട് കാലം കുറയായി. ഉണ്ടാക്കി തരാമല്ലോ. ബുദ്ധിമുട്ടണ്ട, ചോറ് വെന്ത് കുഴമ്പ് പരുവത്തിലായിട്ടുണ്ട്. ഇനി ശർക്കര ഇട്ടാ മതി. കുട്ടികളെ, ഞാൻ പറഞ്ഞില്ലേ, ഒരുപാട് പേരിങ്ങനെ പിരിവും സംഭാവനയൊക്കെ ആയിട്ട് വരുന്നുണ്ട്. ഇത് ബുദ്ധിമുട്ടാ. ഞങ്ങള് മാഡത്തെ ജസ്റ്റ് ഒന്ന് കണ്ടോട്ടെ. കാണാൻ പറ്റില്ലെന്ന് പറഞ്ഞില്ലേ? Ram, what is the problem? മാഡം, ഞങ്ങൾ സെന്റ് മേരീസ് കോളേജിലെ കുട്ടികളാ. Oh, please sit down. ഞങ്ങൾ മാഡത്തിന്റെ ഫാൻസാ. പുതിയ വാനത്തിൽ അഭിനയം സൂപ്പർ. Thank you so much. ഞങ്ങളുടെ കോളേജിന്റെ വക ഒരു ഓർഫനേജ് ഉണ്ട്. അവിടുത്തെ കുട്ടികൾക്ക് പുസ്തകങ്ങളും ഡ്രസ്സൊക്കെ വിതരണം ചെയ്യാൻ ഞങ്ങളൊരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നുണ്ട്. മാഡത്തിന്റെ വക എന്തെങ്കിലും ഒരു കോൺട്രിബ്യൂഷൻ. Why not? നല്ലൊരു കാര്യമാണ് കോളേജ് ഗേൾസ് ഈ തരം സോഷ്യൽ സർവീസ് ചെയ്യുന്നത്. It's quite encouraging. Mr. Ramkumar, give 2000 rupees. Yes. Give a check. Yes, madam. ഞാൻ സാരിയൊക്കെ കൊടുത്തിരിക്കട്ടെ, എങ്ങനെയുണ്ടടി? നന്നായിട്ടുണ്ട്. കരി ഇത്തിരി കൂടുതലല്ലേ? കരി നിന്റെ മൊത്ത പൊടി. അയ്യോ, എന്റെ മുഖത്ത് കരിയേ ഇല്ല. ആ ലേശമുണ്ട്. ഇത് എങ്ങനെയുണ്ടായിരുന്നു? അത് നന്നായിട്ടുണ്ടല്ലേ? അത് മാത്രം കൊള്ളാം. ആ യമുന റാണി നല്ല സ്നേഹമുള്ള കൂട്ടത്തിലല്ലേ? ആഹാ, ഏട്ടത്തിമാരെങ്ങോട്ടാ? ഓ, യമുനയൊന്ന് കാണാൻ പോവാ. ഞങ്ങള് ഭയങ്കര കൂട്ടാ. അതെ അതെ, ഞങ്ങൾ നല്ല ക്ലോസപ്പാ. ഞാനും കണ്ടിട്ട് വരിക. 2000 രൂപ സംഭാവനയും തന്നു. ഞങ്ങൾ യമുനയുടെ വെട്ടി തെണ്ടാനല്ലേ പോന്ന്. അവര് ക്ഷണിച്ചിട്ടാ. ചേച്ചി വാ. അവിടെ എന്താ കഥകളി ഉണ്ടോ? വാട്ട്? അല്ല, 3 കത്തി വേഷങ്ങള്. നീ ഒന്ന് പൊടി കൊച്ചേ. നമ്മള് നന്നായിട്ടൊന്ന് ഒരുങ്ങിന്റെ അസൂയാവും. അവിടുത്തെ ചന്ദ്രനല്ലേ നീ നോട്ടോട്ടിരിക്കുന്നത്? വെറുതെ എടുത്തിമാരെ പിണക്കണ്ടാട്ടോ. ഹലോ ഹലോ, ഐ വാസ് വെയിറ്റിംഗ് ഫോർ യു. ഇപ്പൊ വന്നിട്ട് പോയ പെങ്കൊച്ചുണ്ടല്ലോ ആശ, അവള് ഞങ്ങളെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞോ? ആഹാ, നത്തിങ്. 2000 രൂപ കൊടുത്തെന്ന് പറഞ്ഞു. അടുപ്പിക്കരുത് കേട്ടോ, പിന്നെ മണീസ് കൊടുക്കാനേ നേരം ഉണ്ടാവുള്ളൂ. പ്ലീസ് കം കം ഇൻ. வாங்க வாங்க. நான் யூசுவலா ஹோட்டல்ல தான் தங்குவேன். This is a new experience. இந்த ஊர் எனக்கு ரொம்ப பிடிச்சிருக்கு. உட்காருங்களே. என்னாச்சு? ഏയ് ഒന്നുമില്ല. ഈ സോഫ, നമ്മുടെ വീട്ടിലെ സോഫ ഏകദേശം ഇതുപോലെ തന്നെയാ. പക്ഷെ ഇത്രയും ചാട്ടമില്ലല്ലേടി. ചുമ്മാ ചുമ്മാ. ഓർണമെന്റ്സ് நிறைய இருக்கே. ഈ മാല ലേറ്റസ്റ്റ് ഫാഷനാ. 5 പവനുണ്ട്. അച്ഛൻ വാങ്ങി തന്ന. വെരി ഗുഡ്. ഈ കാശുമാല 7 പവനുണ്ട്. തൃശ്ശൂർന്ന് വാങ്ങിച്ചോണ്ടത്. എല്ലാം കൂടെ 30 പവനാ. ഏറ്റവും കൂടുതൽ സ്വർണ്ണമുള്ളത് എനിക്കാ. அப்படியா? ഇതെന്തൊരു കുപ്പിവള? எனக்கு அதுதான் பிடிக்கும். നല്ല മാല. വൈരം തന്നെ? നോ, സാധാരണ മുത്തുമാല. ஹாய், டெண்டுல்கர் 6. உங்களுக்கு ക്രിക്കറ്റ് പിടിക്കുമോ? പിന്നെ എന്ത് ഇഷ്ടാണെന്നോ? ഞങ്ങൾ എന്നും കാണാറുണ്ട്. നമ്മുടെ ടിവി ഇതിനേക്കാളും വലുതാണോടി? ഓ, എല്ലാ ടിവി ഒരേ സൈസാ. അതില്ല, ഇത് 29 inches. ഞങ്ങളുടെ ടിവി 50 ഇഞ്ചാ. My God. Excuse me, 1 minute. See the cricketer. Hello.
ഫോൺ മാത്രോ? വീട് കണ്ടില്ലേ? സ്വർഗമില്ലേ? സ്വർഗം. ഹായ്, എന്തൊരു ചന്തം. എന്ത് തണുപ്പാ. ഫ്രിഡ്ജിന്ന് ഇപ്പൊ എടുത്തേ ഉള്ളൂ. ഇവിടെ എന്ത് ഫ്രിഡ്ജാ? വോൾട്ടാസ്. നമ്മുടെ അവിടെ ഈ പറഞ്ഞ തന്നെയല്ലേടി? ആ ഏതാണ്ട് അതുപോലത്തെ. യമുന റാണിയുടെ ചേച്ചിയാ. ആയ. ആയ? അപ്പൊ ഹിന്ദി അറിയാല്ലേ? അച്ഛി മേ കൗസല്യാഹും. ദയാ മണ്ണാൻ കട്ട. രണ്ടുപേരും മണ്ടത്തരങ്ങളൊന്നും എഴുന്നള്ളിക്കില്ലെന്ന് ഉറപ്പ് തന്നിട്ട് അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത്. ആയാന്ന് പറഞ്ഞ ഹിന്ദി ഒന്നുമല്ല, സർവന്റിന് അർത്ഥം. ഓ, ആർത്തിയോടെ വാരി വലിച്ച് തിന്നരുത്. മാനേഴ്സ് കീപ്പ് ചെയ്യണം. യമുന കൂടി വന്നിട്ട് മതി. നോക്ക്, നമുക്ക് ക്രിക്കറ്റുകളെ അറിഞ്ഞൂടാന്ന് യമുന മനസ്സിലാക്കരുത്. നാണക്കേടാ. യമുന വരുന്നുണ്ട്, ക്രിക്കറ്റ് ആസ്വദിച്ചാണ്. എന്തൊരു കളി. ஓகே சார், ஓகே, கண்டிப்பா. டெண்டுல்கர் சிக்ஸரா? ஓ மை காட், டெண்டுல்கர் அவுட். இதுக்காக நீங்க சிரிச்சிட்டு இருக்கீங்க? நீங்க பாகிஸ்தான் சைடா? ഓ, ഞങ്ങൾക്ക് അങ്ങനെയൊന്നുമില്ല. ഏത് സൈഡിലും നിൽക്കും. പ്ലീസ് ഹാവ് ഇറ്റ്. കുടിക്കാൻ. അയ്യോ, എന്ത് രുചി. ഒരു ഗ്ലാസ് കൂടെ ചോദിക്കട്ടെടി. കൊല്ലി ഞാൻ. എങ്ങനെയുണ്ടടി? എനിക്ക് കിട്ടണില്ല. അടുപ്പൊന്നും പോലെ താഴോട്ടല്ല, മേലോട്ടല്ലേ, മേലോട്ടല്ലേ. സ്കൂളിൽ പഠിക്കുമ്പോ ഡാൻസിനും പാട്ടിനും ഒക്കെ ഞാൻ മിടുക്കിയായിരുന്നു. സമൂഹ ഗാനം വരെ ഞാൻ ഒറ്റയ്ക്ക് പാടിയിട്ടുണ്ട്. ഓ ഐ സി. യെസ്, ഐ ആം ഇൻ ദി സീ. അന്ന് എന്നെ സിനിമയിൽ അഭിനയിക്കാൻ വിളിച്ചതാ. അന്ന് ഇതുപോലെ തടിയൊന്നും ഇല്ലായിരുന്നു. സീലിംഗ് ബ്യൂട്ടി എന്നാ അന്ന് എന്നെ എല്ലാരും വിളിച്ചിരുന്നത്. സ്ലിം ബ്യൂട്ടി എന്നാ ഉദ്ദേശിച്ചത്. പക്ഷെ അച്ഛനും അമ്മയും വിട്ടില്ല. അന്നേ സിനിമയിൽ പോയിരുന്നെങ്കിൽ ഇന്ന് എന്താകുമായിരുന്നു. போகாம இருந்தது ரொம்ப நல்லது. நல்ல ஒரு ஃபேமிலி லைஃப் கிடைச்சிருக்குல்ல, அதுதான் வேணும். ഒരു സിനിമയിൽ കളിച്ചാൽ എത്ര രൂപ കിട്ടും? 10 லட்சம் வரை கிட்டும்னா நாட்டுകാര് പറയണേ. அப்படிலாம் ஒண்ணும் இல்ல. ஓகே, உங்களை எல்லாரையும் எனக்கு ரொம்ப பிடிச்சு போச்சு. ஐ லைக் யூ ஆல் வெரி மச். ஒரு நாளைக்கு நான் உங்க வீட்டுக்கு வரேன். അയ്യോ, അവര് നമ്മുടെ വീട്ടിലേക്ക് വരുന്നു. ടിവിയും ഫ്രിഡ്ജും കുന്നു കുറച്ചൊക്കെ ഉണ്ടെന്ന് വെച്ച് കാച്ചില്ലേ. ഇനിയിപ്പോ എന്താ ചെയ്യും? என்ன വരക്കൂടാതാ? അയ്യോ, വരണം, തീർച്ചയായും വരണം. എപ്പോഴാ വരുന്നേ? നെക്സ്റ്റ് സൺഡേ ഫൈറ്റ് സീൻ. ഐ ബി ഫ്രീ. സൺഡേ വരെ. തീർച്ചയായും വരുവോ? ഷുവർലി. നമ്മുടെ വീട്ടിലേക്കോ? കൗസു, നീ സ്വപ്നം കണ്ടോന്നല്ലോ. അയ്യോ, ഈ മനുഷ്യനോട് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ലേ. നമ്മുടെ 5 മക്കളാണ് സത്യം. മതി, എനിക്ക് വിശ്വാസായി. നമ്മുടെ ഭാഗ്യം തെളിയാൻ പോവാണ് കൗസു. നമുക്ക് കേമമായിട്ടൊരു സദ്യ ഒരുക്കണം. സദ്യ ഒരുക്കാൻ മാത്രം മതിയോ? ഇരുന്ന് കഴിക്കാൻ വൃത്തിയുള്ള ഒരു മേശയുണ്ടോ ഇവിടെ? ഒന്ന് ഇരിക്കാൻ ഒരു സോഫയുണ്ടോ? ദേ, ഇരിക്കാൻ ഈ സ്റ്റൂള് പോരെ. കുന്നത്തിലാണോ യവനെ ഇരിക്കുന്നത്? ഇത്തിപ്പോരും തണുത്ത വെള്ളം കൊടുക്കാൻ ഒരു ഫ്രിഡ്ജ് ഉണ്ടോ ഇവിടെ? അത് കുടിക്കാൻ നീണ്ട കുഴലുണ്ടോ? അടുപ്പിൽ ഊതുന്ന കുഴല് പോരെ. തമാശകളാ. ക്രിക്കറ്റ് കാണുന്നവളാ യമുന. അതിനിവിടെ ഒരു TV ഉണ്ടോ? ഉണ്ടോന്ന്? ആ ലിസ്റ്റ് ഒന്നുകൂടി കേക്കട്ടെ. ഡൈനിങ് ടേബിൾ. പൂപ്പരുത്തി മതി, 2000 ഓ, നിൽക്കും. പൂപ്പരുത്തി. അവിടെ ഈട്ടി തന്നെ വേണം. 25,000. സോഫ സെറ്റ്. ചൂരല് മതി. റെപ്രസെന്റേറ്റീവിന് ഇരിക്കാനില്ല, യമുനയ്ക്കാ. കുഷൻ തന്നെ വേണം, കുതിച്ചു പോകണം. അതിന് കുതിരപ്പുറത്ത് കയറിയ പോലെ. തമാശകളാ കൂട്ട്. 25,000. ബ്രിഡ്ജ്. പാല് അതും വേണോ? അവർക്ക് നടന്നു വന്നാ പോരെ? അതല്ലെന്ന്, തണുപ്പിക്കുന്ന ഒരു സാധനം ഇല്ലേ? ഫ്രിഡ്ജ് 9,000. TV. ബ്ലാക്ക് ആൻഡ് വൈറ്റ് പോരെ? ഓരോ കളർ തന്നെ വേണം. 10-20 അടി നീളവും വേണം. 10-20 അടി നീളോ? ഇഞ്ചായിരിക്കും. ഇഞ്ചെങ്കിൽ ഇഞ്ച്. ഒയറില്ലാത്ത ഫോൺ അതൊരെണ്ണം മതി. മൊബൈൽ. മൊബൈല്. ഒയറില്ലാത്തോണ്ട് അതിന് വില കുറവായിരിക്കും. ഇനി അയ്യോ, ഇനി മടക്കല്ലേ, ഒടിഞ്ഞു. തൽക്കാലം ഇത്രയൊക്കെ മതി. മതി. ഇനി ഇതിന് പണം ഉണ്ടാക്കാനുള്ള വകുപ്പും കൂടി പറഞ്ഞു തന്നെ. മൊത്തം പണം കയ്യിൽ വെച്ചോണ്ടാണോ എല്ലാരും ഇതൊക്കെ മേടിക്കുന്നത്? ഇൻവെസ്റ്റ്മെന്റ് വാങ്ങണം. ഇൻസ്റ്റാൾമെന്റ്. അതെങ്കിൽ അത്. അങ്ങനെ ആവുമ്പോ മാസം തോറും ഈസി ആയിട്ട് അടയ്ക്കാം. അല്ലെങ്കിൽ കടം വാങ്ങണം. പലിശ കൊടുക്കണമെന്നല്ലേ ഉള്ളൂ. എന്താ മുൻഷി പരമേശ്വരൻ പിള്ളയുടെ മകനെ കടം കിട്ടില്ലെന്നുണ്ടോ? നോക്ക്, നിസ്സാരമായിട്ട് തള്ളരുത്. ഇത് നമ്മുടെ പ്രസ്റ്റീജ് ഷൂസാ. എന്തു പറയണെന്ന്? വാടക വീടാ എന്നിട്ട് പോലും അത് കണ്ടാലേ ഇത് വെറും കാലിത്തൊഴുത്ത. വീട് മുഴുവൻ പൊട്ടിയും പൊളിഞ്ഞും അഴുക്കും പിടിച്ച് കിടക്ക. ഇവിടെയാണ് നമ്മൾ താമസിക്കുന്ന നെമനെ അറിഞ്ഞ മോശമല്ലേ? ആനന്ദം, 2 കുട്ടികളുടെ അമ്മയായപ്പോൾ നിനക്കല്പം സൗന്ദര്യം
കുറഞ്ഞിട്ടുണ്ട് എന്ന് കരുതി ഞാൻ വേറെ കല്യാണം കഴിക്കുന്നത് ശരിയാണോ? അതും ഇതും തമ്മിൽ എന്താ ബന്ധം? ബന്ധമുണ്ട്. വേറെ വീടൊന്നും വെക്കാൻ പറ്റില്ല. വേറെ വീടൊന്നും വെക്കണ്ട, ഉള്ള വീടൊന്നും മോടി പിടിപ്പിച്ചൂടെ? ഇതിനൊക്കെ അച്ഛൻ അനുവദിക്കണ്ടേ ആനന്ദം? അനുവാദം ചോദിച്ചാ അമ്മാവനൊരു പദ്യം ചൊല്ലും. ഇതൊക്കെ ചെയ്തു കഴിഞ്ഞ അഭിപ്രായം ചോദിച്ചാലും പദ്യം ചൊല്ലും. പാവം അമ്മാവനും പാവം മോനും. ആശയൊക്കെ 5 കൊല്ലം കഴിഞ്ഞു മതി. അതൊരു നീണ്ട ഗ്യാപ്പല്ലേ അച്ഛാ? അപ്പോഴേക്കും ഞാൻ വഴിതെറ്റി പോയാലോ? ഈ കണക്കിന് എല്ലാം തെറ്റും. എടാ, ഈ കാട്ടിക്കൂട്ടുന്ന കോലാഹലങ്ങളൊക്കെ എന്തിനാന്നാ ചോദിച്ചേ? അതാണോ? അതൊക്കെ ചേട്ടന്മാരുടെ തീരുമാനങ്ങളാ. അല്ല, ഞാൻ പറഞ്ഞൊന്നും വേണ്ട, ഏട്ടത്തിമാരുടെ ശക്തമായ പിന്തുണയും ഉണ്ടേ. നന്ദകുമാരാ, നന്ദേട്ടാ, ഇത്ര ധൃതിപ്പെട്ട് ഈ വീട് പുതുക്കാൻ ഇവിടെ എന്താ വിശേഷം? ഞാനും അതാ ആലോചിക്കണേ. എന്താ വിശേഷം കൗസു? എനിക്കറിയാം. നീ പോടാ അവിടുന്ന്. വെറുതെ പൊട്ടങ്ങളി വേണ്ട, കാര്യം എന്താണെന്ന് പറ. ഗോപകുമാരാ, എന്താ ഏട്ടാ? അതെ, നീ ഈ വീട് പുത്തനാക്കാൻ ആരെങ്കിലും ഏൽപ്പിച്ചിട്ടുണ്ടാ? വെറുതെ എന്തിനാ ചേട്ടാ, നിങ്ങൾ 3 പേരും ചേർന്നല്ലെല്ലാം തീരുമാനിച്ചത്. ഇനി വേറെ പലതും തീരുമാനിച്ചു വെച്ചിട്ടുണ്ടല്ലോ. മൂത്തോര് സംസാരിക്കുന്നിടത്ത് എനക്കെന്താടാ കാര്യം? അച്ഛന് കാര്യം പറഞ്ഞാൽ മനസ്സിലാവുമല്ലോ. അച്ഛാ, നമ്മുടെ നാട്ടിൽ കുണ്ടും കുഴിയും നിറഞ്ഞ റോഡുകൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ നന്നാക്കുന്ന എപ്പോഴാ? പ്രധാനമന്ത്രിയോ പ്രസിഡന്റോ വരുമ്പോഴാണല്ലോ. അതുപോലെ ഒരു വിശിഷ്ടാതിഥി നമ്മുടെ വീട്ടിൽ വരുമ്പോ. അങ്ങനെ ഏത് വിശിഷ്ടാതിഥിയാടാ നമ്മുടെ വീട്ടിലേക്ക് വരണത്? അതെ. അച്ഛൻ ഇതുവരെ അറിഞ്ഞില്ലേ? നിങ്ങൾ അച്ഛനോട് പറഞ്ഞില്ലേ? ഛേ, മോശമായി പോയി. അച്ഛാ, നമ്മുടെ വീട്ടിലെ യമുനാറാണി വരുന്നു. സൂപ്പർ സ്റ്റാർ യമുനാറാണി. വേറെ എത്രയോ വീടുകളുണ്ട്. യമുനയ്ക്ക് പോകാൻ തോന്നിയില്ലല്ലോ. മുൻഷി പരമേശ്വരൻ പിള്ളയുടെ ഒരു വെയിറ്റ്. യമുന റാണി അറിയപ്പെടുന്ന കലാകാരി നമ്മുടെ വീട്ടിൽ വരുന്നത് നല്ല കാര്യം തന്നെ. പക്ഷേ നമ്മൾ ഇപ്പൊ താമസിക്കുന്ന വീട്ടിലേക്ക് യമുന വരില്ല എന്നുണ്ടോ? അല്ല അച്ഛാ, അവരുടെ ഒരു സ്റ്റാറ്റസ് നമ്മൾ നോക്കണ്ടേ? അവരുടെ പദവിക്കനുസരിച്ച് ഉയരാനുള്ള ശേഷി നമുക്കുണ്ടോടാ? നമുക്കൊരു അഭിമാനമുണ്ട്. അച്ഛന് പറഞ്ഞാ മനസ്സിലാവില്ല. അതേടാ, എനിക്കൊന്നും മനസ്സിലാവില്ല. മനസ്സിലായിക്കോളും. പക്ഷെ ഒന്നെനിക്കിപ്പോ പറയാനുണ്ട്. ഇത് അഭിമാനമല്ല, ദുരഭിമാനമാണ്. ദുരഭിമാനം ആദ്യം ഒരു വിരുന്നുകാരനെ പോലെ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരും. ക്രമേണ അത് നമ്മെ നയിക്കാനും ഭരിക്കാനും തുടങ്ങും. ഒടുവിൽ ആധിപത്യം സ്ഥാപിക്കും. നിങ്ങളുടെ ആഗ്രഹം തന്നെ നടക്കട്ടെ. കുട്ടിയോളെ, നമുക്ക് എന്തെങ്കിലും പഠിക്കാം. അച്ഛനിപ്പോ പഴഞ്ചൊല്ലൊന്നും പറഞ്ഞില്ലല്ലോ. മറന്നുപോയതാവും. എന്നാ ഞാൻ പറയാം. തെളിക്കുന്ന വഴി പോയില്ലെങ്കിൽ പോകുന്ന വഴി തെളിക്കുക. 5 പെറ്റതാണെന്ന് പറയില്ല. 13 വയസ്സുള്ള മോന്റെ അമ്മയാന്ന് പറയുവോ? ഇല്ല. പിന്നെ ഒരു 4. അതും ഇല്ല. പിന്നെ 3 പറയുവോ? പുകഴ്ത്താണെന്ന് ധരിക്കരുത് കൗസു. ഒരു 2 അത് പറയും. അത് മതിയായിരുന്നു. 5 പിള്ളേരുടെ അമ്മയാന്ന് പറയാൻ നാണാവുന്നു. നിനക്ക് മാത്രല്ല, എനിക്ക് സ്കൂളിൽ തലയുറത്ത് നടക്കാൻ പറ്റണില്ല. എന്റെ കുറ്റ? പിന്നെ എന്റെ കുറ്റ. യമുന എന്ത് ധരിക്കും? ചെലപ്പോ ചുരിദാറായിരിക്കും. അതല്ല, എന്തൊരു വിചാരിക്കും 5 പിള്ളേരുടെ അമ്മ. ദേ നോക്ക്, അവർക്കൊക്കെ 2 ഉള്ളൂ. നമുക്കും അത് മതി എന്ന് വെച്ച് 3 കുട്ടികളെ കളയാൻ പറ്റുമോ കൗസു? കളയണ്ട. യമുന വരുമ്പോ നമുക്ക് 2 പിള്ളേരെ ഉള്ളെന്ന് പറഞ്ഞാ മതി. 3 പേരെ മുറിയിലിട്ട് പൂട്ടാം. കൗസു മിണ്ടാതിരുന്നാ മതി. കല്യാണി, ശശികുട്ട, ശങ്കര. എന്താ അമ്മേ? മക്കളെ, നിങ്ങൾ 3 പേരും ഈ മുറി മിണ്ടാതിരുന്നോണം. അമ്മ വരുന്നവരെ നിങ്ങൾ ഇവിടെ ഉണ്ടെന്നേ അറിയരുത്. യമുനയെ കാണാൻ ഞങ്ങൾ എപ്പോഴേ ഒരുങ്ങിയിരിക്കുക. ഞങ്ങൾക്ക് യമുനയെ കാണണ്ടേ? അമ്മ പിന്നെ കാണിച്ചു തരാം മക്കളെ. ഞങ്ങൾക്ക് ഇപ്പൊ കാണണം. അയ്യോ, എന്റെ പൊന്നും കൊടുത്ത മോനല്ലേ, അമ്മ കാണിച്ചു തരാം. വാ, വാ. ഇങ്ങോട്ട് വന്ന് കാണിച്ചു തരാം. ചോക്ലേറ്റ്, 5 സ്റ്റാർ വാങ്ങിച്ചോണ്ട് വാ. 3 കുട്ടികളെ മുറിയിലിട്ട് പൂട്ടിയിരിക്കണം. പ്രസവിച്ചു കൂട്ടുമ്പോ ആലോചിക്കണമായിരുന്നു. നാണല്ലോ മുതുകളവിക്ക്. പ്രായം കുറച്ച് കാണിക്കാൻ നന്ദേട്ടനെ വള്ളി നിൽക്കൽ ഇടിച്ചില്ലല്ലോ, ഭാഗ്യം. അങ്ങനെ വിട്ടൂടാ. എനിക്ക് പ്രായം ഒന്ന് കുറച്ച് കാണിക്കണം. എന്താ ഒരു വഴി? പ്രത്യേകിച്ച് വഴിയൊന്നും നോക്കണ്ട ആനന്ദം. പ്രകൃതി നിനക്ക് വേണ്ടുവോളം സൗന്ദര്യം കനിഞ്ഞ് അനുഗ്രഹിച്ചു തന്നിരിക്കല്ലേ. ഒരു 25-നപ്പുറം പ്രായം മതിക്കില്ല. 25? അയ്യോ, അത് ഇത്തിരി കൂടുതല. ദേ, നിങ്ങളെന്നെ ശരിക്കും നോക്കിയിട്ടുണ്ടോ? പെണ്ണ് കാണാൻ വന്നപ്പോ നിന്നെ ശരിക്കും നോക്കാഞ്ഞതാണല്ലോ എനിക്ക് പറ്റിയ തെറ്റ്. അല്ല, ശരിക്കും നോക്കാമെന്ന്. എന്ന് നോക്കേ. നോക്കി. ഇനി ഒന്നുകൂടെ നോക്കിയേ. കണ്ണട വെക്കുമ്പോഴാണ് എടുക്കുമ്പോഴാണ് എനിക്ക് പ്രായക്കുറവ്. എടുക്കുമ്പോ തന്നെ 5 വയസ്സിന്റെ കുറവുണ്ട്. എന്നാൽ യമുനയുടെ മുമ്പിൽ ഞാൻ കണ്ണട വെക്കുന്നില്ല. അന്ന് നീ യമുനയുടെ വീട്ടിൽ പോയപ്പോ കണ്ണട വെച്ചില്ലേ? അത് കൂളിംഗ് ഗ്ലാസ് എന്ന് വിചാരിച്ചോളൂ. അയ്യോ ആനന്ദം, നീ തട്ടിത്തടഞ്ഞ് വീഴില്ലേ? അത് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം. ചേട്ടനൊന്ന് ഹെൽപ്പ് ചെയ്താൽ മതി. അമ്പടി കേമികളെ, പ്രായം കുറയ്ക്കാൻ വേണ്ടി മക്കളെ മുറിയിലിട്ട് പൂട്ട, കണ്ണട മാറ്റി വയ്ക്കുക. ഇന്ന് ഞാൻ കാണിച്ചു തരാം. തരില്ല ഞാൻ. ഇത് ആർക്കും തരില്ല. ഇന്ദുന്റെ അടുത്ത കളി.
ഓ പോയിട്ട് എത്ര നേരം മനുഷ്യ കിട്ടിയോ? കടയായ കട മുഴുവൻ അരിച്ചു പെറുക്കി ഒടുവിൽ ഒരെണ്ണം കിട്ടി. മഹാഭാഗ്യം. എന്റെ എന്തു വെറുതെ കടച്ചവളെയൊക്കെ വാരിത്തേച്ച് ഉള്ള ചന്തം കൂടി കളയണ്ട. അസൂയ എല്ലാവർക്കും തോന്നും. ചേട്ടാ സത്യം പറ, എന്നെ ഇപ്പൊ കണ്ട ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടീവ് ലുക്കില്ലേ? എന്റെ ദൈവമേ, ഓ അവിടെ ഒടുക്കത്തെ ഒരു ഇംഗ്ലീഷ്, എന്റെ തലവിധി. എന്റെ ഇംഗ്ലീഷിന് എന്താ കുഴപ്പം? നിങ്ങൾ പാന്റും ഷർട്ടും ടൈയോ ഒക്കെ ഇട്ടിട്ട് എപ്പോഴും അങ്ങനത്തെ ഒരു ലുക്കിനെ പറ്റി പറയാറില്ലേ? എടി അത് എക്സിക്യൂട്ടീവ് ലുക്ക്. നീ പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്ന് നിനക്കറിയാമോ? ആ ദേ ഒരു അപേക്ഷയുണ്ട്, നീ യമുന റാണിയുടെ മുമ്പിൽ ഇംഗ്ലീഷ് പറയരുത്. പറയുമോ? അത് പിന്നെ ശീലായി പോയി, എന്നാലും പറയൂല. ഔ. എവിടെയാ അത്? ആ. ഇതാ. അയ്യോ, ഇത് നീളം വളരെ കുറഞ്ഞു പോയി. എന്നെ കൊണ്ടൊന്നും പറയിക്കണ്ട. നീ ആര്? നീലി ബൃങ്കാതിയുടെ മോഡലാ. ഇങ്ങോട്ട് തിരിഞ്ഞു കടി. ചൂടാകണ്ട, നിങ്ങളുടെ കമ്പനിയുടെ തൈല് തേച്ച എന്റെ മുടി മുഴുവൻ കൊഴിഞ്ഞു പോയത്. ഹെറോയിൻ. പിന്നെ പയ്യൻ, യമുന റാണിക്കൊരു മാമിയുണ്ട്, സന്താനവല്ലി. കേട്ടിട്ടുണ്ടോ? അവളുടെ സിനിമയും ഞാൻ കണ്ടിട്ടുണ്ട്. ഓ, ഒരു കാലത്ത് ഈ സന്താനവല്ലി ആരായിരുന്നു? ഈ സന്താനവല്ലിയ യമുന റാണിയെ സിനിമയിൽ കൊണ്ടു. ആഹാ, അപ്പൊ സകല ചരിത്രം അറിയാല്ലേ? പിന്നെ പക്ഷെ ഇപ്പൊ ഒരു അക്കടി വെച്ചേടേ, യമുന റാണി വരുന്നെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ എന്റെ പളനി ദർശനം ഞാൻ മാറ്റി വെച്ചേനെ. ഡേയ്, ഈ മൊട്ടത്തില കണ്ട എനിക്കല്പം പ്രായക്കുള്ളു തോന്നിക്കോടേ. ഇല്ല മുത്തച്ഛ, ഓൾഡ് ഇസ് ഗോൾഡ്. ഇനി ഒരു കോണാൻ കൂടി എടുത്തു നിന്നാ മതി. മഴ മഴ കുട പരിസരത്തിലെ പിള്ളേരുടെ പ്രായം തോന്നൂ. കൂടുതൽ തോന്നിയാലും വലിയ കുഴപ്പമില്ലടേ. സൈലബാന് ദിലീപ് കുമാറിനെ കിട്ടുമ്പോ ദിലീപ് കുമാറിന്റെ പ്രായം എത്രയായിരുന്നു? അപ്പൊ വയസ്സുകാലത്ത് മുത്തച്ഛനും ഒരു കൈ നോക്കാൻ വന്ന് തന്നെ. പ്രായ ശരീരത്തിനുണ്ട്, മനസ്സിനില്ലടേ. ഇപ്പോൾ എത്താറായില്ലേ? ഒന്ന് തഞ്ചപ്പെടും മുത്തച്ഛ, ഇപ്പൊ എത്തും. അവിടെ പെണ്ണുങ്ങൾ അണിഞ്ഞൊരുങ്ങുന്നത് മനസ്സിലാക്കാം. കുഴിയിലേക്ക് കാല് നീട്ടിയിരിക്കണ ഓ നാണല്ലോ. പരമേശ്വര, നീ എന്റെ മരുമകനാണേലും ഒരു പഴഞ്ചനാടേ. നിനക്ക് സിനിമയും പാട്ടും കൂത്തൊന്നും വേണ്ട. ഞാനങ്ങനല്ല, ഒരു കലാകൃതിയുള്ള. ശരിയാ, കഴിഞ്ഞ തവണ പെണ്ണുങ്ങളെ കുളിക്കടവില് നാട്ടുകാരെടുത്തിട്ട് പെരുമാറിയപ്പോഴേ മനസ്സിലായി മുത്തച്ഛന് കലാഹൃദയം ഉണ്ടെന്ന്. അതൊക്കെ ഒരു തമാശല്ലേ. ദേ ഒരു കാര്യം, പത്മാവതിയുടെ അച്ഛനായോണ്ടാ ഞാൻ ക്ഷമിക്കണേ. ഒരു അപേക്ഷയുണ്ട്, നിങ്ങളോ നന്നാവില്ല. ഇനി നിങ്ങളായിട്ട് എന്റെ കുട്ടികളെ കൂടി വഴി തെറ്റിക്കരുത്. നിന്റെ കവളെന്താ ചോന്ന് കിടക്കുന്നത്? വല്ലതും തേച്ചോ? ഏയ്, ഞാനൊന്നും തേച്ചില്ല. ജന്മനാ എന്റെ മുഖം അങ്ങനെയാ. അസൂയ. മുണ്ടും നേരിത് മാറ്റി ചേച്ചി സാരി ഉടുത്താ മതിയായിരുന്നു. ഞാൻ സാരിയാണല്ലോ എടുത്തിരിക്കുന്നേ. ഓ, നീ കണ്ണാടി വെച്ചിട്ടില്ല. കണ്ണാടി വെച്ചില്ലേ നിനക്ക് ഒരുപാട് പ്രായം തോന്നിക്കും. ഓ അങ്ങ് തോന്നിച്ചോട്ടെ. ചേച്ചിക്ക് ഞങ്ങളെക്കാൾ പ്രായ കൂടുതലില്ലേ? മുണ്ടുനേരിത് മതിയായിരുന്നു. അതാ സെറ്റപ്പ്. സെറ്റപ്പ് അല്ല ഗെറ്റപ്പാ. ഓ പിന്നെ അയ്യേ, ഇത് തിരുപ്പനാണെന്ന് ഒറ്റ നോട്ടത്തിൽ അറിയാം. ഞാനങ്ങ് സഹിച്ചു. ചേട്ടൻ പറഞ്ഞല്ലോ എന്റെ ഉയരത്തിന് ശരീരം പിടിക്കും, ഇതാണ് മാച്ചസ് എന്ന്. അതൊക്കെ പോട്ടെ. എന്നാ എനിക്കൊന്ന് പറയാനുണ്ട്. ഞാനാണല്ലോ ഏറ്റവും മൂത്തത്. യമുന വന്ന ആദ്യം വരേണ്ടത് എന്റെ മുറിയിലേക്കാ. നാക്കെടുത്ത യമുന ഇംഗ്ലീഷേ പറയൂ. കുറച്ചെങ്കിലും ഇംഗ്ലീഷ് അറിയാവുന്ന എനിക്കാ. ആദ്യം എന്റെ മുറി വരട്ടെ. കാണാലോ പൂരം. യമുന ആദ്യം എന്റെ മുറിയിലേക്ക് വരും. ഞങ്ങള് സമപ്രായക്കാരല്ലേ. ഭാഗ്യദോഷത്തിന് ഞാൻ സിനിമാ നടി ആയില്ലെന്നുള്ള കാര്യം യമുനയ്ക്ക് അറിയാം. അത് ശരി. ഇതെന്താണ്? എവിടുന്ന ചേച്ചി? എന്റെ കൂട്ടുകാരി ഭവാനിയുടെ അടുത്തുനിന്ന് കടം വാങ്ങിച്ചതാ. ഇതൊന്ന് കെട്ടിത്തന്നേ. എന്റെ പൊന്നും കൊടുത്ത് ചേച്ചിയല്ലേ, ഇത് എനിക്ക് തരുമോ? എനിക്കിതാ ചേച്ചി. അപ്പൊ രണ്ടുപേർക്കും വേണോ ഇല്ലേ? എന്നാ ഞാൻ പറയുന്നത് അനുസരിക്കണം. യമുന ആദ്യം എന്റെ മുറിയിലേക്ക് വരുന്നു, പിന്നെ നിന്റെ മുറിയിലേക്ക് വരുന്നതിന് മുമ്പായി ഞാനിത് നിനക്ക് കൈമാറുന്നു. ഒടുവിൽ നീ അത് ഇന്ദുവിന്. എന്തു പറയുന്നു? സമ്മതിച്ചു. എന്നാ ഇതൊന്ന് കെട്ടിത്താ. അയ്യോ, ഇറക്കല്ലേ. മോളെ വേമ്പോ റെഡിയാക. ആഹാ, ചേട്ടൻ ആകെ ചെത്തിയിട്ടുണ്ടല്ലോ. ഒരു മുടിയും വെളുത്തിട്ടില്ല. ചേട്ടത്തിയുടെ ഒരു കരവരുതേ. നീയും ഒട്ടും മോശമല്ല നീയ. ഇന്ദുമതി നിന്നെ പൂർണ്ണ ചന്ദ്രനാക്കാൻ പെടാ പാടുപെട്ടിട്ടുണ്ട്. പക്ഷെ നിന്റെ മുഖം ശരിയല്ലാത്തതിന് അവളെ കുറ്റം പറഞ്ഞിട്ട് എന്താ കാര്യം? അടുത്ത പടത്തിൽ എന്നെ ഹീറോ ആക്കാൻ സമ്മതിച്ചിട്ടുണ്ട്. മിക്കവാറും ഞാൻ ജോലി കളയും. മദ്രാസിലേക്ക് ക്ഷണിച്ചിരിക്കുക. സമയം നന്നായി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ധൈര്യമായിട്ട് വന്നോളൂ, ഞാൻ യമുനെ പരിചയപ്പെടുത്തരാം. ഓക്കെ. ഈ കുന്താണ്ടം കിട്ടിയ പിന്നെ നിന്റെ ബെഡായി കെട്ട് മടുത്തില്ലടാ. മൊബൈല് ഇത് പെണ്ണുകടയിലിരുന്ന നിന്റെ തന്തപ്പിടിയെ വിളിക്കണേ. അയ്യോ, ഞാൻ സംസാരിക്കാം. ഹലോ എടാ ചന്ദ്രു, എല്ലാരും വരാറേ. ഇതൊന്ന് വേഗം ക്രിക്കറ്റ് വെക്ക്. അയ്യോ ഏട്ടത്തി, ഇന്ന് ക്രിക്കറ്റ് ഇല്ല. ഫോൺ ആരുടെ കയ്യിലാ ചേട്ടാ? കൗസ് എടുത്തില്ല. അയ്യോ ചേച്ചി, എനിക്ക് 3-4 പേരെ വിളിക്കണായിരുന്നു. യമുന ഇറങ്ങിന്ന് പോയി നോക്കിയേ. അത് ഞാൻ നോക്കണോണ്ടേ. അച്ഛന് നല്ലൊരു ഷർട്ട് എടുത്തിട്ടൂടെ? തേച്ചു വെച്ചിട്ടുണ്ട്. അർദ്ധരാത്രിക്ക് കൊട പിടിക്കാൻ മുൻഷി പരമേശ്വര പിള്ളയെ കിട്ടില്ല മോനെ. യമുന ഇറങ്ങിയോ? നോക്കട്ടെ. യമുന ഇറങ്ങി. 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 എന്നാ വെക്കട്ടെ.
മിസ് യമുന. ഹാർട്ടി വെൽക്കം ടു അവർ ഹോം. താങ്ക് യു സോ മച്ച്. കണ്ടില്ലേ, സോഫ, TV, ഫോണ് എല്ലാം ഉണ്ട്. ബ്രിഡ്ജ് അകത്തിരിപ്പുണ്ട്. ഐ ആം നന്ദകുമാർ. ഐ ആം കൃഷ്ണകുമാർ. ഐ എം ഗോപകുമാർ. ചന്ദ്രു. ഞാൻ വീരവിക്രമപിള്ള, ഇവരുടെയൊക്കെ അമ്മയുടെ അച്ഛൻ. കലാകൃതേരാടേ. ആ ഇരിക്കട്ടെ. യമുനയുടെ മാമി സന്താനവല്ലിയുടെ ഒരുപാട് പടം ഞാൻ കണ്ടിട്ടുണ്ട്. മാമി ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടോ? യെസ്. ഓഹോ, സന്താനവല്ലി ഒന്ന് കാരണമായിരുന്നല്ലോ. ഞാൻ ഇപ്പൊ യമുനയുടെ ഫാന. പെണ്ണേ, എൻ കണ്ണേ 6 പ്രാവശ്യം കണ്ട്. യമുന മലമുകളിലേക്ക് കേറി പോകുമ്പോ വില്ലൻ കടന്നു പിടിക്കുന്നു. ആ സമയത്ത് യമുനയുടെ ഒരു ഡയലോഗ് ഉണ്ട്. കാണാപ്പടാ, പറയട്ടെ. മാഡം പ്ലീസ്. ഓക്കെ. ചേച്ചി നെക്ലസും മൊബൈലും. യമുന ആദ്യം ഞങ്ങളുടെ മുറിയിലേക്ക് വരണമെന്നല്ലേ തീരുമാനിച്ചത്. വലിയ ആളെ അവഞ്ഞ് വിളിച്ചോണ്ട് പോയിരിക്കുന്നു. തരൂലേ? അതിന് ഞാനെന്ത് പഠിച്ചു? ചേച്ചി വേഗം. തരൂല്ല എന്ന് പറഞ്ഞാൽ തരൂല്ല. കൊടുത്തേക്ക് കൗസു. മിസ്റ്റർ കൃഷ്ണകുമാർ എന്ത് ചെയ്യുന്നു? പ്രൊഫഷൻ എന്ന് പറയാൻ ഹൈക്കോടതിയിൽ ക്ലാർക്കാണ്. പക്ഷേ മനസ്സ് മുഴുവൻ സിനിമയാ. ഐ വാസ് ആൻ ആക്ടർ. ഒരുപാട് നാടകങ്ങൾ അഭിനയിച്ചിട്ടുണ്ട്. കോളേജിൽ ബെസ്റ്റ് ആക്ടർ ആയിരുന്നു. സി നൈസ്. താങ്ക് യു. മിസ് യമുന എനിക്കൊരു ചാൻസ് വാങ്ങി തരികയാണെങ്കിൽ ഐ വിൽ പ്രൂവ് ഇവിടെയുള്ള ഏത് നടന്മാരെക്കാൾ നന്നായിട്ട് ഞാൻ അഭിനയിക്കും. എന്നെ ഒന്ന് സഹായിക്കണം. சாரிங்க, நான் இங்க வந்ததே ஒரு ஃபேமிலி கெட் டுகெதர்க்காக. எல்லாருமா சோஷியல். അറിയാം. എന്നാലും ഒരു ചാൻസ് തരാൻ നോക്കൂ. ഒരു സീൻ മതി. ഞാൻ ശിവാജി ഗണേശനെ പോലെ അഭിനയിക്കും. വന്നത് വരാതത് തന്തത് തരാതത് കിടത്തത് കിടക്കാതത്. சரி சரி, நான் டைரக்டர் சார் கிட்ட சொல்றேன். உங்க மிஸ்ஸஸ் எங்க? നെക്ലസ് മാറണ്ടേ? என்ன? നെക്ലേറ്റ്, ചോക്ലേറ്റ്. യമുന റാണി വരുന്ന പ്രമാണിച്ച് കുട്ടികൾക്കുള്ള ചോക്ലേറ്റ് വിതരണം ഉണ്ട്. ഓ സോറി, ഐ ആം ലിറ്റിൽ ലേറ്റ്. ഇറ്റ്സ് ഓക്കേ. മൊബൈൽ ഇതില്ലാതെ വയ്യെന്നായി. ബിപിയിലാണോ മാഡത്തിന്റെ? இல்ல. ஆமா, இதெல்லாம் எங்களுக்கு யூஸ்ஃபுல். உங்கள மாதிரி ஹவுஸ் வைஃப்க்கு தேவையா? ചേട്ടൻ എപ്പോഴും ബിസി അല്ലേ? പരിചയപ്പെട്ടില്ലേ? ഹൈക്കോടതിയിലെ ലീഡിംഗ് അഡ്വക്കേറ്റാ. പേരെന്ന? രേഷ്മ, രാഖി. അതൊന്നുമല്ല, എന്റെ പേര് മോളി, ഇവളുടെ പേര് സീത. ഇത് വീട്ടിൽ വിളിക്കുന്ന പേര്, മറ്റത് സ്കൂളിലിട്ട പേരാ. ഐ സി. പഠിക്കാൻ ബഹും എടുക്കരാ. ക്ലാസ്സിൽ ഫസ്റ്റ് റാങ്കാ. ചേച്ചിക്ക് കണക്കിന് വട്ട പൂജയായിരുന്നു. മക്കള് പോയി കളിക്ക്. അതാ പിന്നെ ഇത് அட, எல்லா ஃபிலிம் மேகசின்ஸும் இருக்கே. இதெல்லாம் நீங்க படிப்பீங்களா? പറഞ്ഞില്ലേ, ഞങ്ങള് സിനിമ ക്രൈസ് ഉള്ളവരാ. அட, ஏ போட்டோ. ഇപ്പൊ ഇവിടെ നടക്കുന്ന ഷൂട്ടിങ്ങിന്റെ റിപ്പോർട്ട് ഉണ്ട്. ரிப்போர்ட் இவ்வளவு சீக்கிரமா வந்திருக்கே. எனக்கு மலையாளம் அறியில்ல, கொஞ்சம் படிச்சு சொல்றீங்களா? വായിക്ക്. என்னாச்சு? இல்ல, ஒண்ணும் இல்ல. ആനന്ദവല്ലിക്ക് കണ്ണാടിയില്ലാതെ വായിക്കാൻ പറ്റൂല. 2.5 പവർ. ഞാൻ വായിക്കാം. വരൂ, ഞങ്ങളുടെ മുറിയിലേക്ക് പോവാം. ஓகே, வாங்க. അങ്ങനെ എന്നെ കൊച്ചാക്കണ്ട. 5 കുട്ടികളുടെ അമ്മയാണെന്ന് യമുനെ അറിയിച്ചിട്ടെന്നെ കാര്യം. ആഹാ. நீங்க ஹிந்தி வாத்தியாரா? വൈദ്യരല്ല, ഹിന്ദി മാഷ. நீங்க எல்லாருமே ரொம்ப தமாஷா பேசுறீங்களே. எனக்கு ஹிந்தில ஒரு சான்ஸ் கிடைச்சிருக்கு. கொஞ்சம் ஹிந்தி படிக்கணும்னு ஆசை. അച്ഛാ, ഞാൻ ഹിന്ദി പഠിപ്പിക്കാലോ. പക്ഷെ ഒരു കണ്ടീഷൻ. എന്റെ വൈഫ് അറിയരുത്. അതെന്നെ? കൗസല്യെ ഹിന്ദി ട്യൂഷൻ എടുക്കാൻ ചെന്ന് പ്രേമമൂത്ത് കെട്ടിയത്. ഓ, ലവ് മാരേജ്. ആ, പ്രേം ശാദി. അതി പിന്നെ പെൺകുട്ടികൾക്ക് ട്യൂഷൻ എടുക്കാൻ അവള് സമ്മതിക്കില്ല. ഭയങ്കര സംശയ, പ്രത്യേകിച്ച് നിങ്ങളെ പോലുള്ള സുന്ദരി പെൺകുട്ടികൾക്ക്. മുഖസ്തുതി പറയല്ല, ആ ബഹുത് സുന്ദര. Is it? Thank you for the compliment. நீங்க ரொம்ப romantic. Yes, I mean it. உங்க സംസാരமும் beautiful. കറക്റ്റ്. എന്റെ സംസാരം ബ്യൂട്ടിഫുൾ ആയതുകൊണ്ടാണല്ലോ കൗസല്യ വീണത്. എന്ത് ചെയ്യാം, അതൊരു വീക്ക്നെസ് ആയിപ്പോയി. அந்த സംസാരം இல்ல, സംസാരം മനേവി, ഉങ്ക വൈഫ്. ഓ, സംസാരം ഒരു മിനിസാരം. ആ പടം ഞാൻ കണ്ടിട്ടുണ്ട്. അവളറിയാതെ ഞാൻ ട്യൂഷൻ എടുത്തു തരാം. 10 ദിവസം കൊണ്ട് ഹിന്ദി പച്ചവെള്ളം പോലെ ആക്കി തരാം. ഡിഫിക്കൽട്ട് എന്നാ വേണ്ട. ഏയ് ഒന്നുമില്ല, ഞാൻ ലീവ് എടുക്കാം. അപ്പൊ ട്യൂഷൻ എന്ന് മുതൽ From tomorrow. തുടങ്ങണ്ട. ഓക്കെ, പക്ഷെ അവൾ അറിയരുത്. യമുനേ, ഉങ്ക കുഴந்தைங்களா? 2 കുട്ടികളെ ഉള്ളൂ. അത് മതിയെന്ന് വെച്ചു ഇല്ലേ?
ചെറിയ കുടുംബം സന്തോഷ കുടുംബം. ஐ டோன்ட் அக்ரி வித் யூ. எனக்கு கல்யாணம் ஆனா 5 குழந்தைங்களாவது வேணும்னு ஆசை. 5 കുട്ടികളോ? മക്കളെ, യമുനയ്ക്ക് നിങ്ങളെ കാണണമെന്ന്. വേഗം ചെല്ല്. ഇത് ഉങ്ക കുഴந்தைங்க தானே? അല്ല, അനാഥ കുട്ടികളാ. ഈ വീട്ടിലെ വളരുന്നേ. ഞങ്ങളെ അച്ഛാമ്മന്നേ വിളിക്കൂ. പാവം, இந்த 3 പേരും ഓർഫൻസാ? അതെ, അത് 5 ചേച്ചിയുടെ ഓർഫൻസാ. ഈ 2 പേരുമാ ഞങ്ങളുടെ ഓർഫൻസ്. എന്താ ഓർഫൻസ് എന്ന് പറഞ്ഞ മക്കളെന്നല്ലേ? കഴുതേ, ഓർഫൻസ് എന്ന് പറഞ്ഞ അനാഥരെന്ന അർത്ഥം. അറിയാമല്ലേ, പറയാൻ പോരുത്. ശരി, വരൂ, സ്കൂൾ ഡ്രിങ്ക്സ് കുടിക്കാം. ഇത് ഞങ്ങളുടെ കമ്പനിയുടെ പുതിയ പ്രോഡക്റ്റ് ആണ് മാഡം. ചർമ്മമർമാണി ഹെർബൽ സോപ്പ്. ഒട്ടും ചെലവാകുന്നില്ല. ഇത് തേച്ച് കുളിക്കുന്നവരുടെ ചർമ്മം ചൊറിഞ്ഞു പൊട്ടുന്നു എന്നാണ് പരാതി. ഇല്ല, ചൊറിഞ്ഞു പൊട്ടുന്നില്ല. എന്റെ ചർമ്മത്തിന്റെ സൗന്ദര്യ രഹസ്യം ചർമ്മമർമാണി ഹെർബൽ സോപ്പ് ആണെന്ന ക്യാപ്ഷനോട് കൂടി ഒരു പബ്ലിസിറ്റി കൊടുത്താൽ ഈ പ്രോഡക്റ്റ് രക്ഷപ്പെടും. മോഡലായി മാഡത്തിന്റെ ഒരു ഫോട്ടോ കിട്ടിയാൽ കൊള്ളാമായിരുന്നു. ശരി, പാക്കലാം. ഇപ്പൊ ബ്രിഡ്ജിൽ നിന്ന് എടുത്തേ ഉള്ളൂ. പൈനാപ്പിളാ, നല്ല തണുപ്പുണ്ട്. താങ്ക് യു. இந்த நெக்லஸ் தானே அங்கேயும் பார்த்தேன். അത് തന്നെയാ ഇത്. അത് തന്നെയാ ഇത് എന്ന് തോന്നിപ്പിക്കുന്ന ഒരേ ഫാഷനിലുള്ള 3 നെക്ലേസുകളാണ് ഇവർക്കുള്ളത്. എന്നാ ഒത്തൊരുമൈ. എന്താ അത് തമിഴാടി. നിങ്ങൾ 3 എരുമകളും ഒരുപോലാണെന്ന്. ഒറ്റ എരുമൈ. ഒന്ന് പോ ചേട്ടാ. അധികം ആട്ടണ്ട, ഊരി പോരും. ഹായ്, അഴകാന കൂന്തൽ. കുന്തമോ? കുന്തമല്ലടി, കൂന്തൽ, തലമുടി. കാണുന്നവർക്കല്ലേ എന്റെ മുടിയെ പറ്റി ഭയങ്കര അഭിപ്രായം. പക്ഷെ എനിക്ക് ഇതൊരു ഭാരമായിട്ടാ തോന്നണേ. വീട്ടിലെല്ലാവർക്കും ഇങ്ങനെയാ. അമ്മയ്ക്കാണെങ്കിൽ ഉപ്പൂറ്റി വരെ മുടിയുണ്ട്. ഓ, ഹെറിഡിറ്ററി. ഏയ്, ആ എണ്ണ ഞാൻ തേക്കില്ല. നല്ല കാച്ചെണ്ണ തേക്കണത്. ചേച്ചി, ഇതാ വരണു. എന്താ? അയ്യോ, എന്റെ തലമുടി. മാറ്റിക്കോ. ഞങ്ങളുടെ ഭാര്യമാരായതുകൊണ്ട് പറയല്ല, 3 പേരും കുക്കിങ്ങിൽ എക്സ്പെർട്ടാ. കൗസു ഇടത്തേക്ക് ചിക്കൻ കറിയിലാണെങ്കിൽ ആനന്ദ് ഇടത്തേക്ക് മട്ടൻ കുറുമയിലാ കൈപ്പുള്ളൂ. എരിക്കാനും പൊരിക്കാനും ഇന്ദുമതി സ്പെഷ്യലിസ്റ്റ്. കൗസുവിന്റെ മുരിങ്ങയ്ക്ക അവിയൽ വളരെ പ്രസിദ്ധ. വാട്ട്? മുരിങ്ങയ്ക്ക അവിയല്. அப்படினா ഹിന്ദിയിൽ അതിന് മുരിങ്ങയ്ക്ക അവിയലേ ഹേ എന്ന് പറയും. ചിക്കൻ അല്പം മുറ്റാണെന്ന് തോന്നുന്നു. நோ நோ, ஐ அம் a pure vegetarian. எனக்கு கொஞ்சம் ரைஸ், தயிர், சாலட் இதெல்லாம் போதும். അയ്യോ, ഇതൊക്കെ പിന്നെ ആര് കഴിക്കും? சாரிங்க. സസ്യഭുക്കാണല്ലേ? Yes. ഇതൊക്കെ മാത്രം കഴിച്ചുകൊണ്ട് യമുനാറാണി എങ്ങനെയായി സൗന്ദര്യം നിലനിർത്തുന്നത്? ഒന്ന് ചിരിച്ച. റെഡി? സ്റ്റൈലായിട്ടുണ്ട്. പൊയ്ക്കോ. മാഡം അഭിനയിക്കുന്ന എല്ലാ സിനിമകളിലും പ്രേമവും വിവാഹവും ഒക്കെ ഉണ്ടല്ലോ. ഇപ്പൊ തന്നെ എത്ര താലികെട്ട് കഴിഞ്ഞിട്ടുണ്ടാവും. അതൊക്കെ മിസ് യമുനയുടെ ഭാവി ജീവിതത്തെ പ്രതികൂലമായി ബാധിക്കില്ലേ? No, there's lot of difference between real life and films. In real life, காதல், love புனிதமானது. இல்ல தம்பி? അക്കാര്യത്തിൽ എന്നെയും കൗസൂനെയും കണ്ടു പഠിക്കണം. ഞാൻ ആദ്യം അവളെ ഹിന്ദി പഠിപ്പിച്ചു. ലവ് എന്താണെന്ന് അവൾ എന്നെ പഠിപ്പിച്ചു. പ്രേമം ദിവ്യമാണ്, അനശ്വരമാണ്. അത് വാക്കിലും മധുരത്തിലും ഒക്കെ അനുള്ളതല്ല, ഹൃദയത്തിന്റെ അടിത്തട്ടിലേക്ക് ഇറങ്ങി 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 ഇറങ്ങില്ല. നല്ല ഉച്ച. കുറച്ചുകൂടെ അടുത്ത് നിന്നേ.
സാർ. അടുത്ത ഫാമിലി വരട്ടെ. ആ മൊബൈൽ ഇങ്ങത്താ. അടുത്തോള് പോസ് ചെയ്തേ. അങ്ങോട്ട് നീ നിൽക്ക്, ഇങ്ങ അങ്ങോട്ട് ചേർന്ന് നിൽക്ക് മനുഷ്യ. അത്രയ്ക്ക് അങ്ങോട്ട് ചേർക്കല്ലേ കൗസു, ഒടുവിൽ പിരിച്ചെടുക്കാൻ പ്രയാസാവും. ഇനി ആരാണ് ബാക്കി? ഞാനും എവിടെയായിട്ട് മാച്ച് ചെയ്യുന്ന രീതിയിലൊരു സ്റ്റാമ്പ് അടിയടേ. എവിടെ സ്പൈലിംഗ് വരട്ടെ. ഈയോ. എന്നാച്ചേ? എന്ത് പറ്റി മുത്തച്ഛ? ഭക്ഷണ വാങ്ങട്ടെ, വെള്ളം എടുത്ത് വെച്ചോ. ഇനി ചേച്ചിയുടെ ഒരു ക്ലോസപ്പ്. ചന്ദ്രു, ഞങ്ങളുടെ ഫോട്ടോയും ഒരു ക്ലോസറ്റിൽ എടുത്തോ. ഓക്കേ, ഐ ആം ഗോയിങ്. താങ്ക്സ് ടു ഓൾ ഓഫ് യു. ഇനി മക്കളെല്ലാവരും പോയി കളിച്ചേ. കൊളാക്കിയില്ലേ? എല്ലാവരും കൂടി ചാളാക്കിയില്ലേ? സർവ്വ പൂച്ചും പുറത്തായി. പുറത്താക്കിയത് ആരാ? ഇവിടുത്തെ പെണ്ണുങ്ങളാ. പെണ്ണുങ്ങളോ? ഞാൻ എന്തിനാ ചെയ്തെന്നാ? 3 പിള്ളേരെ സ്വർണ്ണം വിട്ട് ആണെന്നില്ലേ എന്നെ കാണിച്ചത്? ഞാൻ 5 പിള്ളേരുടെ അമ്മയാണെന്ന് യമുന മനസ്സിലാക്കിയില്ലേ? എനിക്ക് കണ്ണു കാണില്ല, ചേച്ചിയല്ലേ പറഞ്ഞത്. 2.5 പവർ വരെ പറഞ്ഞു കൊടുത്തിരിക്കുന്നു. ഞാൻ തിരുപ്പിന് വേണ്ടി വന്നപ്പോഴേ ചേച്ചിക്ക് അസൂയ. മനഃപൂർവ്വം കൊച്ചുകളെ പറഞ്ഞു വിട്ട് എന്നെ കൊച്ചാക്കിയതാ. ഈ ഏട്ടത്തിന് ഇംഗ്ലീഷ് ആകെ കൊളാക്കിയത്. നീ ഒന്ന് പറയണത്. ഫോട്ടോ ക്ലോസറ്റിൽ എടുക്കണം പോലും. ഞാനാകെ ചമ്മിപ്പോയി. ഓ, ഒരു ഇംഗ്ലീഷുകാരൻ വന്നിരിക്കുന്നു. എന്നെ പോലെ ഇവിടെ ഇംഗ്ലീഷ് ആര് പറയണം? ഇംഗ്ലീഷ് വല്ല മലയാളം. ഓ, എന്നാ പിന്നെ എന്താ എന്താ ഒരു ബഹളം? ആഹാ, അപ്പൊ പ്രശ്നം എനിക്ക് മാത്രമല്ല, നിങ്ങൾക്കും ഉണ്ട്. ഇറച്ചിയിലാടേ തകരാറ്. വയറാകെ ഉരുണ്ട് വിരണ്ട് കയറുന്നു. എന്തോ ഒരു മാർഗതടസ്സം. കോർക്കായിരിക്കും. അല്ല, പോർക്കായിരിക്കും. വീണ്ടും പ്രശ്നമേ. മാറി നിൽക്കണേ. എന്ത് പ്രതീക്ഷയോടെ പണം വാരി കോരി ചെലവാക്കിയത്? ഇനി യമുന ഈ പടി കയറും. എങ്ങനെ കേറാൻ? പ്രേമോ വിവാഹമൊക്കെ എടുത്തിട്ട് യമുനെ മൂടൗട്ടാക്കിയത് ചേട്ടനല്ലേ? നീ ഇപ്പൊ ഒരു കാര്യം കക്ഷത്തിലിരിക്കുന്നത് പോവുകയും ചെയ്തു, ഉത്തരത്തിലിരിക്കുന്നത് കിട്ടിയതുമില്ല. വാരിക്കോരി ചെലവാക്കുകയും ചെയ്തു, ഉദ്ദേശഫലം കിട്ടിയതുമില്ല. എന്തൊരു ആവേശവും ഉത്സാഹവും തിമിർപ്പും ആയിരുന്നു. അതൊക്കെ എവിടെ പോയി? നിക്കുക. ഉണ്ടാക്കി കൂട്ടിയല്ലോ കുന്ന് കണക്കിന്. എന്നിട്ട് വിശിഷ്ടാതിഥി എന്താ കഴിച്ചേ? ഒക്കെ ബാക്കിയായില്ലേ? കുഴപ്പമില്ല അച്ഛാ, ഇവിടെ ഫ്രിഡ്ജ് ഇല്ലേ, അതിൽ വെച്ച ഒന്നും കേടുവരില്ല എന്നാ പറയുന്നത്. അതെ, അപ്പപ്പ എടുത്ത് ചൂടാക്കി കഴിച്ചാ മതി അച്ഛാ. ഓ, പെണ്ണുങ്ങൾക്ക് 2 ദിവസം റെസ്റ്റ് ആവുമല്ലോ. ഈ ഫ്രിഡ്ജും ടിവിയും സോഫയൊക്കെ വാങ്ങിച്ചു കൂട്ടാൻ എവിടുന്നായിരുന്നു പണം? അയ്യോ അച്ഛാ, രൊക്കം കൊടുത്തിട്ടൊന്നുമല്ല, ഒക്കെ ഇൻസ്റ്റാൾമെന്റാ. മാസാമാസം അടച്ചിരുത്താ മതി. പിന്നെ പലിശക്ക് കുറെ പണം എടുത്തിട്ടുണ്ട്, വെറും 5% പലിശ. അതൊരു പ്രശ്നമേ അല്ല. അത് ശരി. ഇതൊക്കെ മാസാമാസം അടച്ചു തീർക്കാനുള്ള വരുമാനം നിങ്ങൾക്ക് ഉണ്ടോ? ഗ്യാലറിന്ന് അടച്ചത്. സാലറിന്ന്. ഇവിടെ ഇതൊക്കെ ഉണ്ടെന്ന് കരുതി ആ നടി വല്ലതും ചോദിച്ചു വാങ്ങിയോ? അഥവാ ഇല്ലെങ്കിൽ അവര് വല്ലതും വാരിക്കോരി തരുമോ? കഷ്ടം. തന്നെ താൻ അറിഞ്ഞില്ലെങ്കിൽ പിന്നെ താനേ അറിഞ്ഞോളും. വിനാശകാലേ വിപരീത ബുദ്ധി. காஸ்டியூமா யாரோ போட்டோ எடுத்துட்டாங்க. എന്താ പ്രശ്നം? இவன் ஒளிஞ்சிருந்த மேடத்தோட போட்டோ எடுத்துட்டான். கொஞ்ச நாளா பாக்குற கேமராவோட இங்கேயே சுத்திட்டு இருக்கான். ആഹാ, താനായിരുന്നോ? അപ്പൊ ഇതായിരുന്നല്ലേ തന്റെ ഉള്ളിലിരിപ്പ്? ഒരു ഫോട്ടോ എടുത്തു ആവശ്യം. ഷട്ട് അപ്പ്. എന്റെ അനുവാദം ഇല്ലാതെ നീ ഫോട്ടോ എടുക്കോലാ? ഈ കേസ് ഞങ്ങൾക്ക് വിട്ടേക്ക്. ഇവൻ ഞങ്ങളുടെ അപ്പച്ചിയുടെ മോനാ. നേരത്തെ അച്ഛൻ, ഇപ്പൊ അപ്പച്ചിയുടെ മോൻ. എല്ലാരും കൂടി കുളവാക്കി അടങ്ങുമല്ലേ? നാശം. എടാ, കൊറേ കാലായി നിനക്ക് 2 തരണമെന്ന് വിചാരിച്ചിട്ട്. എടാ പൂത്തക്കോടന്റെ മോനെ, നീ എന്തിനാടാ ഞങ്ങളുടെ യമുനയുടെ പടം എടുത്തത്? മനസ്സുണ്ടായിട്ട് പോയി വല്ല പാറ്റയുടെയോ പല്ലിയുടെയോ പാറക്കൂട്ടത്തിന്റെയോ പടമെടുക്കാൻ പാടില്ലായിരുന്നോടാ പറട്ടെ. നിന്റെ തന്റെ പൂത്തക്കോടനെ കാണിക്കാനാണോടാ യമുനയുടെ ഫോട്ടോ? ആരാ ഫോൺ ചെയ്തത്? ആരാ പീഡിപ്പിച്ചത്? പീഡനത്തിനിരയായ മിസ് യമുന റാണി എവിടെ? ഇവിടെ ആരെയും പീഡിപ്പിച്ചിട്ടൊന്നുമില്ല. എന്റെ അനുവാദം ഇല്ലാതെ ഹീറോയിന്റെ ഫോട്ടോ എടുത്തു. സമ്മതമില്ല. സ്ത്രീകളുടെ ഫോട്ടോ എടുക്കുന്നത് സ്ത്രീ പീഡനത്തിന്റെ വകുപ്പിൽ പെടും. എവിടെ അവൻ? അത് ശരി, മുണ്ടും ഷർട്ടും ഒക്കെ ഊരി കളഞ്ഞിട്ട് ബലാത്സംഗം നടത്തിയായിരുന്നു നിന്റെ ഉദ്ദേശം അല്ലടാ? ഞാൻ ഫിലിം സ്റ്റാർ കൃഷ്ണകുമാർ ഈ പടത്തിൽ ഭ്രാന്തനായിട്ട് അഭിനയിക്കുന്നു. ഭ്രാന്തനായിട്ട് ജീവിക്കുന്നു എന്ന് പറ. ഒറിജിനൽ ഭ്രാന്തനെ തന്നെ നിങ്ങൾ കണ്ടുപിടിച്ചു അല്ലേ? ആരും ചിരിക്കരുത്, ശബ്ദം ഉണ്ടാക്കരുത്. സാർ, ഇവനാണ് ഫോട്ടോ എടുത്തത്. ഞങ്ങൾ അവരെ കൈകാര്യം ചെയ്തു. വെരി ഗുഡ്. താങ്ക് യു. പേരെന്താ പറഞ്ഞത്? ഗോപകുമാർ. നീയൊക്കെ നിയമം കയ്യിലെടുക്കൂല.
ഇതാണ് ഇടിവെട്ട് ഇന്ദ്രജിത്ത്, മനസ്സിലായോ? ഈ സ്റ്റേഷൻ അതിർത്തിയിൽ ഏത് പാതിരാത്രിക്കും സ്ത്രീകൾക്ക് സ്വൈരമായിട്ടും സമാധാനമായിട്ടും വിഹരിക്കാം. ഞാൻ ഇവിടെ SI ആയിരിക്കുന്നിടത്തോളം കാലം സ്ത്രീ എന്റെ ഒരു വീക്ക്നെസ് ആണ്. കുംഭകോണം നടത്തിക്കോ, ഈ ഇന്ദ്രജിത്ത് കണ്ണടയ്ക്കും. കള്ളപ്പണവും കള്ളവാറ്റും അയക്കോ, ഇന്ദ്രജിത്ത് മൗനം പാലിക്കും. പക്ഷെ സ്ത്രീയുടെ പാതിവൃത്യത്തെ തൊട്ട് കളിച്ചാൽ ഞാൻ അഗ്നിയാണ്, അഗ്നി. സ്ത്രീ അവൾ അമ്മയാണ്, പെങ്ങളാണ്, ദേവിയാണ്, പ്രകൃതിയാണ്. അവൾ സർവസ്വമാണ്. ചേട്ടാ SI അല്ലേ, സാരില്ല. സോറി പെങ്ങളെ. ബെസ്റ്റ് വിഷസ്. കർത്താവേ, ഇയാൾക്ക് വട്ടാന്നാ തോന്നുന്നത്. ഷൂട്ടിംഗ് നടത്തിക്കില്ലേ? ഇയാള് പഴയൊരു നാടക നടനാ. മിണ്ടണ്ട, സ്ഥലം SI അല്ലേ? കോൺസ്റ്റബിൾസ്, ഇവനെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി മൂക്ക് കൊണ്ട് തറയിൽ 1000 പ്രാവശ്യം അമ്മ എന്ന് എഴുതിച്ചിട്ട് വിട്ടേക്കും. എവിടെ യമുന റാണി? മൂക്കുകൊണ്ട് 1000 പ്രാവശ്യം അമ്മ അമ്മ. എക്സ്ക്യൂസ് മീ മാഡം, ഐ ആം ഇന്ദ്രജിത്ത്. ദാ ഒരു മനുഷ്യാധമൻ ഒപ്പിയെടുക്കാൻ ശ്രമിച്ച മാഡത്തിന്റെ അങ്കലാവണ്യം നശിപ്പിച്ചു കളഞ്ഞിരിക്കും. താങ്ക് യു. ഇഫ് യു ഡോണ്ട് മൈൻഡ്, മാഡത്തിന്റെ ഒരു ഓട്ടോഗ്രാഫ് എനിക്ക് വേണം. ദാ. നോക്കണ്ട, മാഡത്തിന്റെ ഫോട്ടോ തന്നെയാണ്. മാഡത്തിന്റെ എല്ലാ ഫിലിംസും ഞാൻ കാണാറുണ്ട്. ഇനി ഷൂട്ടിംഗ് കഴിഞ്ഞ് മാഡം മടങ്ങുന്നവരെ മാഡത്തിന് ഒരു ബുദ്ധിമുട്ടുണ്ടാകാതെ ഞാൻ നോക്കിക്കൊള്ളാം. താങ്ക് യു ആൻഡ് സോ നൈസ് ഓഫ് യു. താങ്ക്സ്. ഞാൻ ആലോചിച്ചിട്ട് ഒരു വഴിയേ കാണുന്നുള്ളൂ. ഫ്രിഡ്ജും ടിവിയും സോഫ സെറ്റും ഒക്കെ ഐദ്രോസ് കൊണ്ടുപോക്കോട്ടെ. ബാക്കി പണം അന്വേഷിച്ചാൽ മതിയല്ലോ. ആ പൂതി അങ്ങ് മനസ്സിരിക്കട്ടെ. വീട്ടിൽ നിന്ന് സാധനം പെറുക്കിക്കൊണ്ട് പോകുന്ന നാട്ടുകാർ കണ്ടാലേ ഞങ്ങൾക്ക് അതിന് നാണക്കേട്. നാട്ടുകാർ കണ്ടോട്ടേന്ന് വെക്കാം. ആ യമുന കണ്ടാലോ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. നീ ജീവിച്ചിരിക്കണ്ടടി. നീ ഒന്നും ജീവിച്ചിരിക്കാൻ പാടില്ല. ഞാൻ അന്നേ പറഞ്ഞതാ വലിയ ആഡംബരമൊന്നും വേണ്ടാന്ന്. സമ്മതിക്കത്തില്ല. അവിടെ ഒരു പ്രസ്റ്റീജ് ഷൂസ്. നീ പറഞ്ഞതാണ് അതിന്റെ സത്യം. യമുന റാണിക്ക് വെള്ളം കുടിക്കാൻ ഫ്രിഡ്ജ് ഇല്ലെങ്കിൽ തൂങ്ങിച്ചാവുന്ന ഭീഷണിപ്പെടുത്തിയവളാ ഇവള്. ഇപ്പൊ അവളെ നിൽപ്പ് കണ്ടില്ലേ, അണ്ടി കളഞ്ഞ അണ്ണാന്റെ പോലെ. അമ്മിയിൽ അരച്ചാൽ അഭിമാനക്ഷതം. ഗ്രൈൻഡർ മേടിക്കണം. ജന്മത്തെ നീ നിന്റെ വീട്ടുകാരൻ കണ്ടിട്ടുണ്ടോ ഗ്രൈൻഡർ? ഒക്കെ വാങ്ങി കൂട്ടുന്നവരെ ഉറങ്ങാൻ സമ്മതിച്ചിട്ടുണ്ടോ നീയൊക്കെ? പെണ്ണുങ്ങളായ അങ്ങനെ പലതും പറയും. ആണുങ്ങൾ അത് കേട്ട് തുള്ളാൻ നിൽക്കുന്ന എന്തിന്? കൊണ്ടുപോയി അടക്കി. നിന്റെ കരണക്കുറ്റി ഉണ്ടല്ലോ, കൊന്നുകളയും ഞാൻ. തടയണ്ട, ഞാൻ കൊല്ലട്ടെ, കൊല്ലേ. 5 പിള്ളേരുടെ അമ്മയായപ്പോ നിങ്ങൾക്ക് എന്നെ വേണ്ടാതായി. കൊല്ലേ. നിന്റെ അതെ, നമ്മൾ ഇങ്ങനെ പരസ്പരം കൊല്ലാൻ നിൽക്കണ്ട. ആ കാതർ റൂട്ട് കയറി നമ്മളെ കൊല്ലായിരിക്കാനുള്ള വഴി നോക്ക്. 3 പേര് കൂടെ നോക്കിയാ മതി. എത്രയും വേഗം പണം കൊടുത്ത് അയാളെ പറഞ്ഞു വിടാൻ നോക്ക്. എടി കുരുടി, നിന്റെ ഈ സോഡാക്കുപ്പി കണ്ണടയം തല്ലി പൊട്ടിക്കും. ആ ചേട്ടാ, ഐഡിയ കിട്ടി പോയി. നമുക്ക് ഇവളുമാരുടെ ആഭരണം കൂടി കൊടുക്കാം. അതെന്താ തരില്ല എന്ന് പറഞ്ഞു? ഇല്ല, തരില്ല, ഞാൻ തരില്ല. നീ തരും, നീ തരും. എന്നെ കെട്ടിച്ചു വിടണം. എന്റെ അമ്മ നെല്ലിച്ചിട്ട് പാലിച്ചുണ്ടാക്കിയതാ. ഇനി അരച്ചിട്ട് പാലിക്കാൻ മതി. എന്നെ വട്ടം ചിറ്റി കളിപ്പിക്കരുത് നീ. ഞാൻ തരില്ല. എന്റെ മുത്തശ്ശി എനിക്ക് തന്ന കല്ലുവളയാ. ഇത് ഞാൻ തരില്ല. അറിയാടി, ഈ കല്ലുവളയുടെ പേരിൽ നിന്റെ മുത്തശ്ശി മുത്തച്ഛനെ ഒരുപാട് വെള്ളം കുടിപ്പിച്ച കഥകളൊക്കെ എനിക്കറിയാടി. ഇനി എന്റെ വംശ പരമ്പരകൾക്ക് അത് ഉണ്ടാകരുതടി. നിന്റെ കല്ല് വെച്ച നുണയേക്കാൾ വലുതല്ലടി നിന്റെ ഈ കല്ലുവള. ഊരടി അങ്ങോട്ട് പോരട്ടെ. അതും കൂടെ എനിക്ക് വേണം. പോലും ഞാൻ തരില്ല. നീ തരും. എന്ത് ചേട്ടാ കാണിക്കാൻ ആൾക്കാർ നിൽക്കണ കണ്ടില്ലേ ചേട്ടാ? എന്ത് ചേട്ടാ? അങ്ങനെ 5 പവന്റെ അരഞ്ഞാണ് ഒട്ടോട്ട് നീ ഞെളിയണ്ട അടി. അയ്യോ, എന്റെ അറിഞ്ഞാണ് പോയി. ഓ, അവന്റെ തൊലിക്കെട്ടി. കുറച്ച് സ്വർണ്ണുണ്ടോ? ഇങ്ങോട്ട് തരൂ. ഞങ്ങൾ ഇത് പണയം വെക്കാനോ വിൽക്കാനോ പോയ അച്ഛനറിയും. അതുകൊണ്ട് നിങ്ങൾ ഇത് വിറ്റെടുത്തോ. ബാക്കി എത്രയാന്ന് വെച്ചാ പണവും പലിശയും ഞങ്ങൾ അവിടെ എത്തിച്ചോളാം. ഇനി പണത്തിന് ഇങ്ങോട്ട് വരരുത്. സ്വർണം തന്ന കാര്യം ഒരിക്കലും അച്ഛൻ അറിയാനും പാടില്ല. വലിയ അഭിമാനിയാ. ഇത് നിങ്ങൾക്ക് നേരത്തെ ആകാറുന്നില്ലേ? പെണ്ണുങ്ങളുടെ കണ്ണീര് വീണ മുതലാ. കൊണ്ടുപോക്കോ. പോണ വഴിക്കൊരു സൂപ്പർ ഫാസ്റ്റ് നിയന്ത്രണം വിട്ട് വന്നാ പോരെ. ഹൈദ്രോസേ, ഫോണിന്റെ പൈസ അടച്ചില്ലെങ്കിൽ 3 പേരും അകത്താവൂന്ന അഡ്വക്കേറ്റ് പറഞ്ഞത്. അകത്താകുവോ? ആ, ജയിലിൽ കിടക്കാന്ന് വെക്കാം. പക്ഷേ മുൻമന്ത്രിമാരോടൊപ്പം ഇരുന്ന് ഗോതമ്പുണ്ട കഴിക്കണല്ലോ എന്ന് ഓർക്കുമ്പോ ദൈവമേ, ഞാനും എന്റെ 5 പിള്ളേരും വഴിയാതോരാവോ? എന്നാ തോന്നണേ. ഓ. ഏതോ ഒരു ഹിന്ദി കവി പാടിയതുപോലെ മേരാ മൻ അശാന്ത് ഹേ കൗസു അശാന്ത് ഹേ. ഒരു വഴിയുണ്ട്. യമുനോട് ചോദിച്ചാ പണം കിട്ടും. പണം ഇല്ലെങ്കിൽ യമുനോട് ചോദിക്കാനല്ലേ അമ്മാവൻ പറഞ്ഞത്. അതൊരു കളിയാക്കലാണ്. എന്നാലും നമ്മൾ ചോദിച്ചാൽ യമുന പണം തരുമെന്നുള്ളത് ഉറപ്പാ. കടവും വിട്ട അമ്മാവന്റെ മുമ്പിൽ തലയുയർത്തി നടക്കുകയും ചെയ്യാം. എന്താ ഐഡിയ? ഐഡിയ നന്ദേട്ടന് ഒറ്റയ്ക്ക് പോയാ മതി. ഒരു നയത്തിനൊക്കെ ചോദിച്ച കിട്ടുന്നു. മനസ്സിലായില്ലേ? ആ കൗസു മുझे ആലിംഗം കരോ. അങ്ങനെ യമുന റാണിയുമായി തനിച്ച് സംസാരിക്കാൻ ഒരു അവസരമായി ഭാര്യമാരായ ഇങ്ങനെ വേണം.
എന്റെ ഹിന്ദുവും മാലയും വളയും പോയവരുടെ ദുഃഖം മനസ്സിലാക്കാം. അതൊക്കെ മറ്റുള്ളവർ കാണുന്നതാണ്. നിന്റെ പൊന്നരഞ്ഞാണം ഞാൻ മാത്രമല്ലേ കാണുന്നുള്ളൂ. വീട്ടിൽ ചെല്ലുമ്പോ അരഞ്ഞാണ് എന്തിയെന്ന് ചോദിച്ചാ ഞാൻ എന്ത് പറയും? അരഞ്ഞാണം വരെ കാണത്തക്ക വിധം നീ നടക്കരുത്. എന്താ വീട്ടുകാർ നിന്റെ അരയെ തപ്പി നോക്കൂ? അതൊക്കെ പോട്ടെ, നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. ഞാൻ ചോദിച്ചാ യമുന റാണി 50,000-ഓ 1,00,000-ഓ ഒരു മടിയും കൂടെ അതെടുത്ത് തരും. അത് വേണോ? തരോ? തരും തരും തരും. ഞാനല്ലേ പറയണേ, തരും. ഞാൻ പോയി ചോദിക്കാം. അത് വേണ്ട. അങ്ങനെ എന്റെ ഭാര്യ ആരുടെ മുമ്പിൽ കൈ നീട്ടുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഞാൻ തന്നെ പോവാം. എന്നാ അത് മതി. എടി മണ്ടി, യമുനയെ സ്വകാര്യമായിട്ടൊന്ന് കാണാൻ ഞാൻ എത്രയോ കൊതിച്ചതാ. നീയായിട്ടൊരു അവസരം ഉണ്ടാക്കി തന്നല്ലോ, നന്ദി. എന്താ ആലോചിക്കണേ? അല്ല, നിന്നോട് യമുനക്കുള്ള അറ്റാച്ച്മെന്റ്. ഞങ്ങൾ അങ്ങനെയാ. പിന്നെ ഏട്ടനൊന്നും അറിയരുത്. രാത്രി പോയാ മതി. ദേ, യമുനയുടെ പണം വാങ്ങിയ ക്രെഡിറ്റ് നമുക്കൊന്ന് കിട്ടണം. ഇയാൾക്ക് ഉറക്കമില്ലേ? अंदर आ सकता है? ഹായ്, എന്നതല്ല സാർ இந்த நேரத்துல? कुछ नहीं कुछ नहीं. യമുന റാണിക്ക് ഇഷ്ടപ്പെട്ട ആപ്പിൾ ആപ്പിൾ പസന്ത് ചെയ്യാനാ. താങ്ക് യു. മണി என்ன தெரியுமா? ഇന്നെടുത്ത പാഠം കാണാതെ പഠിച്ചോ? அது கேட்கவா வந்தீங்க? சொல்லுங்க, வந்த விஷயம் என்ன? என்னமோ மறைக்கிறீங்க. ഒന്നുമില്ല, ഉറക്കം വരുന്നില്ല. യമുന റാണിയായിട്ട് സംസാരിച്ചിരിക്കാലോ ഒന്ന്. இவ்வளவுதானே? ஐ அம் ஆல்சோ கெட்டிங் போர்ட். வாங்க உட்காரலாம். உங்க வைஃபையும் கூட்டிட்டு வந்திருக்கலாமே. അതൊക്കെ നമുക്കൊരു ശല്യാവില്ലേ? യമുനേ, അയ്യോ എന്റെ അനിയൻ, അവനെന്തിനാ ഈ നേരത്ത്? ബദ്മാഷ്, ഉലുകപ്പെട്ട. நீங்க இங்க வந்தது அவங்களுக்கு தெரியாதா? ഇല്ല, ഞാനിപ്പോ ഇവിടെ നിൽക്കുന്നത് അവൻ കണ്ട പ്രശ്ന. அதனால என்ன? വേണ്ട, അവൻ അറിയണ്ട. ഞാൻ ഈ സോഫയുടെ പിന്നിൽ ഒളിച്ചോളാം. അവനെ പെട്ടെന്ന് ഒഴിവാക്കിയാ മതി പ്ലീസ്. വായി നോക്കിയാണേ. ഹലോ യമുന റാണി. ஹலோ கோபால் சார், நீங்களும் ஏதாவது gift கொண்டு வந்திருக்கீங்களா? എന്ന് വെച്ചാ വേറെ ആരെങ്കിലും ഇതുപോലെ എന്തെങ്കിലും കൊണ്ടുവന്നാച്ചാ? என்னோட ஒரு ஃபேன் இப்பதான் ஆப்பிள் கொண்டு வந்து கொடுத்திருக்காரு. ഓ യമുന റാണി, ഇതുപോലെ അണ്ടനും അടകൊണ്ടനും കൊണ്ടുവരുന്നു വാങ്ങിക്കരുത്. യമുന റാണി ഒരു ലോല ഹൃദയാണ്. അത് മനസ്സിലാക്കാനുള്ള വിവരം ശ്രീകൃഷ്ണമൂർത്തിയാർക്കില്ല. உங்க பெரிய அண்ணன் கொண்டு வந்தா? അവൻ അണ്ണനാ. പൊണ്ണൻ എന്ന് പറയുന്ന ശരി, വെറുതെ ചാപ്പാട്. ചക്കപ്പഴത്തിൽ ഈച്ച പൊതിഞ്ഞ മാതിരി. അവരൊന്നും യമുന റാണി അടുപ്പിക്കരുത്. ஆமா, நீங்க என்ன கொண்டு வந்திருக்கீங்க? യമുന റാണിയുടെ സൗന്ദര്യം ഇതുപോലെ എന്നും നിലനിർത്താൻ, 17ന്റെ സൗന്ദര്യം പൂത്തുലയാൻ ഞങ്ങളുടെ ലേറ്റസ്റ്റ് പ്രോഡക്റ്റ് മേനി മിനിസ കസ്തൂരി. ஆமா, இது என்ன விலை? വിലയോ? ഇതുപോലൊരു ചിരി മതിയല്ലോ. അയ്യോ മതി മതി, ഇപ്പൊ തന്നെ 10 ബോട്ടിലിന്റെ വിലയായി. உங்க சின்ன அண்ணன் வந்துட்டாரு. മറ്റൊരു പൊണ്ണൻ ഉണ്ട കണ്ണൻ. യമുന റാണി ഇനി ഇവിടെ നിന്ന പ്രശ്നമാവും. ஏதோ சோஃபா பின்னாடி ஒளிஞ்சுக்குங்க. இந்த சோஃபா. ദാ കസ്തൂരി. ഹലോ റാണി. ഹലോ മിസ്റ്റർ കൃഷ്ണകുമാർ. താങ്ക്സ്. ഈ നേരത്തെ എന്താ വന്നതെന്നായിരിക്കും. യമുന റാണി ഒന്ന് ഫ്രീ ആയിട്ട് കിട്ടണ്ടേ? ആക്ടിംഗ് ഒന്ന് പ്രാക്ടീസ് ചെയ്യാൻ കരുതി. ஆமா, நீங்க இங்க வந்தது உங்க மனைவிக்கு தெரிஞ்சா? ഒന്നുമില്ല. உங்க பிரதர்ஸ்? ബ്രദേഴ്സ്, ബെഗേഴ്സ്. കലാഹൃദയമില്ലാത്ത ഇഡിയറ്റ്സ്. ഒരുത്തർ ഹിന്ദി വാദ്യൻ, മറ്റൊരുത്തർ മെഡിക്കൽ റപ്പ്. 2 പോത്തന്മാരും ഇപ്പൊ കൂർക്കം വലിച്ചു കിടന്ന് ഉറങ്ങുന്നുണ്ടാവും. உங்க அப்பா? അച്ഛനാ ഇവിടെ. അയ്യോ വിടല്ലേ. അയ്യേ ദേ, അതെ ഞാൻ കാറ്റുകൊള്ളായിരുന്നതാ. മുത്തശ്ശന് എന്ത് പറ്റി മുത്തശ്ശ? ഒന്ന് പറയട്ടെ, യമുന റാണിയുടെ മാമി സന്താനവല്ലി വരുന്നെന്ന് കേട്ടു. എന്നാ അവരൊന്ന് കണ്ട് ഈ റോസാപ്പൂ ഒന്ന് കൊടുക്കാന്ന് കരുതി ഞാൻ ഈ തൂട് വഴി കേറിയപ്പോഴാ അടിവയറ്റില് ഗുർമൻ പ്രശ്നം ഉണ്ടാക്കിയത്. പിടി വിട്ടുപോയടേ. मुझे तुमसे प्यार था,
മുझേ തുംസെ പ്യാർ താ. ഹാപ്പി മൂഡിലാണല്ലോ. അതാണടി അച്ഛന്റെ ആരോഗ്യത്തിന്റെ രഹസ്യം. മനസ്സ് ഹാപ്പി ആയിരുന്നാലേ ദേ ഇതുപോലെ എന്നും മാർക്കണ്ടേനെ പോലെ കഴിയാം. എന്നാ വേഗം ചെല്ലേ, അമ്മ കാത്തിരിക്കുന്നു. കാത്തിരുന്ന് മുഷിയാനുള്ള സമയമൊന്നും ആയില്ലല്ലോ, അരമണിക്കൂറല്ലേ ആയുള്ളൂ. ഈ കൗസുവിന്റെ കാര്യം. വേഗം ചെല്ല്, വല്യച്ഛൻ നിന്ന് കിട്ടും. എന്താടി കാന്താരി വല്യമ്മ ഉണ്ടാക്കി വെച്ചിരിക്കണേ? ഞങ്ങളോട് പറയില്ലാന്ന്. എന്തായാലും വല്യച്ഛന് വല്യമ്മ ഒരു സമ്മാനം വെച്ചിട്ടുണ്ടെന്ന് മനസ്സിലായി. ഓ, ഇന്ന് വരെ ഒരു ഭാര്യയും ഭർത്താവിന് സമ്മാനം കൊടുത്ത ചരിത്രം ഉണ്ടായിട്ടില്ല. സമ്മാനം തരാൻ ഇന്ന് ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി. അതൊന്നും അല്ലച്ചാ, ഇന്ന് അച്ഛന്റെ ദിവസാ. ഓൾ ദ ബെസ്റ്റ്. ശുക്രിയ. കൗസു, മേരെ സ്വപ്നം കി റാണി, നീ എനിക്ക് കരുതി വെച്ചിരിക്കുന്ന സമ്മാനം എവിടെ? ഞാൻ നിങ്ങൾക്ക് 5 സമ്മാനം തന്നു, 5 പിള്ളാര്. ഇനി എന്ത് സമ്മാനം തരേണ്ടത്? ക്യാ ഹുവാ കൗസു? നിങ്ങൾ പഴയതെല്ലാം മറന്നു. മറന്നില്ലേ? പഴയതൊക്കെ ഓർത്ത് എന്തിനാ വെറുതെ മനസ്സ് വിഷമിപ്പിക്കണേ കൗസു? പുതിയ പുതിയ കാര്യങ്ങളെ പറ്റി ഓർത്ത് ഹരം കൊള്ളുകയല്ലേ വേണ്ടത്? ഹരം കൊള്ളുക, അങ്ങനെ ഒരു പ്രയോഗം കത്തിലുണ്ടല്ലോ. നിനക്ക് എന്താ പറ്റിയത് കൗസു? വേണ്ട, നിങ്ങൾ പഴയതൊക്കെ മറന്നു. എന്ത് മറന്നു? ട്യൂഷൻ, ഹിന്ദി ട്യൂഷൻ. ഓ, ക്ഷമിക്കണം കൗസു, നിർബന്ധം സഹിക്ക വയ്യാതെ 1-2 ദിവസം. 1-2 ദിവസമോ? എനിക്ക് ഹിന്ദി ട്യൂഷൻ എടുത്തത് നിങ്ങൾക്ക് ഓർമ്മയില്ലല്ലേ? മുझे प्यार करो എന്ന് പറഞ്ഞ് എന്റെ പിന്നാലെ നടന്നൊക്കെ മറന്നു അല്ലേ? ഓർമ്മയുണ്ട്, നല്ല ഓർമ്മയുണ്ട്. അതെ, നിന്റെ ഒപ്പം ട്യൂഷൻ പഠിക്കാൻ വരുമായിരുന്ന തൊട്ടടുത്ത വീട്ടിലൊരു കുട്ടി ഉണ്ടായിരുന്നല്ലോ, ചുരുണ്ട മുടിയായിട്ട്. എന്താ അവളുടെ പേര്? അംബുജം. ആ അംബുജം കിതർ ഹേ കൗസു? ഓ, എന്തൊരു ഓർമ്മ ശക്തിയാ. അപ്പൊ അംബുജത്തിനെ മയക്കായിരുന്നല്ലേ? അവസാനം ഈ പൊട്ടിയാ കിട്ടിയത്. കൗസു, ഞാൻ 5 കുട്ടികളുടെ അമ്മയാണെന്ന് അറിയോ? പക്ഷെ 2 കുട്ടികളുടെ അമ്മയാണെന്ന് തോന്നുന്നു. അല്ല, 5 കുട്ടികളുടെ അമ്മയാണ് ഞാൻ. എനിക്ക് 45 വയസ്സുണ്ട്. കല്യാണി, സുശീലേ, മല്ലികയും ശശികുട്ടനും പിന്നെ എന്റെ ശങ്കരനും ഒക്കെ ഈ വയറ്റിൽ പറഞ്ഞത്. പക്ഷെ പറയില്ല, ഇനി ഒരു കുട്ടി കൂടി ആവാന്നേ. അപ്പൊ നിങ്ങൾക്ക് ഇനി ഒരു കുട്ടി കൂടെ വേണമെന്നുണ്ടല്ലേ? സത്യം പറയാലോ, ഉണ്ട്. മനസ്സിലായി. നിങ്ങൾക്ക് ഒരു കുട്ടിയും കൂടെ വേണമെന്നുള്ള ആഗ്രഹത്തിന്റെ കാരണം മനസ്സിലായി. ഞാനിനി പ്രസവിക്കില്ല എന്ന് പറഞ്ഞിട്ട്. അയ്യോ, ഞാനത് മറന്നു. മറക്കും, എല്ലാം മറക്കും. നിങ്ങൾക്കൊരു അച്ഛനാവണമല്ലേ? ആ ഒരാൾ നിങ്ങളാണ്. കൗസു, ആ ടിക്കറ്റ് എവിടെ? ടിക്കറ്റോ? അതെ, ടിക്കറ്റ് എവിടെയെന്ന്. നീ എന്താ ബസ്സിലെ ചക്കറോ? മര്യാദക്ക് ടിക്കറ്റ് എടുക്ക്. ചേടാ, വല്ല വനിതാ കണ്ടക്ടർമാരുടെ പ്രേതങ്ങളെ ബാധിച്ചു? ആ, ബാധിച്ചു. അപ്പൊ ഞാനിന്ന് ബസ്സിൽ യാത്ര ചെയ്യുന്ന അറിഞ്ഞല്ലേ? ബസ് ടിക്കറ്റ് അല്ല, മറ്റേ ടിക്കറ്റ്. മറ്റേ ടിക്കറ്റോ? ആ, മറ്റേ ടിക്കറ്റ്. അത് നീ എങ്ങനെ അറിഞ്ഞു ആനന്ദം? സോറി ആനന്ദം, നീ അറിയാതെ അങ്ങനെ ഒരു തെറ്റ് പറ്റിപ്പോയി. തെറ്റ് പറ്റിപ്പോയല്ലേ? എനിക്കറിയാം, ആ ഒരാൾ നിങ്ങളാണ് മനുഷ്യ. എടുക്ക്, ഞാനത് കാണട്ടെ. സിനിമ ടിക്കറ്റോ? ഓഹോ, 2 പേര് പരസ്യമായിട്ട് സിനിമയ്ക്ക് പോയല്ലേ? പോയി. എന്താണത് CBIക്കാർ ക്വസ്റ്റ്യൻ ചെയ്യുന്ന പോലെ? നിന്റെ ഭാവം കേട്ടാ തോന്നുമ്പോൾ യമുനാണെയും കൂട്ടി ഞാൻ സിനിമക്ക് പോയെന്ന്. ഓഫീസിലെ സണ്ണിക്കുട്ടിയും കൊണ്ടാ സിനിമക്ക് പോയത്. ചിരിക്കണ്ട. ആ ഫ്ലൈറ്റ് ടിക്കറ്റ് എവിടെ? ഫ്ലൈറ്റ് ടിക്കറ്റോ? അതെ. അതെനിക്കറിയില്ല, അത് എടുത്തവരുടെ ഉണ്ടാവും. ഓ, നിങ്ങളല്ലല്ലോ ടിക്കറ്റ് എടുത്തത്. പൊയ്ക്കോ. പക്ഷെ ഒരു വാക്ക്. ആനന്ദം, ഞാൻ പോവാ. എന്തൊരു വാക്ക്? നിനക്കെന്താ ഭ്രാന്ത് പിടിച്ചോ? അതെ, എനിക്ക് ഭ്രാന്താ. ഞാൻ ഭ്രാന്തിയാ. നിങ്ങളല്ലേ? അതെ, ഞാനാ. നിങ്ങളാണോ? സംശയമില്ല, ഞാൻ തന്നെയാ. പിന്നെ ഞാനല്ലാതെ മറ്റൊരാളാവോ? എന്ത് പറ്റിയടി നിനക്ക്? പറ്റിയത് എനിക്കല്ല. ആദ്യമായി അവർ കണ്ണും കരലും കൈമാറിയത് യമുന റാണി നിങ്ങളുടെ വീട്ടിൽ അതിഥിയായി വന്ന ദിവസമാണ്. പറ, എപ്പോഴാ കൈമാറിയത്? കൈ മാറിയിട്ടില്ലല്ലോ. നിന്നെ കല്യാണം കഴിക്കുമ്പോഴുള്ള അതേ കൈകൾ തന്നെയാണ് ഇപ്പോഴും. സത്യം. അയാളുടെ തമാശകളും പൊട്ടിച്ചിരികളും കാമുകിയെ ഹരം കൊള്ളിക്കുന്നു. നല്ല തമാശക്കാരനാണല്ലേ? നിങ്ങൾ ഹരം കൊള്ളിക്കുമല്ലേ? അല്ല, അതിപ്പോ വേണ്ട, സത്യം പറ, കൈമാറ്റം നടന്ന എപ്പോഴാ? എന്ത് കൈമാറ്റത്തിന്റെ കാര്യം നീ പറയുന്നേ? ഐ എന്ന് വെച്ചാൽ എന്തോന്നാ? ഞാൻ അല്ല, കണ്ണ്. ഓ, ഈ കണ്ണ്. എന്ത് പഠിച്ചു പോയി? പഠിച്ചു വരുന്നു. കരളിന് എന്താ ഇംഗ്ലീഷ്? ഓ, കരൾ. ഈ ആടിന്റെ കോഴിയുടെ ഒക്കെ. ആട്ടിന് കോഴിക്ക് മാത്രമല്ല, മനുഷ്യന്റെ ഒരു കരളുണ്ട്. ആ കരളിന് എന്താ ഇംഗ്ലീഷ്? ലിവർ. LIVR, ലിവർ. അപ്പൊ നിങ്ങൾ ഐയും ലിവറും കൈമാറിയല്ലേ? അന്തേട്ടനല്ല,
ഏയ് കൃഷ്ണേട്ടനും അല്ല. കോപേട്ടനൊട്ടും അല്ല. ഒരു എത്തും പിടിയും കിട്ടുന്നില്ലല്ലോ ആനന്ദം. ഞാൻ പഠിച്ച പണിയൊക്കെ നോക്കി, തറപ്പിച്ചൊന്നും പറയാൻ കഴിയുന്നില്ല. അതെ, എങ്ങനെയൊക്കെ ചോദിച്ചിട്ടും കൃഷ്ണേട്ടനെന്നൊന്നും മനസ്സിലാക്കാൻ കഴിയുന്നില്ല. നമുക്ക് അവിടെ നീക്കങ്ങളൊന്ന് ശ്രദ്ധിച്ചാലോ? ശരിയാ, എന്ന എന്തെങ്കിലും ഒരു കുളുസ് കിട്ടും. കണ്ണീർ വഴിതടി കണ്ണേ, കൺമൂടി പാത്താൽ നെഞ്ചുക്കുൾ നീതാൻ. കേട്ടോ, പ്രേമഗാനമാണ്. അവള് ചില്ലറക്കാരി അല്ല, പ്രേമിക്കുന്നു എന്നുള്ളത് ഉറപ്പാ. ആളെ കിട്ടി. ദേ ചേച്ചി നോക്കിയേ, ആ ഒരാൾ. എന്റെ പുറക്കോട്ട് ഭഗവതി, നോക്കി നിൽക്കുന്നത് കണ്ടില്ലേ? 5 കുട്ടികളുടെ തന്തയായിട്ടും ഇന്ന് ഞാൻ അവസാനിപ്പിക്കും. എടിയേ, നോക്കിയേ, നന്ദേട്ടൻ മാത്രമല്ല, അത് കണ്ടോ? ആഹാ, അപ്പൊ ഗോപനും ഉണ്ടല്ലോ. താളം പിടിച്ച് രസിക്കാം. ആ കൈ ഇന്ന് ഞാൻ തല്ലി ഒടിക്കും. ഒരാളല്ല, 3 ആളും ഉണ്ട്. ദേ അങ്ങോട്ട് നോക്കി. കൃഷ്ണേട്ടൻ ഉണ്ടാവില്ലെന്ന് സമാധാനിച്ചിരുന്നതാ, കണ്ടില്ലേ? 3 ആളും ഉണ്ടല്ലോ. ഇതിൽ ആരായിരിക്കും ഒറിജിനൽ? 3 പേരും എലിഫന്റ് ദിവസ. മനസ്സിലായില്ലേ? ആനക്കള്ളന്മാരാ. ഏതായാലും കത്തിൽ എഴുതിയിരിക്കുന്നത് ഒരാളെന്നല്ലേ? അതാരാണെന്ന് എങ്ങനെ കണ്ടുപിടിക്കാം. പക്ഷെ ഒരു കാര്യം, ഈ ഒരു കാര്യത്തിലെങ്കിലും നമ്മൾ പരസ്പരം പാര വെക്കരുത്. സമ്മതിച്ചോ? സമ്മതിച്ചു. സിനിമാ പ്രേമികളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് നാളെ മുതൽ 3 ദിവസത്തേക്ക് എല്ലാവർക്കും വിശ്രമം. സുപ്രസിദ്ധ സിനിമാ താരം യമുന റാണി 3 ദിവസത്തേക്ക് മലമ്പുഴ ഗാർഡൻസിലേക്ക് പോവുകയാണ്. മലയാള സിനിമയിലെ ഹരമായ മുകേഷ് മുത്തുള്ള ഗാന ചിത്രീകരണം. അവൻ ചെടി യമുന റാണി. എന്തിനു 3 ദിവസം? 10 ദിവസത്തേക്ക് കെട്ടിയെടുത്തുണ്ടായിരുന്നു. മോശം. ഏട്ടനെങ്ങോട്ടാ? എങ്ങോട്ടായിരിക്കും? യമുന റാണിയുടെ അടുത്തേക്ക്. There you are, മണ്ടിപ്പെണ്ണെ. എന്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴി തിരിയാൻ പോവുകയാണ്. വഴിമാറ്. 3 ദിവസത്തിനുള്ളിൽ എല്ലാം കറക്റ്റ് ആവും. 3 ദിവസം? യെസ്, വിത്തിൻ 3 days. മറ്റാരും അറിയണ്ട. നന്നായിട്ടുണ്ട് ആനന്ദം. നന്നാകാതിരിക്കോ? വഴിതിരിയാൻ പോവല്ലേ? ദേവൊരു നര എണീറ്റ് നിൽക്കുന്നു. യമുന റാണി കണ്ടാ മോശമല്ലേ? ഇന്നല്ലേ, ചിലപ്പോ ഒരൊറ്റ കാരണം അത് എന്നെ വേണ്ട നോക്കാൻ. നീയാണടി മനോധർമ്മമുള്ള ഭാര്യ, ഭർത്താവിന്റെ ഇഷ്ടം അറിഞ്ഞു പ്രവർത്തിക്കുന്നു. ഗുഡ്, കീപ് ഇറ്റ് അപ്പ്. പോയി വരട്ടെ ആനന്ദം. ചെല്ല്, കാത്തിരുന്ന് മുഷിഞ്ഞിട്ടുണ്ടാവും. ഓക്കേ. ഒരു വഴിത്തിരിവ്. ഈ വഴി ഞാൻ അടയ്ക്കും. ഇത് അവസാനത്തെ പോക്കാം. அல்ல மேடம், அந்த சீனுக்கு அப்புறம் தான் நீங்க ஹீரோவை மீட் பண்றீங்க. அதுக்கு அப்புறம் தான். ഹലോ മിസ് യമുന റാണി, ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ്. നമുക്ക് നോക്കാം. മേഡം ഒന്ന് ഹെൽപ്പ് ചെയ്യണം. തൽക്കാലം ജയന്തി ആയിട്ട് മേഡം കൂടെ ഒന്ന് നിന്നാ പുള്ളിക്ക് അതൊരു ഇൻസ്പിറേഷൻ ആയിരിക്കും. ഷുവർ, വൈ നോട്ട്? താങ്ക് യു. ചൽത്തേ ചൽത്തേ മേരേ. നിങ്ങൾ എങ്ങോട്ടാ? ഞാൻ പാലക്കാട്ടേക്ക്. പാലക്കാട്ടേക്കോ? പാലക്കാട് ജില്ലയിലല്ലേ മലമ്പുഴ ഗാർഡൻസ്? അതെ, മനോരഞ്ജൻ കേലിയെ ജാനേ കേ ജഗ. ഇഷ്ടപ്രാണേശ്വരിയുടെ കൈ കോർത്തു പിടിച്ച് ഇഷ്ടഗാനം പാടി നടക്കാൻ പറ്റിയ ലൊക്കേഷൻ. അപ്പൊ ഞാനും കൂടി വരട്ടെ? അയ്യോ, കൗസ് കൊണ്ടുപോകാൻ ആഗ്രഹിച്ചിട്ടല്ല. ഞാൻ പോകുന്നത് ഹിന്ദി പ്രചാര സഭയുടെ മീറ്റിങ്ങിനല്ലേ. മുറി നിറച്ച ഹിന്ദി വാദ്യാന്മാരായിരിക്കും. ജലദോഷം പിടിച്ച പോലെ ഹേ ഹൂം ഹോ എന്നൊക്കെ പറഞ്ഞ് നാശം. അയ്യേ, എന്താ കൗസു ഇത്? 3 ദിവസം കഴിഞ്ഞ് ഞാൻ വരില്ലേ മോളെ? 3 ദിവസം? ആ, 3 ദിനോ. അല്ല, നിന്റെ മട്ടും ഭാവമൊക്കെ കണ്ടിട്ട് ഞാൻ നിന്നെ എന്നേക്കായിട്ട് ഉപേക്ഷിച്ച് പോണ പോലെ ഉണ്ടല്ലോ. ഈ മീറ്റിംഗ് എനിക്ക് ഗുണമുള്ളതാ. നിന്റെ നന്ദേട്ടൻ അവിടെ ചെന്നൊരു കലക്കങ്ങട് കലക്കും. സ്നേഹം, പ്രേം, സ്നേഹത്തെ കുറിച്ച് പറയാൻ ഞാൻ ഒരുപാട് എഴുതി വെച്ചിട്ടുണ്ട് കൗസു. ആരോടാ ഇത്ര വലിയ സ്നേഹം? രാഷ്ട്രഭാഷയോട്. അതേടി, ഞാൻ ഷൈൻ ചെയ്യാൻ പോവാ. പാലക്കാട്ട് വെച്ച് ഞാനൊരു കാച്ചങ്ങട് കാച്ചും. ദേ, നിന്റെ അനുഗ്രഹം ഉണ്ടാവണം. പറയൂ, ഞാൻ എന്ത് ചെയ്യണം?
പറയുന്നത് എന്ത് ഞാൻ അനുസരിക്കാം. അനുസരിച്ച് ചിരിച്ചുപോയി. എന്റെ ഭാര്യ അനുസരിച്ചതാണ് എന്റെ തെറ്റ്. മടുത്തു. ഇനിയും വൈകിയാൽ എനിക്ക് ഭ്രാന്ത് പിടിക്കും. എന്നെ ഒന്ന് മോചിപ്പിക്കാമോ? എന്താ ഈ പറയണേ? പ്രായത്തെങ്കിലും മാനിക്കണ്ടേ? മനസ്സ് നിയന്ത്രിക്കാനാവുന്നില്ല. കെട്ടുപൊട്ടിയ പട്ടം പോലെ അത് പാറി നടക്കുക. നിയന്ത്രിക്കണം. നിയന്ത്രിച്ചേ മതിയാകൂ. നമ്മൾ സമൂഹത്തെ നോക്കണ്ടേ? അങ്ങക്ക് ഭാര്യയും മക്കളും ഉണ്ട്. അതൊരു ബാധ്യതയായി പോയി. അവളുടെ കൂടെ മനുഷ്യരാരെങ്കിലും ജീവിക്കോ? അവളെ ഞാൻ ഉപേക്ഷിക്കാം, എല്ലാം മറക്കാം, ത്യജിക്കാം. എനിക്കൊരു ജീവിതം തരില്ലേ? എടുത്തു ചാടരുത്. നമുക്ക് ആലോചിക്കാം. എന്തായാലും 3 ദിവസം എന്നോടൊപ്പം ഉണ്ടാവല്ലോ. അത് കഴിയട്ടെ. ഓക്കെ, പുള്ളി സ്മാർട്ടായല്ലോ. എല്ലാം മാഡത്തിന്റെ ഹെൽപ്പാ. അപ്പൊ നിങ്ങൾ പോകാൻ തന്നെ തീരുമാനിച്ചു അല്ലേ? തീരുമാനത്തിലൊരു മാറ്റമില്ല. ഈ കോഴ്സ് അറ്റൻഡ് ചെയ്താൽ ഒരു പ്രൊമോഷൻ ഉറപ്പാ. അതെ, പ്രൊമോഷൻ. ഒരു നാട്ടുപുറത്ത് അടുക്കളക്കാരിൽ നിന്ന് സിനിമാ നടിയിലേക്കുള്ള പ്രൊമോഷൻ. മനസ്സിലായി എടുത്തി, എല്ലാം മനസ്സിലായി. അപ്പൊ നീ അറിഞ്ഞൂടെ? ഉപേക്ഷിച്ചു പോവാനേത്തെ. ഭാര്യ മടുത്തൂത്രേ. പുതിയൊരു ജീവിതം വേണമെന്ന് പറയുന്നത് ഞാൻ എന്റെ ചെവിയോട്ട് കേട്ടതാ. അങ്ങനെയും പറഞ്ഞു? നീ എപ്പോഴാ കേട്ടത്? ഇപ്പൊ കേട്ടിട്ട് വരിക. എന്റെ ദൈവമേ, അപ്പൊ എന്നോട് പറഞ്ഞതൊക്കെ ശുദ്ധ നുണയായിരുന്നോ? നുണയാ? 3 ദിവസം കൂടെ ഉണ്ടാവും അവള് പറയുന്നത് ഞാൻ കേട്ടതാ. അവള് നിന്നങ്ങനെ കുഴഞ്ഞാടുവല്ലേ? ആ ഒരുപട്ടവള് യമുന റാണി. നീ ആരുടെ കാര്യ പറയുന്നേ? കൃഷ്ണേട്ടന്റെ. എടുത്ത് ആരുടെ കാര്യ പറയണേ? നന്ദേട്ടന്റെ. എന്തോ നീ അറിഞ്ഞു അല്ലേ? എടത്തിമാര് അറിഞ്ഞു അല്ലേ? ഗോപേട്ടൻ പോവാന്ന് വെട്ടിപ്പൂട്ടി. എന്നെ കൊണ്ട് ഷർട്ടും പാന്റും അലക്കിപ്പിച്ച് ഇസ്തിരി ഇടിപ്പിച്ച് ഒക്കെ പെട്ടിയിലാക്കി വെച്ചിട്ടാ പറയണേ പോവാന്ന്. 3 ദിവസത്തേക്ക്. 3 ദിവസം എന്നാണല്ലോ ഞാനും കേട്ടത്. 3 ദിവസം എന്നാണല്ലോ നന്ദേട്ടനും പറഞ്ഞത്. അപ്പൊ 3 പേരുണ്ട് അവളുടെ കൂട്ടിന്. 3 ദിവസം കുശാൻ മലമ്പുഴ ഗാർഡൻസിൽ കാരായി കുഞ്ഞിരാമൻ കൊത്തിവെച്ച ശില്പം യക്ഷി കാണാലോ. അതിനിടയിൽ മുകേഷിന്റെ യമുന റാണിയുടെ ലവ് സീനും കാണാലോ. അന്തവും കാണാം, താടിയും മുടിക്കാം. അല്ല, ഏട്ടത്തിമാര് വരണില്ലേ? നിങ്ങളില്ലാതെ യമുന റാണിക്ക് അഭിനയം വരില്ലാലോ. ഏട്ടത്തിമാര് സെന്റിമെന്റ്സിലാ. യമുന റാണി പാലക്കാട്ടെ ക്ഷണിച്ചില്ലേ? കരയാനുള്ള ഗ്ലിസറിൻ യമുന റാണിയുടെ നിസ്കിയതാണോ? പടവിടുന്ന് മുരുകാ, പളനിയാണ്ടവാ, ഇത്തവണ മലമ്പുഴ വഴി പളനിക്ക്. യമുന റാണിയുടെ ഭാവി സന്താനവല്ലി മലമ്പുഴയില് വരുന്നത് കേട്ടു. സന്താനവല്ലിയെയും കാണണം, അല്പം ലൗസീനും കാണണം. ഹരഹരോ ഹരഹര. ഗുലുമന്റെ അവസ്ഥ എങ്ങനെയുണ്ട് മുത്തച്ഛ? പ്രശ്നമാടേ ഇതേ ഇരിക്കുന്നു. ഓ, വലതു ഭാഗത്ത് നിന്ന് ഇന്നലെ ഇടത്തോട്ട് മാറി. അസ്വസ്ഥത ഉണ്ടടേ, എങ്കിലും കാര്യങ്ങൾ നടക്കണമല്ലോ. ഈ ലവ് സീനൊക്കെ കണ്ടു കഴിയുമ്പോൾ അല്പം ആശ്വാസം കിട്ടട്ടെ. അമ്മാവനും പാലക്കാട്ടേക്കാണോ? അല്ല, ഊളംപാറയിലേക്ക് അല്പം മനസമാധാനം കിട്ടാൻ. അവിടെ മുഴുവൻ പ്രാന്തന്മാരല്ലേ? ഇവിടെ അങ്ങനെ തന്നെയാണല്ലോ. നീ എങ്ങോട്ടാ യാത്ര? ഞാൻ കോയമ്പത്തൂർ വരെ പോവാ. പാലക്കാട് വഴി കോയമ്പത്തൂർ. നീ പോടാ അവിടെ നിന്ന്. പാലക്കാട് ടച്ച് ചെയ്യാതെയും കോയമ്പത്തൂർ പോവാ. നിനക്കിപ്പോ എന്താ കോയമ്പത്തൂര്? ചേട്ടന് ഇപ്പൊ എന്താ പാലക്കാട്ട്? എനിക്കൊരു കോൺഫറൻസ് ഉണ്ട്. എനിക്കൊരു മെഡിക്കൽ കോൺഫറൻസ് ഉണ്ട്. ആനന്ദം, പെട്ടിയെടുത്ത് വെച്ചോളൂ. ഭ്രാന്ത് പിടിക്കുന്നതിന് മുമ്പുള്ള സീൻ മലമ്പുഴയിൽ വെച്ചാ ഷൂട്ട് ചെയ്യുന്നത്. ഞാൻ യമുന റാണിന്റെ കൂടെ മാരുതി 1000-ലാ പോകുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ റെക്കമെൻഡ് ചെയ്താ, പക്ഷെ ഡിസ്റ്റർബൻസ് ആവെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ ഒറ്റക്ക് പോയിട്ട് വരാം. ഓക്കെ, പോകാൻ വരട്ടെ. ഈ വീട്ടിൽ നിന്ന് ആരും എങ്ങോട്ടും പോകുന്നില്ല. ഞങ്ങള് പെണ്ണുങ്ങളാ പറയുന്നത്. അപ്പൊ ഞങ്ങൾ പുരുഷന്മാരെ അടങ്ങി ഒതുങ്ങി കഴിഞ്ഞാ മതി. അഭിനയ ആടിക്കൊഴിച്ചിലും സീൻ ഷൂട്ടിംഗ് ഒന്നും വേണ്ട. നിങ്ങളും കൂടി കേൾക്കാനാ പറയണത്. കേറി പോണ്ടാവത്തോട്ട്. ഏട്ടത്തിമാരെ എനിക്ക് പോവാലോ. പോയിരുന്നു പഠിക്കണം ചേട്ടാ. പളനിക്ക് പോണതൊക്കെ കൊള്ളാം. തിരിച്ച് ഇങ്ങോട്ട് വരണമെന്നുണ്ടോ? ഹരഹരോ ഹരഹര. ഇപ്പോഴാ ഈ വീട്ടിലെ പെണ്ണുങ്ങൾക്ക് വിവേകമുദിച്ചത്. കനകം മൂലം കാമിനി മൂലം കലഹം ബഹുവിധം ഉലകിൽ സുലഭം. അപ്പോ ഇനി അങ്ങോട്ട് അംഗം കുറിക്കാം. എടാ മോനെ ചന്ദ്രു, നമ്മള് 4 പേരും ഒരമ്മ പെറ്റ മക്കളല്ലടാ.
ഞങ്ങള് 3 പേരെ അമ്മ 10 മാസം ചുമന്നു, നിന്നെ 8 മാസം. അതല്ലേടാ നിന്റെ വളർച്ച മുരടിച്ചു പോയത്. ഇൻക്യുബേറ്ററിൽ 3 ദിവസം പഞ്ഞി പൊതിഞ്ഞു വെച്ചിരുന്നു. ഇച്ചിരിയും പോന്ന നിനക്ക് ഞാനാ കാവില്ലെന്ന് അറിയാതെ. എപ്പോ വേണേലും തട്ടിപ്പോവാന്ന് ഡോക്ടർ വിധി എഴുതിയതാ. എന്നാ അപ്പൊ തന്നെ കൊല്ലായിരുന്നില്ലേ വളർത്തിയിട്ട്? നിന്നെ ഞങ്ങള് കൊല്ലോടാ. നീയും ആശയായിട്ടുള്ള വിവാഹം ഞങ്ങള് നടത്തിത്തരാം. ഇപ്പൊ പ്രേമം മാത്രം മതി കേട്ടോ. എന്റെ പൊന്നുകുട്ട, ഒരു ഉപകാരം ചെയ്യണം. സോപ്പ് പതപ്പിച്ചപ്പോഴേ എനിക്ക് തോന്നി. എന്ത് വേണം? ഞങ്ങളുടെ ഭാര്യമാർക്ക് എന്തോ ഒരു പ്രശ്നമുണ്ട്, നീ ഒന്ന് ശരിയാക്കി തരണം. അയ്യേ, എന്തൊക്കെയാ നിങ്ങൾ പറയുന്നത്? നാണമില്ലേ നിങ്ങൾക്ക്? ഏട്ടത്തിമാരന്റെ സ്വന്തം അമ്മയെ പോലെയാ. അത് മാത്രം. നീ കൂടുതൽ ഓവർ സ്മാർട്ട് ആവരുത്. ചൂടാവാതെടാ. മോനെ ചന്ദ്രു, ഞങ്ങളുടെ ഭാര്യമാർക്ക് ഞങ്ങളെ ഭയങ്കര സംശയ. അതെനിക്കുണ്ട്. അതല്ലടാ, അവരെന്തൊക്കെയോ മനസ്സിൽ ഒളിക്കുന്നുണ്ട്, വിട്ടു പറയണില്ല. നീ നയത്തിൽ അടുത്തുകൂടി അവരുടെ ഉള്ളിലിരിപ്പ് എന്താണെന്ന് മനസ്സിലാക്കണം. ഇത്രേ ഉള്ളൂ. നിസാരമല്ല. പഴയ ഏട്ടത്തിമാരല്ല, പൊള്ളും പൊള്ളിക്കും. ഏട്ടത്തിമാരെ, നിന്നെ ആരെയപ്പ ഇങ്ങോട്ട് ക്ഷണിച്ചേ? വലിയടത്തി വലിയ ഗൗരവത്തിലാണല്ലോ. ഓ തന്നെ. ചെറിയടത്തിമാരും മൂഡൌട്ട് ആണല്ലോ. ഏട്ടത്തിമാരെ, എല്ലാം ഞാൻ അറിഞ്ഞു. നീ എന്താ പറഞ്ഞത്? വെറുതെ നമ്പർ ഇറക്കല്ലേ ചെക്ക. 3 പേർക്കും സംശയമുണ്ടല്ലേ? ഭർത്താക്കന്മാരെ സംശയമുണ്ടല്ലേ? സംശയിക്കണം. ഗുരുതരാവസ്ഥയിലാണ്. ഒരാഴ്ചക്കകം എന്തും സംഭവിക്കാം. അപ്പൊ കത്ത് കിട്ടുകാരും നീ അറിഞ്ഞൂല്ലേ? കത്തോ? കത്ത്? ഓ, കത്ത്. അത് ഞാൻ അറിഞ്ഞു. ഏട്ടത്തെ. സാരമില്ല ഏട്ടത്തെ, നമുക്ക് എന്തെങ്കിലും വഴി ഉണ്ടാക്കാം. നീ ഞങ്ങളെ സഹായിക്കൂടാ ചന്ദ്രു? സഹായിക്കാലോ. ഒരാഴ്ചക്കകം അത് സംഭവിക്കൂടാ ചന്ദ്രു? ചിലപ്പോ ഒരാഴ്ച തന്നെ വേണ്ടി വരില്ല ഏട്ടത്തെ. ചെക്കൻ എല്ലാം അറിഞ്ഞിരിക്കുന്നു. പറയടാ, ആ ഒരാൾ ആരാണ്? ആ ഒരാളോ? അത് ഞാൻ പറയില്ല. എന്നെ കൊന്നാലും ഞാൻ പറയില്ല. എല്ലാം അറിഞ്ഞിട്ട് നീ പറയില്ല അല്ലേ? പറയേ. യമുന റാണി ഞങ്ങളുടെ ഭർത്താക്കന്മാരില് ആരെയാടാ മയക്കി കൂടെ കൊണ്ടുപോകുന്നത്? അയ്യേ, അപ്പൊ അതാണ് കാര്യം. ഞാൻ കരുതി ഏട്ടന്മാരാണ് മരമണ്ടന്മാരാണ്. ശങ്കരന്മാർക്കൊത്ത ചക്കികള്. നീ എന്താണ് ആലോചിക്കുന്നത്? പറയടാ, പറയാം. കൈവിട്. ആ കത്ത് വായിച്ചാൽ എനിക്ക് പറയാൻ പറ്റൂ. കത്ത് എവിടെ? കത്ത് എന്റെ ഉണ്ട്. സഹോദരി, നിങ്ങൾ 3 പേരുടെ ഭർത്താക്കന്മാരിൽ ഒരാളും യമുനയും തമ്മിൽ അവിഹിത ബന്ധമുണ്ട്. ഇന്നോ ഇന്നലെയോ തുടങ്ങിയ ബന്ധമല്ല. ആദ്യമായി അവർ കണ്ണും കരളും കൈമാറിയത് യമുന നിങ്ങളുടെ വീട്ടിൽ അതിഥിയായി വന്ന ദിവസമാണ്. വൈകാതെ അവർ മദ്രാസിലേക്ക് വിമാനം കയറും. ടിക്കറ്റ് വരെ എടുത്തു കഴിഞ്ഞിരിക്കുന്നു. ജാഗ്രത പാലിക്കുക, സൂക്ഷിക്കുക. ആ കത്തവിടെ? അത് തന്നില്ല. ദേ, എന്റെ ഡ്യൂട്ടി കഴിഞ്ഞിട്ടുണ്ട്. അമ്പട, യമുന റാണിയെ മയക്കി വീഴ്ത്താൻ പറ്റിയ 3 മോന്തകള്. ചേട്ടത്തിമാരെ ഒരാളെ മാത്രമേ സംശയിക്കുന്നുള്ളൂ. എനിക്ക് 3 പേരെ സംശയമുണ്ട്. മര്യാദയ്ക്ക് പറഞ്ഞോ, ആരാണ് ആ കാമദേവൻ? ആരായാലും എനിക്കൊരാളുടെ പേരവിടെ പറഞ്ഞേ പറ്റൂ. ഇല്ലെങ്കിൽ ഏട്ടത്തിമാരെ എന്നെ കൊല്ലും. ആളിനെ പിടികിട്ടി കഴിഞ്ഞാൽ ഏട്ടത്തിമാർ അയാളെ തട്ടിക്കൊള്ളും. ഏതായാലും ഈ വീട്ടിലൊരു മരണം ഉറപ്പാ. ഏതായാലും ഞാനല്ല. ഞാൻ എങ്ങനെ മനസ്സിൽ പോലും ചിന്തിച്ചിട്ടില്ല. ആ കുട്ടിയോട് അങ്ങനെ ഒരു വികാരം എനിക്കും തോന്നിയിട്ടില്ല. അതിരിക്കട്ടെ. ഇനി അഥവാ യമുന റാണിക്ക് നിങ്ങളിൽ ആരോടെങ്കിലും ഒന്ന് ഇഷ്ടം തോന്നിയാ മദ്രാസിലേക്ക് കൂടെ പോവോ? എടാ, ആരായിരിക്കും കത്ത് എഴുതിയത്? അതൊന്നും എനിക്കറിയില്ല. എനിക്ക് പോണം. പറ, ഞാൻ ആരുടെ പേരാ പറയേണ്ടത്? പോണം അവിടുന്ന്. തലപേര് തിരിക്കുമ്പോഴാ നന്ദേട്ടാ. എനിക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുക. എന്റെ തല ചുറ്റി തുടങ്ങി. നമ്മൾ എങ്ങനെ ഇതിന്ന് രക്ഷപ്പെടും? ഞാനൊരു ഐഡിയ പറഞ്ഞു തരട്ടെ. നിന്റെ ഐഡിയ ഒന്ന് കേൾക്കട്ടെ. പോണാവത്. ഊളന്റെ ബുദ്ധിയാ. കുരുട്ട് വഴികൾ ഒരുപാട് അറിയാം. അവൻ പറയട്ടെ. എന്നാ പറ. ഒരു കാര്യം ചെയ്യ്. ഏതെങ്കിലും ബാറിൽ ചെന്ന് യമുന റാണിയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഈ 2 ലാർജ് കൂട്ട് വീശി വല്ലതൊക്കെ ഉരുത്തിരിയും. ഒരു കൂട്ടിന് ഞാനും കൂടെ വരാം. 2 സ്മോൾ എനിക്ക് വാങ്ങിച്ചെന്നാ മതി. അച്ഛനല്ലേ അവരനെ? இது ஏன் லைஃப்? எனக்கு பணமும் புகழும் பெருசில்ல. இல்ல ஆண்டி, இனி என்ன தொந்தரவு பண்ணாதீங்க. நானும் ஒரு பெண். எனக்கு ஒரு வாழ்க்கை வேணும். ஆமா, இதுதான் என் முடிவு. നമ്മള് മുടിഞ്ഞു പൊട്ടേന്നാണ് അവള് പറയണേ. അല്ലടി, മുടിവെന്ന് പറഞ്ഞ തീരുമാനം എന്നർത്ഥം. അപ്പൊ അവളെല്ലാം തീരുമാനിച്ചു കഴിഞ്ഞു. അമ്മയെ വിളിച്ചറിയിക്കേ. അയ്യോ, ഓക്കെ. ஹாய், வாங்க வாங்க. எத்தனை நாளாச்சு உங்களை எல்லாரும் பார்த்து? என்ன கோமா?
உங்க கோவத்துக்கு காரணம் என்னன்னு எனக்கு தெரியும். சாரி. അപ്പൊ യമുന റാണി എല്ലാം തീരുമാനിച്ചു കഴിഞ്ഞു. അമ്മ സമ്മതിക്കണില്ലല്ലേ? ഒരമ്മമാരും സമ്മതിക്കൂല. ഓ ഞാൻ ടെലിഫോണില് പേசுனது அது என் சொந்த விஷயம். അത് നിങ്ങളുടെ മാത്രം വിഷയമല്ല, ഞങ്ങളെ കൂടി ബാധിക്കുന്നതാ. ஓ நான் உங்களை எல்லாம் மறந்துட்டேன்னு நினைச்சீங்களா? சாரி, நான் ரொம்ப பிஸியா இருந்தேன், அதனால தான் பார்க்க முடியல. ஆமா, நீங்க ஏன் இந்த பக்கம் வரவே இல்ல? ഞങ്ങൾ വരുന്നില്ലെങ്കിൽ എന്താ, വരേണ്ടവര് വരുന്നുണ്ടല്ലോ. இல்ல, நீங்க என்னென்னமோ மறைக்கிறீங்க. யூ ஆர் சப்ரசிங் சம்திங். നോ, ഞങ്ങളല്ല, നിങ്ങളാ ഞങ്ങളുടെ ഭർത്താക്കന്മാരെ കെട്ടിപ്പിടിക്കുന്നേ. യു പ്രസിംഗ് മൈ ഹസ്ബൻഡ്സ്. வேണ്ട, சிரிக்கണ്ട. ഞങ്ങളുടെ ചങ്ക വേവണത്. കൂൾ ഡൗൺ. உங்களுக்கு என்ன ப்ராப்ளம்? வாங்க உட்கார்ந்து பேசலாம். വേണ്ട, ഞങ്ങൾ ഇരിക്കുന്നില്ല. ഞങ്ങൾ യമുന റാണിയുടെ ഒരു കടം ചോദിക്കാനാ വന്നത്. அவ்வளவுதானா? கேளுங்களே, நான் என்ன வேணும்னாலும் தரேன். I like you all so much. മതി, ഞങ്ങളെ സ്നേഹിച്ചൊക്കെ മതി. ഞങ്ങൾ പാവങ്ങളാ. ഞങ്ങളുടെ ഭർത്താക്കന്മാരെ ഇനി വിട്ടു തരണം. നിങ്ങളുടെ ഭർത്താക്കന്മാരാ? അല്ലെന്ന് തോന്നുന്നുണ്ടോ? എന്റെ കൃഷ്ണന്റെ പോക്കറ്റില് നിങ്ങളുടെ വളപ്പൊട്ടുകൾ എങ്ങനെ വന്നു? എന്റെ ഗോപേട്ടൻ ചെരുപ്പ് സാരിയും ഒക്കെ നിങ്ങൾക്ക് വാങ്ങിച്ചു തരാറില്ലേ? നിങ്ങൾ തമ്മിൽ ലവ് ഓഫേഴ്സ് അല്ലേ? എന്റെ നന്ദേട്ടന്റെ 5 കുട്ടികളെ പ്രസവിച്ചോളാം ഞാൻ. അങ്ങനെ കെട്ടിപ്പിടിച്ച് ഉമ്മ വയ്ക്കാൻ തോന്നിയല്ലോ നിങ്ങൾക്ക്? നിങ്ങൾക്ക് സ്നേഹിക്കാൻ മമ്മൂട്ടിനെയും മോഹൻലാലിനെയും കമലഹാസനെ ഒക്കെ കിട്ടും. പാവപ്പെട്ട ഞങ്ങളുടെ ആണുങ്ങളെ നിങ്ങൾക്ക് എന്തിനാ? അവരെ ഞങ്ങൾക്ക് വിട്ടു തന്നേക്ക്. ഞങ്ങളുടെ ജീവിതം നശിപ്പിക്കരുത്. ഇന്ന് നിന്റെ അവസാനടി. ഈ നന്ദകുമാർ ആരാണെന്ന് കാണിച്ചു തരാം. യമുന റാണിയോട് സങ്കടം പറയാൻ പോയിരിക്കുന്നു. നിന്നെ അടക്കാനൊക്കെ ഒന്ന് ഞാൻ ഒന്ന് നോക്കട്ടെടി. യമുനാറാണിയെ തിട്ടി നുറുക്കിനാങ്ക രമ്പ സന്ദേഹം. നിന്റെ സന്ദേഹം ഞാൻ തീർത്തു തരാമടി. കൊണ്ട് നടന്നതും നീയേ ചാപ്പ, കൊണ്ട് കൊല്ലിച്ചതും നീയേ ചാപ്പ. അനുഭവിച്ചോ? അന്തസ്സും നാപജാത്തിയുള്ള ഒരു കലാകാരുടെ മുമ്പില് ഭദ്രകാളി ഉറഞ്ഞു കൊള്ളാൻ പോയിരിക്കണു. നാണം കെടുത്തില്ലേ? നീ ആരാന്നടി നിന്റെ ഭാവം? ഞാൻ 5 പിള്ളേരുടെ അമ്മയാ. മിണ്ടിപ്പോവരുത്. പട്ടികളെ പോലെ മക്കളെ പെറ്റുകൂട്ടാൻ ആരാടി നിന്നോട് പറഞ്ഞത്? നീ യമുന റാണിയോട് എന്തടി പറഞ്ഞു? ഞാൻ ചോദിച്ചാണോ കുറ്റം? നിങ്ങൾ കാണിച്ച തെറ്റല്ലേ? എന്താണ് തെറ്റ്? യമുന റാണിയുടെ കൂടെ ചേർന്നതില്ല എന്ന് പറഞ്ഞ് ചേർത്ത് നിർത്തി ഫോട്ടോ എടുപ്പിച്ചു. മുടി കറുപ്പിച്ച് സുന്ദരക്കുട്ടപ്പനാക്കി അഭിനയിക്കാൻ വിട്ടു. കയ്യിലൊരു ബൊക്കം വാങ്ങി തന്ന് പണം കടം ചോദിക്കാൻ പറഞ്ഞു വിട്ടു. എല്ലാം ചെയ്യിച്ചത് നീയല്ലടി എരപ്പേ. ഇപ്പൊ കുറ്റമൊക്കെ എന്റെ തലയിലായോ? അതേടി, ഭർത്താവ് ഒരു അന്യസ്ത്രീയുമായി ഇടപഴകുമ്പോൾ അവളെ സ്പർശിക്കുന്നുണ്ടോ, അഥവാ സ്പർശിക്കുന്നുണ്ടെങ്കിൽ തന്നെ എവിടെയൊക്കെ സ്പർശിക്കുന്നു, അത് എത്ര നേരം നീണ്ടു നിൽക്കാം, എപ്പോ നീക്കി മാറ്റാം, ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടത് ഭാര്യയാ. എല്ലാത്തിനും പച്ചക്കൊടി കാണിച്ചിട്ട് ഇപ്പൊ എന്ന് വെച്ച് ലോഹിയാവണമെന്നുണ്ടോ? ലോഹിയാവും. ഞാനൊരു പുരുഷനാടി. 10 പവനും തന്ന ഈ മര മോന്ത എന്റെ തലയെ കെട്ടിവെച്ചില്ലടി നിന്റെ തന്തപ്പടി പിശികം പീതാംബരൻ. എന്റെ അച്ഛനെ പറയരുത്. പറയടി, 4ാം ക്ലാസ് വരെ അലവരാതെ വേണ്ടെന്ന് ഞാൻ അന്നേ പറഞ്ഞതാ. അച്ഛൻ കേക്കട്ടെ. നാട്ടും പുറത്തു തരി മതി. മതിയല്ലോ. ഞാൻ മുനിയൊന്നുമല്ല. അല്ല, മുനിമാർക്കും പറ്റും. മേനെ ഉത്സാഹിച്ച് മേനിയൊന്ന് കുലുക്കിയപ്പോ വിശ്വാമത്തിന്റെ തപസ് പൊളിഞ്ഞില്ലടി. പുരുഷന്മാരൊക്കെ അല്പം വീക്കായിരിക്കും. അവസരം കിട്ടിയ അവര് കക്കും. എനിക്കറിയാം. ഐ ഓൾസോ ഹാവ്. നിർത്തടി നിന്റെ മുടിഞ്ഞ ഇംഗ്ലീഷ്. ഇനി ഇംഗ്ലീഷ് പറയോ? വാങ്ങടി, വാങ്ങിത്തോല. നിന്നെ പോലുള്ള അല്പജ്ഞാനികൾ ജീവിച്ചിരിക്കാൻ പാടില്ലടി. ഞാൻ നല്ല ഭാഷ നിന്നെ കൊണ്ട് കെട്ടിയിൽ പോടി. ഓടി ബ്രിട്ടീഷുകാരി. എവിടെന്ന് വെച്ചാ പോയി തോല പോ. എടി കണ്ണ് പൊട്ടി. എന്നെ ചായപ്പിക്കടത്ത് കൊതുകടെ വിളിച്ചില്ലേ? നീ അനുഭവിക്കടി. നിന്റെ ഭരണം എന്നത്തോടെ അവസാനിപ്പിക്കടി. നിന്നെ എനിക്ക് വേണ്ട. പുകഞ്ഞ കൊള്ളി പുറത്ത് പോയി പറയടി നിന്റെ തന്തയോട് കേസ് കൊടുക്കാൻ. ആനന്ദം എടുത്തി. കുടിച്ചു എന്ന് ആരും അറിയരുത്, അറിയിക്കരുത്. ഞങ്ങള് കുടിച്ചിട്ടില്ലല്ലോ. കള്ളന്മാരെ, നിങ്ങൾ മൂത്രം ഒഴിക്കാൻ പോയത് കുടിക്കാനല്ലേ? മൂത്രം കുടിക്കാൻ ഞങ്ങൾ എന്താ മൊറാരി ദേശയുടെ ആൾക്കാരാ? നിങ്ങൾ സ്റ്റഡി ആയിട്ട് നിക്കണം. കൗസു, ആനന്ദം, ഇന്ദു, അച്ഛനെന്താ പട്ടാളക്കാരന്റെ വേഷം? ശരിയാണല്ലോ. അച്ഛനെന്താ ഒരു പച്ച നിറം? മാഷെപ്പോഴാ വന്നത്? വേണ്ട, ഞാനിവിടെ നിന്നോളാം. അത് ശരിയല്ല. ഞങ്ങളുടെ വീട്ടിൽ കയറി വന്നിട്ട് നിക്കേ. അത് ഡീസൻസി അല്ല. ഡീസൻസി ഇല്ലാത്തതേ നിങ്ങൾക്കാ മാഷേ.
നിങ്ങൾക്ക് വീട് മാറിപ്പോയി. പോയാട്ടെ പോയാട്ടെ, നമ്മുടെ വീടല്ല. അപ്പൊ നാളെ കാണാം. ഗുഡ് നൈറ്റ്. ഇങ്ങോട്ട് വേണം. എന്ത് അംഗണ്ടായാലും സൈലൻസാ. മൗനം വിദ്വാന് ഭൂഷണം. യമുന റാണിയുടെ വീട്ടിൽ പോയതുപോലും അറിയരുത്. എല്ലാവരും ഉറങ്ങി. ആ. ആരും ഇറങ്ങിയിട്ടില്ല. ഓ. മോശമല്ലേ ചേട്ടന്മാരടുത്തേക്കുന്നത്? അപ്പൊ നമ്മൾ കണ്ട സ്വപ്നം ശരിയായിരുന്നടി. എന്റെ പറക്കോട്ട് ഭഗവതി എനിക്ക് കാണിച്ചു തന്നതാ. കുറ്റം കുടിച്ചിട്ടല്ലേ വന്നിരിക്കുന്നത്. കുടിച്ചതല്ലേ ചേച്ചി, കുടിപ്പിച്ചതല്ലേ. ആ മാതകറാണി ഒഴിച്ചു കൊടുത്തതാ. ഇപ്പൊ എന്താ ഉണ്ടായേ? നമ്മൾ ആഫീസിൽ നിന്ന് ഇറങ്ങി വഴിയിൽ വെച്ച് കണ്ടുമുട്ടി. കുട്ടിക്കാലത്തെ ഓരോ തമാശകളും പറഞ്ഞു. ശരിയാ, അതൊരു കാലായിരുന്നു. കൂട്ടുകാർക്കൊക്കെ ഓണക്കോടി എടുത്തു കൊടുത്തപ്പോ അച്ഛൻ നമുക്ക് വാങ്ങിച്ചു തന്നത് 3 പട്ടുകോട്. ചേട്ടൻ ഓർമ്മയുണ്ടോ ആ പട്ടുകോണം എടുത്തോണ്ട് നമ്മൾ അപ്പുറത്തെ മനക്കല് മാങ്ങ പറിക്കാൻ പോയത്? പിന്നെ എന്നിട്ട് ആ നമ്പൂരി നമ്മളെ തല്ലിയത് നിനക്ക് ഓർമ്മയുണ്ടോ? ഇപ്പോഴുണ്ട് അതിന്റെ തഴമ്പ്. പൊട്ടംകളി കളിച്ചത് മതി. ഒന്നീ പൊറുതി അവിടെ അല്ലെങ്കിൽ ഇവിടെ, രണ്ടിലൊന്ന് തീരുമാനിച്ചിട്ട് മതി ഇനി ബന്ധമൊക്കെ. കൃഷ്ണ ഗുരുവായൂരപ്പ. ആ, അയ്യോ, ഗവൺമെന്റ് സ്കൂളാ? അല്ല, നമ്മുടെ വീടാ. ചായ ഒക്കെ കൊണ്ടുവരണ്ട്. പിണക്കൊക്കെ തീർന്നു കാണും. പാവം പെണ്ണുങ്ങള്. കൊണ്ടുപോടാ. ഇതെന്താ ഒരു ചായ? ഇതേ മുനിശി മുത്തച്ഛന് വേണ്ടി കടയിൽ നിന്ന് വാങ്ങിയതാ. നിങ്ങൾക്കൊന്നും ചായ ഇല്ല. അമ്മമാര് സമരത്തില്ല. എന്നാലേ അച്ഛന്റെ മേശയില് കാശിരിപ്പുണ്ട്, പോയി ചായ മേടിച്ചിട്ട് വാ. മേശയിലിരുന്ന പൈസ എടുത്ത് ഞങ്ങൾ ചായ കുടിച്ചു. എല്ലാം നിങ്ങളുടെ കയ്യിരിപ്പുണ്ടല്ലേ? ഇന്നലെ നിങ്ങൾ കള്ളു കുടിച്ചല്ലേ? കള്ളു കുടിച്ചോ? പൊടിയിടുന്നു. ഞങ്ങൾ ഉറങ്ങില്ലായിരുന്നു. കണ്ടു 3 പേരും 12 കാലിൽ നിൽക്കുന്നത്. 3 പേർക്ക് 12 കാല? അതെ, 3 4 12. കണക്കിലെന്റെ മോള് മിടിക്കുക. അങ്ങനെ മഹാത്മജി സത്യാഗ്രഹം ആരംഭിച്ചു. എന്തിനാണ് മഹാത്മജി സത്യാഗ്രഹം ചെയ്തത് പറ? ബ്രിട്ടീഷുകാരെ തുരത്താൻ. ആ, നമ്മുടെ അമ്മമാർ എന്തിനാ മുത്തച്ഛ സത്യാഗ്രഹം ചെയ്യുന്നത്? ആ. നമ്മുടെ അച്ഛന്മാരെ തുരത്താൻ. ബ്രിട്ടീഷുകാരും കള്ളുകൂടിയന്മാരായിരുന്നോ മുത്തച്ഛ? നിശബ്ദത പാലിക്കൂ, നിശബ്ദത പാലിക്കൂ. മുത്തച്ഛ വിശക്കുന്നു. നിങ്ങളുടെ അച്ഛന്മാരുടെ പോട്ട് വല്ലതും ഉണ്ടാക്കി തരാം. ചെല്ലേ. എന്താ മോളെ? അമ്മയോട് പോയി ചോദിക്കും മക്കളെ. ചോദിക്കാൻ ചെല്ലുമ്പോ അമ്മ അടിക്കാൻ വരുവാ. ഭഗവതി, എന്റെ ജീവിതം കുളം കോരാൻ ഞാൻ സമ്മതിക്കില്ല. എനിക്ക് വലുത് എന്റെ കൗസു തന്നെയാണ്. പക്ഷെ ഇപ്പൊ അവളോട് ഒന്നും പറഞ്ഞാൽ ഏൽക്കില്ല. എനിക്ക് ഇതിന് രക്ഷപ്പെട്ടേ പറ്റൂ. യമുന റാണിയെ ആരുടെയെങ്കിലും തലയിൽ കെട്ടിവെക്കണം. ഇവനാണ് കൊള്ളാലോ. മോള് കരയല്ലേ? മോളെ ഹോട്ടലിൽ കൊണ്ടുപോയി ഐസ്ക്രീം നൂഡിൽസ് ഒക്കെ മേടിച്ചു തരാം. ആ ഒരാൾ നീ ആയിക്കോട്ടെ. നീയായി നിന്റെ മുഖമാടാ അതിന് പറ്റിയത്. പാവമനിയ. എന്താ ചേട്ടാ? എന്നോട് ക്ഷമിക്കൂ അനിയ. ക്ഷമിക്കാൻ ചേട്ടൻ എന്നോട് തെറ്റൊന്നും ചെയ്തില്ലല്ലോ. എന്നാലും ഒരു ക്ഷമ അഡ്വാൻസ് ആയിട്ട് കിടന്നോട്ടറാ. ആഹാ. ചേച്ചി, ആ ചെടിക്ക് വെള്ളം ഒഴിച്ചായിരുന്നോ? അറിഞ്ഞില്ലേ? മുത്തച്ഛൻ ഇടപെട്ട് അമ്മമാരുടെ സമരം ഒത്തുതീർപ്പിലാക്കി. നല്ല ചുമ. എന്തോ ഗോപന്റെ ബാഗിൽ വല്ല മരുന്നുണ്ടോ നോക്ക്. ചെരുപ്പ്, പെണ്ണുങ്ങളുടെ ചെരുപ്പ്. ഞാൻ ചെരുപ്പ് വാങ്ങാൻ പറഞ്ഞിട്ടില്ലല്ലോ. ഗോപേട്ടാ, ഈ ചെരുപ്പ് എങ്ങനെ നിങ്ങളുടെ ബാഗിൽ വന്നു? എന്റെ ബാഗിൽ ഇതെങ്ങനെ വന്നു? എന്തിനു വേണ്ടി വാങ്ങിയതായിരിക്കും. സോപ്പ്, സോപ്പ്. ഏയ്, ഇന്ദു ഇമാതിരി ചെരുപ്പ് ഇടാറില്ലല്ലോ.
ഹൈ ഹീൽഡ് വാങ്ങാൻ പറഞ്ഞിരുന്നു ഇന്ദു. ഞാൻ ഇങ്ങനത്തെ ഇടില്ല. ഹേ, പിന്നെ ഇതുപോലത്തെ ചെരുപ്പ് ആരാ ഇടുക? ആ, എടാ കള്ളാ, ഭാഗ്യവാൻ. മനസ്സിലായി മനസ്സിലായി. എന്തേട്ടാ? എടാ ഹൈ ഹീൽഡ് ചെരുപ്പ് ഇവിടെ ആരാ ഇടുക? മനസ്സിലായില്ലേ? ഇല്ല. യമുനാ റാണി. എന്റെ പറക്കോട്ട് ഭഗവതി. വാ മക്കളെ. 750 രൂപ. അയ്യോ. അർത്ഥ കായ്ക്ക് ഉപ്പ് തയ്ക്കാത്തോനാ. ഡാടാ എത്ര നാളായി ചുറ്റികളെ തുടങ്ങിയിട്ട്? ഇത് യമുനാ റാണി വാങ്ങിച്ചോണ്ട് വരാൻ പറഞ്ഞതോ അതോ നിന്റെ ഗിഫ്റ്റോ? അയ്യോ അല്ല, ഞാൻ ഇന്ദുവിനോട്ട് വാങ്ങിയതാ. എന്റെ ലൈഫ് ബ്രോയിലറായി. ദൈവമേ, എന്റെ ലൈഫ് ബ്രോയിലറായി. ഇന്ദു പറയുന്നവർക്ക് ഞാൻ അങ്ങനൊന്നുമല്ല. നമുക്ക് അകത്തോട്ട് പോയിട്ട് സംസാരിക്കാം. ശരി ശരി ശരി, ഞാൻ വരാം. അകത്തോട്ട് പോവാം. ഇന്ദു, അകത്തോട്ട് എന്നെ വിശ്വസിക്കുന്നു. നിങ്ങളെ വിശ്വസിച്ച് ഞാനാ മതി. എന്റെ ജീവിതം നശിപ്പിച്ച നിങ്ങൾ ഇത്ര ക്രൂരനാണെന്ന് ഞാൻ അറിയില്ല. ഇല്ല, നിങ്ങളെ വിശ്വസിക്കുന്ന ഈ ഗോവൻ എന്ത് പണിയാ കാണിച്ചത്? മോശമായി പോയി. മോശം. എന്താ കൗസു ഇത്? എനിക്കറിയാം എന്നോട് ദേഷ്യത്തിലാണെന്ന്. ദൈവം പോലും പൊറുക്കാത്ത തെറ്റല്ലേ ഞാൻ നന്ദേട്ടനോട് ചെയ്തത്. തെറ്റ് ചെയ്ത് ഞാനല്ലേ? നീ എന്നെ സംശയിച്ചപ്പോ എനിക്ക് സഹിച്ചില്ല. ഒരല്പം കുടിച്ചുപോയി. ദേ, നീ എന്നോട് ക്ഷമിക്കണം. നന്ദേട്ടൻ എന്നോട് ക്ഷമിക്കണം. വേണ്ട, നീ എന്നോട് ക്ഷമിക്കണം. എന്നോട് ക്ഷമിക്കണം. വേണ്ട, എന്നോട് ക്ഷമിക്കണം. എന്നോട് എന്നാ ക്ഷമിക്കണം. നമുക്ക് രണ്ടുപേർക്കും ക്ഷമിക്കല്ലേ? കൊച്ചു കള്ളി. എന്റെ പൊന്നെന്തു, എന്നെ വിശ്വസിക്ക്, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. നമ്മുടെ മക്കളാണ് സത്യം. ഞാൻ ഇവിടെ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കാൻ? ഹിന്ദുവാണ് സത്യം. ആ ചെരുപ്പ് ഞാൻ വാങ്ങിയതല്ല, ഏതോ ഒരു തെണ്ട് എന്നെ ചതിച്ചതാ. സത്യം എന്തോ സത്യം. ഹിന്ദു, പാലടയ്ക്കരുത്. ഇങ്ങനെ ജീവിക്കാൻ എന്ത് സുഖ കൗസു. ഈ ജീവിതം മുഴുവൻ നമുക്ക് എങ്ങനെ ചിരിച്ചു കഴിയാൻ നന്ദേട്ടാ. അഡ്വാൻസ് ആയിട്ട് ഒരു ക്ഷമ കടന്നോട്ടെ എന്ന് പറഞ്ഞ് ഇതിനായിരുന്നല്ലേ? സ്വന്തം അനിയനിട്ട് തന്നെ പാര പണിയണം. സാരമില്ല, ശരിയാക്കി തരാം. എന്താടാ, ഉറക്കമൊന്നും വരുന്നില്ലേ? ഞാൻ പടം വരച്ചോണ്ടിരിക്കയല്ലേ. ആ, നീ ആരാടാ, മൈക്കലാഞ്ചലയോ? നിന്റെ അച്ഛനാ പെൺകോന്തം തന്തോമാർ കരയണ നീ കണ്ടിട്ടുണ്ടോ? അച്ഛൻ കരയില്ല, ആഹാ. ചെറിയച്ഛൻ കരഞ്ഞ ഞാൻ ഇപ്പൊ കണ്ടു. എന്നാ നിന്റെ അച്ഛൻ പൊട്ടിക്കരയുന്ന നീ കാണും. നാളെ ആവട്ടെ, പോയിക്കിട്ട് തുറന്നേക്കാ. പോടാ പോടാ ഈ ചെറിയച്ഛൻ എന്താ വട്ട് പിടിച്ചോ? പോടാ. ഒട്ടിക്ക് ഒട്ടിക്ക്. ആരും കണ്ടില്ല, നമുക്ക് പോവാം. എന്താ ചെറിയച്ഛ? അമ്മേ, അച്ഛന്റെ ഷർട്ടിൽ എന്തോ അടയാളം. ഷർട്ടിൽ എന്താ കൗസോടത്തി നോക്കട്ടെ. കൗസോടത്തി എന്നൂല ലിപ്സ്റ്റിക് ഇടാൻ തുടങ്ങിയ. പോകാവാ, ഞാൻ ലിസ്റ്റിക്ക് ഒന്നും ഇടാറില്ല. പിന്നെന്താ ഇത്? ഓ, പിടികിട്ടി. നന്ദേട്ടാ, എന്താ? ഒരു മിനിറ്റ് ഇങ്ങോട്ട് വന്നേ. എന്താടാ, ചെരുപ്പ് യമുനാ റാണിക്ക് കൊണ്ട് കൊടുത്തോ? ആ, യമുനാ റാണി, ഇപ്പം മനസ്സിലായി. ഈ നാട്ടിൽ യമുനാ റാണി അല്ലാതെ മറ്റാരാ ലിപ്സ്റ്റിക് ഉപയോഗിക്കുന്നത്? ഇതേത് യമുനാ റാണിയുടെ ലിപ്സ്റ്റിക് അല്ലേ? നോക്കിയേ. നോക്കട്ടെ, ശരിയാണല്ലോ. അന്ന് യമുനാ റാണി ഇവിടെ വന്നപ്പോൾ ഇതേ കളർ ലിപ്സ്റ്റിക് ആണല്ലോ ഇട്ടിരുന്നത്, അല്ലേ ആനന്ദം? അതെ. ചേട്ടാ, ഇതെങ്ങനെ നന്ദേട്ടന്റെ ഷർട്ടിൽ വന്നു? എങ്ങനെ വരാം? യമുനാ റാണിയുടെ ബെഡ്റൂമിൽ പോയി രണ്ടുപേരും കൂടെ തമാശ പറഞ്ഞ് ഡ്രസ്സിംഗ് ടേബിളിലിരുന്ന ലിപ്സ്റ്റിക് അറിയാതെ കൈതട്ടി താഴെ അങ്ങനെ വരാൻ വഴിയില്ല. അപ്പൊ ഇന്നലെ നന്ദേട്ട ഇവിടെ പോയി അല്ലേ? ഇല്ല, ഞാൻ പോയിട്ടില്ലടാ. ഹിന്ദി ട്യൂഷന് പോയില്ലേ? എന്ത് ട്യൂഷനോ? ഇപ്പൊ യമുനാ റാണിക്കേട്ടൻ ട്യൂഷൻ എടുക്കുന്ന കാര്യം ചേട്ടത്തിക്ക് അറിയാം. അത് ശരി, അപ്പൊ രഹസ്യമായിട്ടാണ് ട്യൂഷൻ. കൗസു ഇടത്ത് ഇത്ര പാവമായി പോയല്ലോ. ഒരു കൂടെ നിറച്ച് ആപ്പിളുമായിട്ടാ പോകുന്നത്. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല, അധ്യായം കുറെ കഴിഞ്ഞിരിക്കുന്നു. എന്നാ ഇത് ഗുരുദക്ഷിണ തന്നെ. ഇല്ല, നോണ. ട്യൂഷൻ പോയില്ല. ഇത് യമുനാ റാണിയുടെ ചുണ്ടല്ല, വേറെ ഏതോ കോന്തന്റെ ചുണ്ടാണ്. യമുനാ റാണിയുടെ ചുണ്ടിന് ഇത്ര വലിപ്പില്ലടി. കേട്ടല്ലോ, അവളുടെ ചുണ്ടിന്റെ അളവ് വരെ കൃത്യമായിട്ട് നന്ദേട്ടനെ അറിയാം. ബാക്കി ഞാൻ പറയണ്ടല്ലോ. എനിക്ക് സ്കൂളിൽ പോണം. ഹെഡ് മാസ്റ്റർ എന്നെ ചീത്ത പറയുന്നത്. എവിടേക്ക് പോകണ്ടെന്ന്? ട്യൂഷൻ. അയ്യോ.
വല്ലാതങ്ങ് ചിരിക്കണ്ട, ഈ ചിരിയും ഞാൻ കറുപ്പിക്കുന്നുണ്ട്. കൊതുകേടി കൊള്ളാനൊരു കൂട്ടായി. അഡ്വാൻസ് ആയിട്ട് ക്ഷമ ചോദിച്ചിട്ടാണല്ലോ ചേട്ടൻ എന്നെ കുഴി ചാടിച്ചത്. ഒരു കുഴി ഞാനും വെട്ടി, പകരത്തിന് പകരം. ഓക്കേ ഓക്കേ. എന്താ ഇത് കൃഷ്ണേട്ടാ? എന്ത്? ആദ്യമായിട്ട് കാണും പോലെ. ഗോപാ, എന്താ ചേട്ടാ? നമ്മൾ രണ്ടാളും തണുപ്പും കൊണ്ട് പുറത്ത്. അവൻ അവളൊത്ത് സൂയിക്കണു. എനിക്ക് സഹിക്കാൻ കഴിയണില്ല. ഒരു പൂട്ട അവനിട്ട് പൂട്ടണ്ടറാ. പൂട്ടണം. ആ കിളിങ്ങുന്ന വളകൾ നമുക്ക് പൊട്ടിക്കണം. ലോകം ജപിക്കുന്നു നിന്നാമം പ്രേമപൂർവം. ഏട്ടാ പാല്. പാലോ? ഇത് പതിവില്ലാത്താണല്ലോ. ഏട്ടന് ഈയിടെയായിട്ട് വല്ലാത്ത ക്ഷീണം. ഹോർലിക്സ് ചേർത്തിട്ടുണ്ട്. അപ്പൊ എന്നെ ഇനി അങ്ങോട്ട് പരിപോഷിപ്പിക്കാന്ന് തന്നെ. കഷ്ടം തന്നെ ഗോവിന്റെ നന്ദേട്ടന്റെ കാര്യം. എന്നാലും അവർക്കിങ്ങനെ തോന്നിയില്ലോ. സ്വന്തം ഭാര്യമാരെ മറന്ന നടിയുടെ പിന്നാലെ. ആദ്യം നിങ്ങൾക്ക് ആരോ ഒരാൾ എന്നായിരുന്നില്ല സംശയം. ഇപ്പൊ രണ്ടുപേരുടെയും തനിനിറം പുറത്തായില്ലേ? അതൊക്കെ അവരുടെ കാര്യം. എന്റെ കൂട്ടിന് അവളുടെ വലയിലെങ്ങും വീണില്ലല്ലോ. എനിക്കത് മതി. തൊട്ടടുത്ത് റോസാപ്പൂ വിരിഞ്ഞു നിൽക്കുമ്പോ ആരെങ്കിലും കടലാസപ്പൂ അന്വേഷിച്ചു പോവോ? ആ നന്ദേട്ടന് ഗോപന് പടുവെട്ടികളാ. ഞാൻ റോസാപ്പൂവാ. എന്താ ഇത്ര സംശയം? അയ്യോ കിലുക്കം. അത് മോഹൻലാലിന്റെ ഒരു പടത്തിന്റെ പേരല്ലേ? അല്ല, ചേട്ടനും ചാടിക്കേ. ചാടാനോ? ആ, ഒന്ന് ചാടിക്കേ. എന്താണത് ഇത്? ചാടല്ലേ പറഞ്ഞത്? ആനന്ദ് രാവിലെ ചുമ്മാ ആരെങ്കിലും കണ്ട. കിലുക്കുന്നുണ്ടല്ലോ. ഹായ്, ആണുങ്ങളുടെ വള. ആണുങ്ങളുടെ വളയല്ല, പെണ്ണുങ്ങളുടെ വള. ഇതെങ്ങനെ എന്റെ പോക്കറ്റിൽ വന്നു? അതാ എനിക്കും അറിയേണ്ടത്. എന്താ ഇവിടെ പ്രശ്നം? ആഹാ, വളപ്പൊട്ടുകൾ. ഓ, ഇന്നലത്തെ ആഹ്ലാദ പ്രകടനത്തിന്റെ ആയിരിക്കും. ഇവിടുത്തെ പെണ്ണുങ്ങൾ കുപ്പിവള ഇടാറില്ലല്ലോ. പിന്നെ ഇത്തരം കുപ്പിവളകൾ ഇടുന്നത് ആരടാ? ഇത്തരം കുപ്പിവളകൾ ഇടുന്നത് യമുന റാണി. എടാ ചന്ദ്രു, ഒന്നിങ്ങ് വന്നേ. ഓ മോനെ, ഇത് യമുന റാണിയുടെ കുപ്പിവളയല്ലേടാ? അതെ, യമുന ഇതേ സൈസ് കുപ്പിവള ഇടാറുള്ളത്. ഒന്ന് പോടാ അവിടുന്ന്. യമുന റാണിയുടെ കുപ്പിവള ഇങ്ങനെ എന്റെ പോക്കറ്റിൽ വരുന്നത്. അത് ഞാൻ കാണിച്ചു തരാം. അതായത് ഞാൻ യമുന റാണി, ഗോപേട്ടൻ ഈ കൊച്ചേട്ടൻ. ഞാൻ ഗോപേട്ടൻ ഒന്നോട് മാറിയുന്നേ. യമുന റാണി പ്രേമ പാരവശ്യത്തോടെ കൊച്ചേട്ടനെ സമീപിക്കുന്നു. ഡയലോഗ് സ്റ്റാർട്ട്, ക്യാമറ, ആക്ഷൻ. യമുന റാണിക്ക് വിലപ്പെട്ടൊരു സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ട്. തടുത്ത് പറയാം. தெரியலேன் சொல்லுங்களேன். சொல்ல மாட்டேன். എന്നാങ്കി പോക്കട്ടുമേ. അങ്ങനെ റാണി കയ്യമർത്തിയപ്പോ കൃഷ്ണേട്ടൻ കോരിത്തിരിച്ചു. യമുന റാണിയെ ചുറ്റിപ്പിടിച്ചു. രണ്ടുപേരും വികാരവിവശരായി കട്ടിലിലേക്ക് മറിഞ്ഞു വീണു. യമുനയുടെ കൈ ഇപ്പോഴും കൃഷ്ണന്റെ പോക്കറ്റിലാണേ. വള പൊട്ടി, അത് പോക്കറ്റിനകത്ത് വീണു. ഇതാ ആ വളപ്പൊട്ടുകൾ. Cut it. പോടാടുന്ന്. അയ്യോ, യമുനാറാണിക്ക് വള വാങ്ങിച്ചു കൊടുത്തൂടെ? ചാച്ചിക്ക. ഫോട്ടോ ഉടച്ചത് കൊണ്ട് മാത്രം ആയില്ല. ശരിയാ, 3 പേരും കുടിയേറിയിരിക്കുന്നത് അവളുടെ മനസ്സിലല്ലേ? നേരെ ഒന്ന് പുലർന്നോട്ടെ. അവിടെ ഞാൻ എന്താ എന്താ അറിഞ്ഞില്ലേ? യമുന റാണി വിഷം കഴിച്ചു. നന്നായി, കണക്കായി പോയി. അവക്ക് അങ്ങനെ തന്നെ വരണം. കുടുംബവും കുട്ടികളുമായിട്ട് കഴിയുന്നവരുടെ കഞ്ഞി പാറ്റയിടാൻ വന്നോക്ക് പറക്കോട്ട് ഭഗവതി കൊടുത്ത ശിക്ഷയാ. എന്നാലും അവൾ എന്തിനാ ആത്മഹത്യ ചെയ്തത്? മനന്നൊന്ന് ചെയ്തതായിരിക്കും. നമ്മുടെ ആമ്പർന്നമാരെ കിട്ടാത്തതിലുള്ള പ്രേമ നൈരാശ്യം. കണ്ണിൽ ചോര ഉണ്ടോടി നിനക്കൊക്കെ? ആ പാവ അവിടെ മരിക്കാൻ കിടക്കുമ്പോഴും നിന്നെ ഒന്നും പകയും സംശയവും അടങ്ങില്ല അല്ലേ? കാമുകിയെ കുറിച്ച് പറഞ്ഞപ്പോ തേല് കടിച്ച കൊരങ്ങനെ പോലെ ആയില്ല. ഏട്ടാ, ഇതുങ്ങളുടെ അടുത്ത് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല.
ഓണങ്കറാമൂലെന്ന് കെട്ടിയെടുത്ത് പോയില്ലേ വിവരം കേട്ട വർഗം. നമുക്ക് ആശുപത്രിയിലേക്ക് പോവാം. ആഹാ പോവേ, ഈ പടി കടക്കാൻ ഞാൻ സമ്മതിക്കില്ല. എന്നാലും അത് കാണണമല്ലോ. ചേട്ടാ, ഇവളമാരിങ്ങനെ ചലിച്ചോണ്ടിരിക്കും. നമ്മൾ പോയില്ലെങ്കിൽ മര്യാദയടാ. പോണൊക്കെ കൊള്ളാം, തിരിച്ചു വരുമ്പോ ഞങ്ങളുടെ ജഡമായിരിക്കും കാണുക. കൊന്നുപോയി കാണാതിരുന്ന നന്ദികേട്. പോയാ ഈ പണ്ടാറങ്ങൾ തൂങ്ങിച്ചാവും. ശരിക്കും ചെകുത്താനും കടലിനും നടുവിലാ നമ്മള്. ഗോപ കൃഷ്ണ, ഇനി എന്താണൊരു വഴി? 3 എണ്ണത്തിന് തല്ലി കൊന്നിട്ട് അങ്ങോട്ട് ഇറങ്ങാം. നന്ദകുമാർ, ഗോപകുമാരൻ, കൃഷ്ണകുമാർ? ഞങ്ങളൊക്കെയാണ് സാർ. അത് ശരി. അന്ന് ഷൂട്ടിംഗ് സ്ഥലത്ത് വെച്ച് നിങ്ങൾ 3 വില്ലന്മാരെയും ഞാൻ പ്രത്യേകം നോട്ട് ചെയ്തിരുന്നു. യു ആർ മൈ നോട്ടഡ് പേഴ്സൺസ്. നിങ്ങൾ യമുന റാണിയുമായിട്ടുള്ള ബന്ധം? കഴിഞ്ഞ 26 ദിവസമായി ഇതേ ചോദ്യം ഞങ്ങളും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ഓ സാർ. ഐ സീ. നിങ്ങൾ? ഞങ്ങൾ ഇവരുടെ ഭാര്യമാരാ. വെരി ഗുഡ്. പറയൂ, നിങ്ങൾ യമുന റാണിയുമായിട്ടുള്ള ബന്ധം? അങ്ങനെ പ്രത്യേകിച്ച് ബന്ധമൊന്നുമില്ല സാർ. അയ്യോ ഉണ്ട്. ഇവര് കള്ളത്തരം പറയാ. ഇവർക്ക് യമുന റാണിയുമായി ബന്ധമുണ്ട്. യമുന റാണി സൂചിസൈഡ് ചെയ്യാൻ കാരണം തന്നെ ഇവരാണ് സാർ. യമുന റാണിയുടെ പേരും പറഞ്ഞ് ഇവര് ഞങ്ങളെ വല്ലാണ്ട് ഉപദ്രവിക്കുന്നുണ്ട് സാർ. ആ ഇപ്പഴും പറഞ്ഞു ഞങ്ങളെ കൊല്ലൂന്ന്. ഒരു സ്വന്തം ബ്രദേഴ്സിനെ പോലെ പറയാണ് സാർ. ഒന്ന് പറഞ്ഞു മനസ്സിലാക്കിക്കണം സാർ. മനസ്സിലാക്കിക്കാം. താങ്ക് യു. വെരി നൈസ് ലേഡീസ്. എന്റെ ആരാധനാപാത്രത്തെ ആത്മഹത്യയുടെ വക്കിൽ കൊണ്ടെത്തിച്ചു. സ്വന്തം ഭാര്യമാരെ പീഡിപ്പിച്ചു. ചാൾസ് ശോഭരാജിനെ പോലും വെല്ലുന്ന 3 കൾപ്രിറ്റ്സ്. സാറേ, അത് ഒരക്ഷരം മിണ്ടി പോരുത്. മനുഷ്യ ശരീരത്തിൽ 4444 ഞരമ്പുകളാണുള്ളത്. ഈ ഇന്ദ്രജിത്തിന്റെ കയ്യിൽ കിട്ടിയാൽ അത് 2222 ചുരുങ്ങും. പഞ്ചിപ്പാല് വരെ ഛർദ്ദിപ്പിക്കും. കേരള വണ്ടിയിൽ. അയ്യോ അവരെ കൊണ്ടുപോകരുത് സാർ. അവര് പാവങ്ങളാണ് സാർ. ഇവരെ സംശയത്തിന്റെ പേരിലാണ് ഞാൻ ഇവിടെ വന്നത്. പക്ഷേ ഇവരെ കുറ്റവാളികളാണെന്ന് സ്വന്തം ഭാര്യമാർ തന്നെ മൊഴി തന്ന സ്ഥിതിക്ക് ഇനി ഒരു അപ്പീലും ഇല്ല. നിങ്ങൾ 3 പേര് സ്റ്റേഷനിലേക്ക് വരേണ്ടി വരും. കൂടുതൽ മൊഴി തരാൻ. ഓക്കെ സാർ, ഞാൻ ഇവരുടെ അച്ഛനാണ് സാർ. ഇവര് നിരപരാധികളാണ് സാർ. പരമേശ്വരൻ പിള്ള സാറിനെ ഞാൻ ബഹുമാനിക്കുന്നു. പക്ഷേ ഇവരെ കൊണ്ടുവരിക്കാൻ പറ്റില്ല സാർ. ഇനി യമുന റാണിയുടെ മൊഴി കിട്ടിയതിന് ശേഷമേ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. വെരി സോറി സാർ. കമോൺ. ശബ്ദിച്ചു പോകരുത്. ഒരല്പമെങ്കിലും വകതിരിവ് വേണ്ട കുട്ടികളെ. ഭർത്താക്കന്മാർക്കെതിരായിട്ട് മൊഴി കൊടുത്തിരിക്കുന്നു. ഒന്ന് വരട്ടാൻ വേണ്ടി അങ്ങനൊക്കെ പറഞ്ഞത്. പോലീസുകാർ അവര് തല്ലു അമ്മാവാ. ഇല്ല, തലോടും. അമ്മാവ ഇനി എന്താ ഒരു വഴി? ഇൻസ്പെക്ടർ പറഞ്ഞത് കേട്ടില്ലേ? യമുന റാണിയുടെ മൊഴിയാണ് പ്രധാനം. ആസ്പത്രിയിലേക്ക് പോവാ. യമുന റാണിയുടെ ആയുസിന് വേണ്ടി പ്രാർത്ഥിക്കുക. അയ്യോ എന്റെ യമുന റാണി ഞങ്ങളെ രക്ഷിക്കൂ. നിൽക്കൂ, ഞാൻ പറഞ്ഞൊന്ന് കേൾക്കൂ. അവിടെ നിൽക്കാൻ. യമുന റാണി കണ്ണു തുറന്നോ? ഇല്ല. ഇപ്പോഴും ഐസ് പ്ലാന്റിൽ തന്നെയാണോ? അല്ല, ഐസിയുല. അയ്യോ ഇനിയിപ്പോ എന്താ ചെയ്യാ? എന്തായി കാണിക്കുന്നേ? ഇത് എന്ത് പണിയാണ്? സൈലൻസ് പ്ലീസ്. നിങ്ങൾ യമുന റാണിയുടെ ആരാ? യമുന റാണിയുടെ അയൽവക്കത്ത് താമസിക്കുന്നവരാ. യമുന റാണി കേസിൽ ഞങ്ങളുടെ ഭർത്താക്കന്മാരെയും പോലീസ് പിടിച്ചോണ്ട് പോയി. ഓ, പ്രതികളുടെ ഭാര്യമാരാണോ? അതോ തന്നെ. അങ്ങോട്ട് മാറി നിൽക്കണം. അങ്ങോട്ട്. അമ്മാവാ, കാണാൻ പറ്റില്ല അമ്മാവാ. എന്താ കുട്ടികളെ ഇത്? മലന്ന് കിടന്ന് തുപ്പുക. നിങ്ങളുടെ ഭർത്താക്കന്മാരെ പോലീസ് പിടിച്ചുകൊണ്ടോ നാട്ടുകാരോട് മുഴുവൻ വിളിച്ചു പോവുക എങ്ങനെയാ? നിങ്ങൾ ഇവിടെ വന്നാൽ ശരിയാവില്ല. അവര് പോവാ 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 പോവാ. എന്താ സാറേ ഇത്? സാറ് വിഷമിക്കാതെ. നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഷീസ് എ വണ്ടർഫുൾ ആർട്ടിസ്റ്റ്. സാർ ടെൻഷൻ ആവാതെ. സാർ ആകെ പ്രശ്നമാ. ആശുപത്രിയിലേക്കുള്ള വാഹന തിരക്ക് മൂലം റോഡ് ആകെ ബ്ലോക്കാ. എന്താ ചെയ്യേണ്ടത്? എനിക്കറിയില്ല. ഞാനും അങ്ങ് ബ്ലോക്കായി നിൽക്കാണ്. എന്റെ യമുന റാണിക്ക് ബോധം തെളിയാതെ എനിക്ക് ഒന്നിനും ആവില്ല. സാർ പോയി എന്തെങ്കിലും ചെയ്യണോ? കാക്കിക്കുള്ള കലാഹൃദയൊന്നും തനിക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഒന്ന് സ്വയമായിട്ട് പൊട്ടിക്കരാൻ പോലെ സമ്മതിക്കില്ലെന്ന് പറഞ്ഞാൽ പോടോ. ഗുരുവായൂരപ്പ, യമുന റാണിക്ക് ബോധം തെളിഞ്ഞാൽ ഞാനൊരു ശയന പ്രദർശനം നടത്തിയേക്കാം. നിങ്ങൾക്ക് പറയാനുള്ളതൊക്കെ പറഞ്ഞു കഴിഞ്ഞില്ലേ? ഇനി എനിക്ക് പറയാനുള്ളത് കേൾക്കുക. കുടുംബം നന്നാക്കുന്നതും നശിപ്പിക്കുന്നതും പെണ്ണുങ്ങളാ. എല്ലാറ്റിനും തുടക്കം കുറച്ച് ഇവരാ. അമിട്ടിന് തീ കൊളുത്തിയിട്ട് ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്ന് ഭാവിച്ചാലോ അത് പൊട്ടും. ആസ്ഥാനത്താണെ കൂര വരെ നശിച്ചു എന്ന് വരാം. കത്തി നശിച്ചിട്ട് വാവിട്ട് നിലവിളിച്ചിട്ട് എന്താ കാര്യം? ഒരു നടി വരുന്നു എന്ന് പറഞ്ഞ് എന്തൊക്കെയാ ഇവരിവിടെ കാട്ടിക്കൂട്ടിയത്. നക്കാപ്പിച്ച ശമ്പളക്കാർക്ക് എന്തിനാടോ ടിവിയും ഫോണും ഫ്രിഡ്ജും ഒക്കെ? മേടിച്ചു കൊടുത്തില്ലെങ്കിൽ സത്യാഗ്രഹം. എങ്ങനെ മേടിച്ചു? പണം പലിശക്കെടുത്തും പണ്ടം വിറ്റുമൊക്കെ. തോപ്പിൽ കുടുംബത്തിന്റെ അന്തസ്സ് നീ കളഞ്ഞോടി. ഇല്ല തോപ്പിലാനെ, മുൻഷി ജീവിച്ചിരിക്കുമ്പോ അങ്ങനെയൊന്നും സംഭവിക്കില്ല. ഇതാ ഇവര് വിറ്റ സാധനങ്ങളാ. എല്ലാം ഞാൻ പണം കൊടുത്ത് ഇവരറിയാതെ തിരികെ വാങ്ങിച്ചു വെച്ചതാ. എന്താ ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായില്ലേ മക്കളുടെ മഹത്വം? അപ്പൊ തന്റെ മക്കൾ ചെയ്തതോ? ഒരു സിനിമാ നടിയെ വെളുപ്പ് കണ്ടപ്പോ ഭാര്യയും മക്കളെയും ഉപേക്ഷിച്ച് അവരുടെ പിന്നാലെ പോയില്ലേ? തന്റെയും മക്കളുടെയും പേരിൽ ക്രിമിനൽ കേസ് എടുക്കേണ്ടതാ. മകളെ കെട്ടിക്കാൻ പ്രായമായി. അപ്പോഴാ ഹിന്ദിവാദ്യാരുടെ ഒരു പ്രേമം. ഈ ബന്ധം വേർപെടുത്തണം. സദ്യക്ക് ഒരു വക പ്രഥമം മതിയെന്ന് ഞാൻ പറഞ്ഞപ്പോ എല്ലാവരും കൂടെ ചേർന്നത് 3 ആക്കി. ഒക്കെ നഷ്ടമായില്ലേ? അതൊക്കെ താൻ തരോടോ? തരാം.
ഒന്നും നഷ്ടമാവില്ല. എന്റെ മക്കൾ അങ്ങനെ വഴി തെറ്റില്ല. അങ്ങനെയാ ഞാൻ അവരെ വളർത്തിയത്. അപ്പൊ ഞങ്ങക്ക് വന്ന കത്തോ? കത്ത് കാര്യങ്ങൾ കൈവിട്ട് പോണൂന്ന് കണ്ടപ്പോ ഒരു സൂത്രപ്പണി ചെയ്തതാ. ആ കത്തയച്ചത് ഞാനാ. അതമ്മ മക്കളെ രക്ഷിക്കാൻ വെറുതെ പറയാ. അല്ല, നിങ്ങളെ രക്ഷിക്കാൻ വേണ്ടി ചെയ്തതാ. മത്സരിച്ച് ഭർത്താക്കന്മാരെ ഉന്തിത്തള്ളി വിടുകയായിരുന്നില്ലേ നടിയുടെ കൂടെ കൂടാൻ. ഒരു കുടുംബം മുഴുവൻ വഴിയാധാരമാവും നോക്കി നിൽക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. നേരിട്ട് പറഞ്ഞ വില പോവില്ലെന്ന് കണ്ടപ്പോ കത്തയച്ചു. ഇതാ ഒറിജിനൽ. നിങ്ങൾക്ക് കിട്ടിയതിന്റെ ഫോട്ടോ കോപ്പി. ഈ കത്ത് കിട്ടിയതിന് ശേഷമാണോ പെമ്പിള്ളേരൊക്കെ ഒന്ന് ഉഷാറായത് അല്ലേ? ഇനി നിങ്ങൾക്ക് മക്കളെ വിളിച്ചോണ്ട് പോവാം. അവർക്ക് വേണി ആത്മഹത്യ ചെയ്യാം, അതല്ലെങ്കിൽ മാനമര്യാദയായിട്ട് ജീവിക്കാം. എന്തൊക്കെയായാലും എന്റെ പേരക്കുട്ടികളെ ആർക്കും ഞാൻ വിട്ടുതരില്ല. അവര് വരില്ല. എനിക്കിവരെ വേണം. അടുത്ത തലമുറയ്ക്ക് മാതൃകയായിട്ട് വളർത്തിയെടുക്കാൻ ഇവരെങ്കിലും എനിക്ക് വേണം. അമ്മാവാ ഞങ്ങള് വേണ്ട, ഒന്നും പറയണ്ട. ഭർത്താക്കന്മാരെ കാണണമല്ലേ? പോകാം. തന്റെ മോന് മാത്രം കൊടുക്കാൻ പറ്റുന്ന സ്പെഷ്യൽ ജാമ്യമൊന്നുമില്ല. ഇത് 4 ഒറ്റ കേസാ. ശ്വാസം വിടണം. സാർ, ഒരു സംഘം ഇങ്ങോട്ട് വരുന്നുണ്ട്. സ്റ്റേഷൻ ആക്രമിക്കാനാണെന്ന് തോന്നുന്നു. എന്താ? ഞങ്ങൾ ഒന്നവരെ കണ്ടോട്ടെ. ആയിക്കോ, ബഹളം ഉണ്ടാക്കരുത്. എന്റെ 5 പിള്ളേരുടെ അച്ഛനെ ഈ ഗതി വന്നല്ലോ. എന്റെ പറക്കോട്ട് ഭഗവതി നിൽക്കുന്ന നിപ്പ് കണ്ടില്ലേ? ഞാനിത് എങ്ങനെ സഹിക്കും? നന്ദേട്ടാ, ആ ഊമക്കത്തെഴുതിയത് അമ്മാവനാ. എന്റെ പൊന്നു ചേട്ടനെ പോലീസുകാർ ഒരുപാട് അറ്റാച്ച് ചെയ്തോ? എല്ലാം ഞങ്ങളുടെ തെറ്റ. സ്വന്തം നില മറന്ന് ആഡംബരം പൊങ്ങച്ചും കാട്ടിയതിന് ശിക്ഷ ഇനിയൊന്നും ആവർത്തിക്കില്ല. ഞങ്ങൾക്ക് മാപ്പ് തരണം. സത്യം എന്താണെന്ന് ബോധ്യപ്പെട്ടപ്പോ നിങ്ങൾ ഞങ്ങൾക്ക് മാപ്പ് തന്നു. പക്ഷേ ഈ പോലീസുകാർക്ക് ഇനിയും അത് ബോധ്യപ്പെട്ടിട്ടില്ലല്ലോ. എള്ളോളം കളങ്കം നമ്മുടെ മനസ്സിലും ഉണ്ടായിരുന്നു അല്ലേ നന്ദേട്ട കൃഷ്ണേട്ട? അതാ സത്യം. അതായിരിക്കും നമുക്ക് ഈ ശിക്ഷ കിട്ടിയത്. പാവം. പാവം. അച്ഛാ, എങ്ങനെയെങ്കിലും ഞങ്ങളെ മോചിപ്പിക്കണം. കുട്ടികളെ കാണാൻ ധൃതിയായി. 5ഉം 6ഉം വയസ്സുള്ളപ്പോഴാ എന്റെ മക്കളെ ഈ വേഷത്തിൽ കണ്ടിട്ടുള്ളത്. ഇപ്പൊ വീണ്ടും കാണാനുള്ള ഭാഗ്യം എനിക്ക് ഉണ്ടായല്ലോ. സാറേ, എന്റെ മക്കളെ കൂട്ടിക്കൊണ്ട് പോയിക്കോട്ടെ. ക്ഷമിക്കണം സാർ, യമുന റാണിക്ക് ഇനിയും ബോധം തെളിഞ്ഞിട്ടില്ല. അവരുടെ മൊഴി എടുക്കാതെ എനിക്കൊന്നും ചെയ്യാൻ നിവർത്തിയില്ല. யமுனா, என்ன மன்னிச்சிடுமா. உனக்கு பிடிக்காத எதுவும் வேண்டாம். பணம் இல்ல, நீதான் எனக்கு முக்கியம். ആ മുൻഷി പരമേശ്വര പിള്ളയും കുടുംബവും வர சொல்லுங்க. യെസ് മാഡം. ഞാൻ മുൻഷി പരമേശ്വരൻ പിള്ള, ശാന്തി നിലയത്തിലെ. എന്റെ മക്കള് ഒരു ആപത്തിൽ അകപ്പെട്ടിരിക്കുക. യമുന റാണിയുടെ ആത്മഹത്യാ ശ്രമത്തിന് കാരണം இப்படி எல்லாம் நடக்கும்னு நான் எதிர்பார்க்கவே இல்லை. അനിയൻകുട്ടിയും പോലീസുകാര് പിടിച്ചോണ്ട് പോയി. ഞങ്ങളുടെ ആണുങ്ങളെ തെറ്റുകാരല്ലെന്ന് പോലീസിനോട് പറയണം. പറയാം. ஆனா நீங்க எனக்கு என்ன தருவீங்க? യമുന റാണിക്ക് തരാൻ ഞങ്ങളുടെ കയ്യിൽ എന്താ ഉള്ളത്? மேனேஜர், യെസ് മാഡം. நான் இந்த ஊருக்கு வந்ததுல இருந்தே உங்க வீட்ல ஒரு கதையே நடந்திருக்கு. விறுவிறுப்பான கதை. நான் இப்ப ஆக்ட் பண்ற படத்தோட கதையை விட சூப்பர் கதை. நம்ம கதைக்கு ஒரு கிளைமேக்ஸ் வேணும். அத நான் சொல்லட்டுமா? வாங்க. உங்களுக்கு ஒரு வாழ்க்கையை கொடுக்கணும். உங்க 2 குடும்பமும் ஒன்னா இருக்கணும். நீங்க சந்தோஷமா இருக்கணும். அதான் என் விருப்பம். கதையோட கிளைமேக்ஸ்.
மறுத்தா நான் போலீஸ் கிட்ட சொல்ல மாட்டேன். വേണ്ട, ഞങ്ങൾക്ക് സമ്മതമാ. അമ്മാവാ, എനിക്ക് സമ്മത. நீங்க என்ன சொல்றீங்க? സമ്മതമാണെന്ന് പറയൂ, നമ്മുടെ മോന് വേണ്ടി. എന്തോ ആയിക്കോട്ടെ. மேனேஜர், மேடம். இன்ஸ்பெக்டர் கூப்பிடுங்க. சார். യെസ് മാഡം. இன்ஸ்பெக்டர், என் சூசைட் அட்டெம்ப்டுக்கு காரணம் இவங்க ஹஸ்பண்ட்ஸோ அந்த அணியன் குட்டியோ இல்ல. പിന്നെ ആരാ? ഞങ്ങള് ദേശപത്രത്തിന്റെ. சாரி, അത് என் കുടുംബ പ്രശ്നം. എനിക്കതൊന്നും അല്ല പ്രശ്നം. യമുന റാണി രക്ഷപ്പെട്ടല്ലോ. അവരെ 4 പേരെയും വിട്ടയക്കാനുള്ള ഏർപ്പാട് ഞാൻ ചെയ്യാം. ആദ്യം ഗുരുവായൂർ വരെ ഒന്ന് പോണം. ഒരു നേർച്ചയുണ്ട്, ശയന പ്രദക്ഷിണം. വരട്ടെ. டைரக்டர் சார், ப்ரொடியூசர் சார், நாளைல இருந்து ஷூட்டிங் பிளான் பண்ணிக்கங்க. நான் ரெடி. താങ്ക് യു. என் மேல உள்ள சந்தேகம் தீர்ந்ததா? இந்த ஸ்ரீகிருஷ்ணபுரமும் சாந்தி நிலையமும் நீங்க எல்லாம் என் இதயத்துல இருக்கீங்க. மறக்க மாட்டேன், ஒரு நாளும் மறக்க மாட்டேன். முன்ஷி சார், இனிமேலாவது என்ன வெறுக்க மாட்டீங்களே? இப்ப சொல்லுங்க, உங்க கதையில எனக்கு என்ன ரோல்? തെറ്റ് മുഴുവൻ എന്റെ കുട്ടികളുടെ വലിയൊരു മനസ്സുണ്ടല്ലോ. ഞങ്ങളോട് ക്ഷമിക്കുക. എന്റെ മരുമക്കൾക്ക് യമുന റാണി ഒരു മാതൃകയാവട്ടെ. ഞങ്ങളുടെ കഥയിലെ എല്ലാ സദ്ഗുണങ്ങളുള്ള കഥാനായിക ഒരിക്കലും ഞങ്ങൾ മറക്കില്ല. ഗുരുവായൂരപ്പൻ നിങ്ങളെ രക്ഷിക്കട്ടെ. അങ്ങനെ എല്ലാ ഹാപ്പി ന്യൂ ഇയർ ആയി.